എല്ലാവരെയും സോളാർ പരിശീലന സെഷനിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാം പരിചിന്തിക്കുന്ന വിഷയം ഹൈബ്രിഡ് ഇൻവെർട്ടറിനെ കുറിച്ചാണ്. അതിനു മുമ്പ് തന്നെ ചില ആളുകൾക്ക് സൗണ്ട് കിട്ടുന്നില്ല, അത് ഞാനൊന്ന് കാണിച്ചോട്ടെ. അത് ഇപ്പോൾ സൗണ്ട് കിട്ടുന്നവർ അത് ട്രൈ ചെയ്യേണ്ട. ചില ആളുകൾ സൗണ്ട് എനേബിൾ ആക്കിയിട്ടില്ല. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാനിപ്പോൾ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, നമ്മുടെ എല്ലാ ഞായറാഴ്ചയും നടക്കുന്ന ഈ സെഷനാണ്. നമ്മൾ 30 ക്ലാസ് 2 വർഷം കൂടുമ്പം നടത്തുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത്. ഹൈബ്രിഡ് ഇൻവെർട്ടറിനെ കുറിച്ചാണ്. ഇത് നിർവഹിക്കുന്നത് CM വർഗീസ് സാറാണ്. സാറ് ക്രീപ്പയുടെ പ്രസിഡന്റ് ആണ്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്, MBA ആണ്, CEO ഇൻ എവർഗ്രീൻ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് അതിൻ്റെ CEO ആണ്. സാറിന് ഒരു 42 വർഷം ഇലക്ട്രിക്കലിലുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. BE സർട്ടിഫൈഡ് എഞ്ചിനീയർ ആണ്. സ്നൈഡറിലും കെൽട്രോണിലും ഒക്കെ നല്ല ഉന്നത പദവികളിൽ പ്രവർത്തിച്ചുള്ള പരിചയമുണ്ട്. EV ചാർജിങ് സ്റ്റേഷൻ്റെ വിതരണമുണ്ട്. അതുപോലെ പവർ പ്ലാന്റ്, സോളാർ പവർ പ്ലാന്റിൻ്റെ ഇതും വളരെ ഈ മേഖലയിൽ വളരെ അനുഭവ സമ്പത്തുള്ള ഒരാളാണ് നമുക്ക് ഇന്ന് ക്ലാസ്സിന് കിട്ടിയിരിക്കുന്നത്. സാധാരണഗതിയിൽ മുൻ വർഷങ്ങളിൽ നടത്തിയ അവരെ മാറ്റിയിട്ട് പുതിയ ആളുകളെയാണ് നമ്മൾ ക്ലാസ് നടത്താൻ എപ്പോഴും ശ്രമിക്കുന്നത്. പക്ഷേ ഹൈബ്രിഡിനെ കുറിച്ച് കേരളത്തിൽ ഇത്രയും നോളജുള്ള ആളുകൾ വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രാവശ്യവും, കഴിഞ്ഞ പ്രാവശ്യം സാറ് ക്ലാസ് എടുത്തിരുന്നു, അതിനെക്കുറിച്ച് വളരെ നല്ല കമൻ്റ് ആയിരുന്നു നമുക്ക് ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ കിട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് സാറിനെ ഈ പ്രാവശ്യവും നമ്മൾ സാറിനെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആദ്യം എല്ലാവർക്കും സാറിനെ ഒന്ന് ഊഷ്മളമായി ക്ഷണിക്കാം. സാറിന്റെ പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് സാർ അന്ന് തുടങ്ങിക്കോളൂ. ആദ്യം സാർ അതിന്റെ ഹൈബ്രിഡ് ഇൻവെർട്ടറിന്റെ വർക്ക് ഫംഗ്ഷനും അതിന്റെ സാധാരണ വരുന്ന കംപ്ലൈന്റും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അതിന് ശേഷമാണ് നമ്മൾ Q&A സെഷൻ തുടങ്ങുന്നത്. ഓക്കെ സാർ, സ്വാഗതം. താങ്ക് യു കണ്ണൻ. അത്യാവശ്യം ഇൻട്രൊഡക്ഷൻ കാണാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഞാൻ തന്നെ എന്നെ പറ്റി കൂടുതൽ പറയുന്നത് ശരിയല്ലല്ലോ. ഞാൻ പവർ ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിയിൽ 43 വർഷമായി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. 1978 NIT കലിക്കട്ടിൽ നിന്ന് പാസ്സായ മുതൽ എൻ്റെ ഫീൽഡ് പവർ ഇലക്ട്രോണിക്സ് ആണ്. ഞാൻ എൻ്റെ മേജർ ഏരിയ പവർ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ മാനേജറായിട്ട് 17 വർഷം വർക്ക് ചെയ്തു. അതിന് ശേഷം സ്നീഡർ ഇലക്ട്രിക്കൽ 5 വർഷം. പിന്നെ ഇഗാടെക് ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഫൗണ്ടർ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായിട്ട് 17 വർഷം. കമ്പനി ഫോം ചെയ്ത കമ്പനി ബിൽഡ് ചെയ്ത ഒരാളാണ്. അതിനുശേഷം കഴിഞ്ഞ 3 വർഷമായിട്ട് എവർഗ്രീൻ എനർജി ടെക്നോളജീസിലെ CEO. അവിടെ ഞങ്ങൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് സോളാർ പ്രൊജക്ട്സുകളുണ്ട്. പിന്നെ അക്രഡിറ്റഡ് സോളാർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, NSDC അക്രഡിറ്റഡ് സോളാർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. കൂടാതെ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷൻസ് പിന്നെ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഡെൽറ്റ ഇന്ത്യ ഇലക്ട്രോണിക്സിൻ്റെ പിന്നെ ചാനൽ പാർട്ണറാണ്. ഇപ്പം ഈ ഒരു ഫീൽഡിൽ എൻ്റെ ലൈഫ് മുഴുവൻ പവർ ഇലക്ട്രോണിക്സ് ആണ്. കെൽട്രോണിലാണെങ്കിൽ ഇതേ പറഞ്ഞാൽ ഹയർ KVA UPS 80s 500 KVA UPSൻ്റെ ഡിസൈൻ, മാനുഫാക്ചറിങ് ആ ലെവലിലും. ഇഗാടെക് ബേസിക്കലി EPS മാനുഫാക്ചറിങ് കമ്പനി, റൈറ്റ് ഫ്രം ദ സ്ക്രാച്ചസ് ടു ഹയർ KVA UPS വരെ ചെയ്ത ആ ഒരു പരിചയ സമ്പത്തും പിന്നെ ഇപ്പോൾ സോളാർ ചെയ്യുന്ന അനുഭവ സമ്പത്തുമായിട്ട് ഈ ഒരു ഏരിയയിൽ എൻ്റെ അനുഭവങ്ങൾ കുറച്ച് ഷെയർ ചെയ്യാം. ഇപ്പം ഞാനൊരു PPT റൺ ചെയ്യുന്നതിന് ഉപരിയായിട്ട് എനിക്ക് തോന്നുന്നു ഞാനൊരു ഇൻവെർട്ടറിനെ പറ്റി ഒരു ബേസിക് ഫംഗ്ഷൻ, എങ്ങനെയാണ് ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിനെ ഹൈബ്രിഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, ഇത്രയും പറഞ്ഞിട്ട് നമുക്കൊരു ചെറിയ PPT കണ്ടിട്ട് ദെൻ വി വിൽ ഗോ ടു ക്വസ്റ്റ്യൻ ആൻസർ. ഞാൻ എൻ്റെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാം. സ്ക്രീനിൽ ഇപ്പം നിങ്ങൾ PPT കാണത്തില്ല, നിങ്ങൾ കാണുന്നത് ഒരു സ്ക്രീൻ വേർ ഐ ക്യാൻ ഡ്രോ. ഓക്കെ, സോ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു സാധാരണ ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മൾക്കൊരു ബാറ്ററി ഉണ്ട്. ബാറ്ററി നമ്മൾ ഇങ്ങനെയാണ് അത്യാവശ്യം വരയ്ക്കുന്നത്.
അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പോയിട്ട് ഒരു ജനറലി ഒരു ഫ്യൂസ് വഴി ഒരു നമ്മുടെ ഇൻവെർട്ടർ സർക്യൂട്ടിലോട്ട് പോവുകയാണ്. ഇൻവെർട്ടർ സർക്യൂട്ടിൽ എന്താണുള്ളത്? അപ്പം നമ്മൾ സാധാരണ ഇതിനെ വരയ്ക്കുന്ന ഒരു ട്രാൻസിസ്റ്ററായിട്ട് വരയ്ക്കും. ട്രാൻസിസ്റ്ററിനെക്കാട്ട് കൂടുതൽ നൗ ഇറ്റ് ഈസ് ബേസിക്കലി നിൽക്കാൻ പറയാമല്ലോ ഒരു മോസ്ഫെറ്റ് ആണ്, അല്ലെങ്കിൽ IGBT ആണ്. അപ്പോൾ ഒരു ട്രാൻസിസ്റ്റർ ബ്രിഡ്ജ്, H ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു H ബ്രിഡ്ജ് എന്ന് പറയാൻ കാരണം ഇതാണ്. ഒരു Hന്റെ ഷേപ്പിൽ വി ഹാവ് 4 ഡിവൈസ് ഉണ്ട്. ഈ 4 ഡിവൈസിലേക്ക് വന്നിട്ട് സ്വിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് AC DC ഒക്കെ കിട്ടുന്നത്. സോ ഇതാണ് നമ്മുടെ ഇൻവെർട്ടറിന്റെ പ്ലസ് വന്നു, ഇൻവെർട്ടറിന്റെ മൈനസ് വന്നു. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് ഒരു ട്രാൻസ്ഫോമറിലോട്ടാണ്. ട്രാൻസ്ഫോമർ ടു ബി ഫ്രാങ്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻഡക്ടർ ഉണ്ട്. ഇൻഡക്ടർ വഴി ആണ് ട്രാൻസ്ഫോമറിലേക്ക് കണക്ട് ചെയ്യുന്നത്. ദെൻ ഈ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡ് വന്നു കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി ആയി. ഈ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിൽ നിന്ന് നമുക്ക് ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡ്, ഇവിടെയാണ് നമ്മൾ വോൾട്ടേജ് ബൂസ്റ്റ് ചെയ്യുന്നത്. വോൾട്ടേജ് ബൂസ്റ്റിംഗ് ആവശ്യമുണ്ടെങ്കിൽ സോ ഇവിടെ ഒരു ഫിൽട്ടർ കപ്പാസിറ്റർ ഉണ്ടാവും. ഇത്രയായി കഴിഞ്ഞാൽ നമുക്കൊരു 12 വോൾട്ട് സാറിനൊക്കെ നമ്മൾ കാണുന്ന കൂടുതലതാണല്ലോ 12 വോൾട്ട് ഇൻവേർട്ടറിനെ എങ്ങനെ ഒരു AC DC ആവും എന്നുള്ളത്. ഓക്കെ, പണ്ടൊക്കെ അതായത് ഒരു 80s 90s നമുക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇതൊരു ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് വേവ് ഇവിടെ നമുക്ക് 12 വോൾട്ട് DC, 12 വോൾട്ട് ബാറ്ററി ആണ്. 12 ആകാം, 24 ആകാം. ബാറ്ററിയുടെ മൾട്ടിപ്പിൾസ് 1, 2, 3, 4 അങ്ങനെ മൾട്ടിപ്പിൾ ചെയ്യാം. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ട്രാൻസ്ഫോമറിന്റെ വോൾട്ടേജ് ഡിഫറൻസ് ആയിരിക്കും. എന്നിട്ട് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന അങ്ങനെയായിരുന്നു, ഒരു സ്ക്വയർ വേവ് ഇൻവെർട്ടർ ആയിരുന്നു അല്ലേ? നിങ്ങൾക്ക് ചിലർക്കൊക്കെ നിങ്ങൾ യങ്ങർ ജനറേഷൻ ആണെങ്കിൽ ഓർമ്മ ഉണ്ടാവണമെന്നില്ല, ഒരു സ്ക്വയർ വേവ് ഇൻവെർട്ടർ. അതായത് ഇങ്ങനെ കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് പ്ലസ് മൈനസ് 50 ഹെർട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാമല്ലോ. 50 ഹെർട്സ് ഇൻവെർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? അതാണ് നമ്മുടെ ഫ്രീക്വൻസി 50 ഹെർട്സ്. അതായത് 20 മില്ലി സെക്കൻഡിൽ ഒരു സൈക്കിൾ വരും. 20 മില്ലി സെക്കൻഡ് ഒരു സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മില്ലി സെക്കൻഡ് ഓൺ, 10 മില്ലി സെക്കൻഡ് പ്ലസ്, 10 മില്ലി സെക്കൻഡ് മൈനസ്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ക്വയർ വേവ് ഇൻവെർട്ടറാണ് നമുക്ക് മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഒരു 2000 ഒക്കെ ആയപ്പോഴത്തേക്ക് അതിൽ നിന്നൊക്കെ നമ്മൾ മാറിയിട്ട് സൈൻ വേവ് ഇൻവെർട്ടർ വന്നു. എങ്ങനെയാണ് ഈ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന സ്ക്വയർ വേവ് ഇൻവെർട്ടർ ഉണ്ടാക്കുന്ന നോക്കുകയാണെങ്കിൽ, ലെറ്റസ് ഇത് 4 സ്വിച്ച്, 1, 2, 3, 4 സ്വിച്ച്. ഈ 4 സ്വിച്ചിന്റെ ഫംഗ്ഷൻ വഴിയാണ് നമുക്ക് ഈ DC AC ആകുന്നത്. അപ്പോൾ ഒരു 10 മില്ലി സെക്കൻഡ് സമയത്തേക്ക് ഈ സ്വിച്ച് 1ഉം സ്വിച്ച് 4ഉം കൂടെ ഓൺ ആകുകയാണെങ്കിൽ സ്വിച്ച് 1 കൂടെ കറണ്ട് ഇങ്ങനെ വന്നിട്ട് ഇതിലൂടെ കയറി തിരിച്ച് വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് താഴോട്ട് പോകും. അതായത് പ്ലസ് നിന്ന് വരുന്ന എപ്പോഴും മൈനസ് 1 ഇൻഡ്യ ചെയ്യണമല്ലോ. അപ്പൊ എന്ത് പറ്റി? 10 മില്ലി സെക്കൻഡ് സമയത്ത് പ്ലസ് കിട്ടി. ഇനിയും അടുത്ത 10 മില്ലി സെക്കൻഡ് സമയത്തേക്ക് നേരെ തിരിഞ്ഞ്, അതായത് ഈ ഒരു പാത്തായിരിക്കാം ഉദ്ദേശിക്കുന്നത്. ഇതിൽ കൂടെ കയറിയിട്ട് ഇതിലൂടെ പോയിട്ട് തിരിച്ച് ഇതിലൂടെ വന്നിട്ട് ഇതിലൂടെ തിരിച്ചുവിടുക വരും. അപ്പം ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനായി, മൈനസ് ആയി. അപ്പൊ അങ്ങനെയാണ് പ്ലസ് മൈനസ് എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് ഈ DC AC ആകുന്നത്. ഈ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിൽ നമുക്ക് ഈ ബാറ്ററിയുടെ വോൾട്ടേജ് 12 വോൾട്ട് ഇങ്ങനെ പ്ലസ് മൈനസ് വരും. അപ്പൊ ഇത് ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി 230 ആണെങ്കിൽ 230 ആയിട്ട് ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് അപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 230 വോൾട്ട് AC ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ഒരു നോർമൽ ഇൻവെർട്ടർ. ഇനി അതിനെ നമ്മൾ മാറ്റി ഇപ്പൊ നമുക്ക് കിട്ടുന്ന അതല്ല, ഇപ്പൊ നമുക്ക് കിട്ടുന്നത് സൈൻ വേവ് ആണ്. അപ്പൊ സൈൻ വേവ് കിട്ടാൻ വേണ്ടി ഇൻഫാക്ട് ഈ പഴയ സ്കീമിൽ ഈ 4 ഡിവൈസ് വേണമെന്നുണ്ടായിരുന്നില്ല, 2 ഡിവൈസ് മതിയായിരുന്നു. 2 ഡിവൈസും അതിന്റെ കണക്ഷൻ ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നായിരിക്കാം ടു ഗെറ്റ് ദി സ്ക്വയർ വേവ്. അപ്പൊ നമ്മൾ സൈൻ വേവ് ആയപ്പോഴത്തേക്ക് അതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൾസ് സ്വിച്ചിങ് ഇപ്പൊ നമ്മൾ കണ്ടില്ലേ 10 മില്ലി സെക്കൻഡിൽ ഒരു പ്ലസും 10 മില്ലി സെക്കൻഡ് മൈനസും കണ്ടതിന് പകരം ഇറ്റ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. അതായത് ഈ സ്വിച്ചിങ് ഒരു 16 കിലോ ഹെർട്സ് 20 കിലോ ഹെർട്സ് ആ റേഞ്ചിലുള്ള ഹൈ ഫ്രീക്വൻസി സ്വിച്ചിങ് ആയിരിക്കും. അതായത് എൻ്റെ ഈ 10 മില്ലി സെക്കൻഡിൽ എനിക്ക് ഏകദേശം ഒരു 16,000 സ്വിച്ചിങ് വരും. ആ ഓരോ സ്വിച്ചിങ് എന്ന് പറയുന്നത് ആദ്യം ഒരു ചെറിയ ഞാൻ അത്രയും നമ്പർ വരയ്ക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ വരയ്ക്കാൻ പോകുന്നത് വ്യത്യാസം ഉണ്ടാവുക ഇങ്ങനെ. അതായത് കുറച്ചുകൂടെ ഭംഗിയായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ആദ്യം ഒരു ചെറിയ സമയത്തേക്കാണ്, എന്നിട്ട് പിന്നെ അടുത്തത് കുറച്ച് അല്പം കൂടെ കൂടുതൽ സമയത്തേക്കാണ്, പിന്നെ അതിങ്ങനെ കൂടി വന്നിട്ട് ഇങ്ങനെ കൂടി മിഡിൽ കുറെ ഏറെ കൂടെ ഉണ്ടാവും. എന്നിട്ട് പിന്നെ കുറയും, അങ്ങനെ കുറഞ്ഞു വന്നിട്ട് എൻഡിൽ വരുമ്പോൾ വീണ്ടും കുറയും. അപ്പൊ ഇങ്ങനെ ഒരു സ്വിച്ചിങ് പാറ്റേൺ ഞാൻ ഉണ്ടാക്കും ഒരു 10 മില്ലി സെക്കൻഡിൽ. ഈ 10 മില്ലി സെക്കൻഡ് ഞാനിപ്പോൾ 5-6 വരച്ചുള്ളെങ്കിൽ ഇതിനകത്ത് അപ്രോക്സിമേറ്റ്ലി 16 കിലോ ഹെർട്സ് എന്ന് പറഞ്ഞാൽ 16,000 സ്വിച്ചിങ് ഉണ്ടാവും. എൻഡിലെ ഏറ്റവും വിട്ട് എൻ്റെ നോച്ച് ഏറ്റവും മിനിമവും, മിഡിലോട്ട് വരുമ്പോൾ നോച്ച് കൂടുതലും, അങ്ങനെ വന്നിട്ട് ഇനി മൈനസ് തിരിച്ചു പോകുമ്പോഴത്തേക്ക് അതേപോലെ തന്നെയാണ് ഇതിന്റെ റിവേഴ്സ് വരും. അതായത് പ്ലസിനും
കണ്ട അതേ സംഭവം മൈനസിൽ റിവേഴ്സ് വരും. അതായത് ഇപ്പം എങ്ങനെ ഇരിക്കും? അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇറ്റ് വിൽ സംതിങ് ലൈക്ക് ദിസ്. അതായത് ഒരു ചെറിയ നോച്ച്, പിന്നെ കുറച്ചുകൂടെ വലിയ നോച്ച്, അങ്ങനെ ഒന്ന് മിഡിൽ വരുമ്പോൾ കൂടുതൽ, പിന്നെ എൻഡിലേക്ക് കുറവ്. ഇതിൻ്റെ നമ്മൾ മുകളിൽ കണ്ടതിന് നേരെ റിവേഴ്സ്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഈക്വലായിരിക്കും കേട്ടോ. ഇവിടെ ഉള്ള അതുപോലെ ഇവിടെ ആയിരിക്കും, ഒളിത്തിങ് റിവേഴ്സ് ആയിരിക്കും. അങ്ങനെയുള്ള ഒരു സ്വിച്ചിങ് പാറ്റേൺ ഉണ്ടാക്കിയിട്ട് ദാറ്റ് വിൽ ബി ഗിവൺ ടു എ ഫിൽട്ടർ. ഈ ഫിൽട്ടർ കൂടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് നല്ല പക്കാ സൈൻ വേവ് ആയിരിക്കും. വരയ്ക്കാൻ അത്ര എളുപ്പമല്ല. അതായത് നമുക്ക് നല്ല പക്കാ സൈൻ വേവ് ഇങ്ങനെ കിട്ടും. ഞാൻ വരച്ചത്ര ഭംഗിയായിട്ടില്ല. അങ്ങനെയാണ് നമുക്ക് ഈ AC വേവ് കിട്ടുന്നത്. സോ ഇതിന് പറയുന്നത് സിനുസോയ്ഡൽ സ്വിച്ചിങ്. അതായത് ഒരു നമ്മൾ പണ്ട് പറയുന്ന ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു, PWM, പൾസ് വിഡ്ത്ത് മോഡുലേഷൻ. അപ്പൊ ഇത് പർട്ടിക്കുലർ പറയുന്നത് സിനുസോയ്ഡൽ PWM സ്വിച്ചിങ് എന്നാണ് പറയുന്നത്. ഒരു 2000 മുമ്പൊക്കെ അനലോഗ് ഡിവൈസ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ഒരു ഡിജിറ്റൽ ഡിവൈസ് ആണ്. നമുക്ക് DSP വഴി സ്വിച്ച് ചെയ്തിട്ട് പിന്നെ പ്രോഗ്രാം ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അപ്പം ആ കൂടി ഒരു DSPക്കകത്ത് വന്ന് എല്ലാ സ്വിച്ചിങ് പാറ്റേണും പ്രൊട്ടക്ഷൻസ് എല്ലാം പ്രോഗ്രാം ചെയ്തിട്ട് നേരെ ഡ്രൈവ് ചെയ്താൽ മതി. അപ്പൊ ആ കണ്ടീഷനിലാണ് നമുക്കിപ്പോൾ ഒരു ഇൻവെർട്ടർ കിട്ടുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ഹോം ഇൻവെർട്ടർ. ഈ ഹോം ഇൻവെർട്ടറിൽ ഇത്രയും മാത്രമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, അല്പം കൂടി ഉണ്ട്. അതായത് ഒരു ഹോം ഇൻവെർട്ടർ അങ്ങനെ വർക്ക് ചെയ്യുന്ന മെയിൻസ് ഉള്ളപ്പോൾ നമുക്ക് മെയിൻ സപ്ലൈ കിട്ടും. മെയിൻസ് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇൻവെർട്ടർ സ്വിച്ച് ചെയ്യും. അപ്പോൾ ആദ്യം ബാറ്ററി ചാർജ് ചെയ്യണം. എങ്ങനെ ബാറ്ററി ചാർജ് ചെയ്യുന്നത്? ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ഒരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്റെ ലോഡിലേക്ക് പോകും. ലോഡിന്റെ ലൈൻ ന്യൂട്രൽ. ഇവിടെ എനിക്കൊരു റിലേ ഉണ്ടാകാം. റിലേ നോർമലി ക്യാൻ ബി ഓരോരുത്തരുടെ ഡിസൈൻ പോലെ ഇരിക്കാം. അപ്പൊ ഇതാണ് എൻ്റെ ലൈൻ, എൻ്റെ മെയിൻ സപ്ലൈ ലൈൻ. ഇവിടെ എൻ്റെ ന്യൂട്രൽ. അപ്പൊ എൻ്റെ ലോഡിലോട്ട് പോകുന്ന ന്യൂട്രൽ ഇതാണ്. അതായത് എൻ്റെ ലൈറ്റ്, ഫാന്, ഇതെല്ലാം സംഭവങ്ങളൊക്കെ വീട്ടിലെ ലൈറ്റ്, ഫാന് ഒക്കെ ഇവിടെ ഇങ്ങനെ കിടന്ന് വർക്ക് ചെയ്യും. അപ്പം മെയിൻസ് ഉള്ളപ്പോൾ എന്ത് പറ്റും? ഈ വോൾട്ടേജ് ഇതിലൂടെ വന്നിട്ട് എൻ്റെ ലൈറ്റ്, ഫാന് ഒക്കെ ഇതുവഴി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. മെയിൻസ് പോകുമ്പോൾ എന്ത് പറ്റും? മെയിൻസ് പോകുമ്പോൾ റിലേ ഓപ്പൺ ആവും. റിലേ ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് മെയിൻസിന് കോണ്ടാക്ട് ഇല്ല. ആ സമയത്ത് എൻ്റെ ഇൻവെർട്ടറിന് പൾസ് കിട്ടും. അതുവരെ പൾസ് ഉണ്ടെങ്കിലും ആ പൾസ് മിനിമത്തിൽ നിൽക്കും. 2-3 ടൈപ്പ് ഉണ്ടാകും. ഹൈബ്രിഡും ഓഫ് ഗ്രിഡും വ്യത്യാസമുണ്ട്. ഓഫ് ഗ്രിഡിന്റെ കേസിൽ പൾസ് ഉണ്ടാകത്തില്ല, പൾസ് ഓഫ് ആയിരിക്കാം. ഈ മൊമെന്റിൽ ഇത് ബ്രേക്ക് ചെയ്യുന്ന ആ മൊമെന്റിൽ ഇവിടെ പൾസ് വരും. പൾസ് വരുമ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്ന സൈൻ വേവ് കിട്ടും. അതായത് ലെറ്റസ് ഇറ്റ് ഈസ് നമുക്ക് മെയിൻസ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ മെയിൻസ് ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് മെയിൻസ് അങ്ങോട്ട് പോയി. അപ്പം എന്ത് സംഭവിക്കും? അതായത് മെയിൻസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് മെയിൻസ് അങ്ങ് ഫെയിലായി. അപ്പൊ എന്ത് സംഭവിക്കണം? പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ സ്ക്വയർ വേവിന്റെ കേസിലാണെങ്കിൽ ബ്രേക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ സ്ക്വയർ വേവ് കിട്ടുമായിരുന്നു, ഇൻവെർട്ടർ വർക്ക് ചെയ്യായിരുന്നു. അങ്ങനെ ഇൻവെർട്ടർ വർക്ക് ചെയ്ത് കുറേ നേരം പോയി കഴിയുമ്പോഴത്തേക്ക് ഈ മെയിൻസ് തിരിച്ചു വരുമായിരുന്നെങ്കിൽ വീണ്ടും ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് എനിക്ക് മെയിൻസിലോട്ട് ചേഞ്ച് ഓവർ നടക്കുമായിരുന്നു. ഇതായിരുന്നു എൻ്റെ പഴയ പാറ്റേൺ സ്ക്വയർ വേവ് ഉള്ള സമയത്ത്. എൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഐ ക്യാൻ ഗെറ്റ് സംതിങ് ബെറ്റർ. എന്താണെന്നുള്ളത് ഞാൻ പറയാം. അതായത് മെയിൻസ് ഇപ്പം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം എൻ്റെ ലോഡ് ഇതാണല്ലോ മെയിൻസ് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് മെയിൻസ് ഫെയിലർ ആയി കഴിഞ്ഞാൽ ലെറ്റസ് എനിക്ക് ഇവിടെ വന്നപ്പോൾ മെയിൻസ് ഫെയിലായി. ഒരു വളരെ ചെറിയ ബ്രേക്ക് ഉണ്ടാകാതിരിക്കാം. ഞാൻ ബ്രേക്ക് സെപ്പറേറ്റ് എടുത്ത് കാണിക്കുകയാണ്. ആക്ച്വലി ഇങ്ങനെ ആവണമെന്നില്ല. എന്നിട്ട് എൻ്റെ ഇൻവെർട്ടർ അങ്ങ് സ്വിച്ച് ചെയ്യും. അതായത് കണ്ടിന്യൂറ്റി കിട്ടുന്ന രീതിയിൽ എൻ്റെ ഇൻവെർട്ടർ സ്വിച്ച് ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ടുള്ള വോൾട്ടേജ് വേവ് എനിക്ക് കിട്ടും. ബേസിക്കലി ഐ ക്യാൻ സേ ഈസ് എ കണ്ടിന്യൂസ് വോൾട്ടേജ് എന്ന് പറയാം. ഒരു ബ്രേക്ക് ഇവിടെ അറിയത്തില്ല. ഇത് ഡിപ്പെൻഡിങ് ഇപ്പം ഓരോരുത്തരുടെയും ഡിസൈൻ പോലെ ഈ ബ്രേക്ക് കാണാൻ പറ്റാത്ത ബ്രേക്ക് വരെ ഉണ്ടാകാം. അതായത് എനിക്ക് ഇവിടെ പക്കാ സൈൻ വേവ് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന കണ്ടീഷൻ വരെ എനിക്ക് കിട്ടാം. ഇറ്റ് ഓൾ ഡിപ്പെൻഡിങ് ഇപ്പം ഓരോരുത്തരുടെ ഡിസൈനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അതായത് ഇവിടെ ഒരു ബ്രേക്ക് നമുക്ക് ചേഞ്ച് ഓവർ ഉണ്ടായി എന്ന് അറിയുന്ന ഒരു ചെറിയൊരു ഡിസ്റ്റർബൻസ് മാത്രം വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ മോർ ഓർ ലെസ് കണ്ടിന്യൂസ് വേവ്. ഈ പഴയ സ്ക്വയർ വേവ് ഇൻവെർട്ടർക്കും നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും. മെയിൻസ് പോയിട്ട് ഇൻവെർട്ടറോട് ചേഞ്ച് ഓവർ ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് കാരണം നമ്മുടെ കമ്പ്യൂട്ടർ ചിലപ്പം സ്റ്റക്ക് ആകാം, നമ്മുടെ ഡാറ്റ ലോസ് ആകാം. നമ്മുടെ TV കൊടുത്തിരിക്കുകയാണെങ്കിൽ ഡെസ്ക്ടോപ്പ്, അതായത് നമ്മുടെ
ഏഷ്യാനെറ്റ് ഒക്കെ വരുന്ന ഡെസ്ക്ടോപ്പ് ചിലപ്പോൾ സ്റ്റോപ്പായിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം. ആ കണ്ടീഷനിലൊക്കെ ഉണ്ടാകുന്ന കണ്ടീഷനിൽ നിന്ന് മാറിയിട്ട് ഇപ്പം നമുക്ക് അറിയാൻ പറ്റില്ല ഇവിടെ മെയിൻസ് പോയോ അത് പിന്നെ ഇൻവെർട്ടറിലാണോ ബാറ്ററിയാണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ നോക്കണം. ചിലപ്പോൾ ഒരു അലാം വരാം. അത്ര ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്ത കണ്ടീഷനാണ് ഇപ്പോൾ. അതായത് ഒരു ചേഞ്ച് ഓവർ സമയത്ത് ഇതിന് തിരിച്ച് ഈ കണ്ടീഷനിൽ നമുക്ക് തിരിച്ച് മെയിൻസ് വരുമ്പോഴാണ് സംഭവിക്കുന്നത്. തിരിച്ച് മെയിൻസ് വരുമ്പോൾ ഇതുപോലെ തന്നെ ഒരു ബ്രേക്കും ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാകാതിരിക്കുക. ഒൺലി തിങ് ഡിഫറൻസ് എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ചേഞ്ച് വരുന്ന സമയത്ത് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാകാം. ഈ ഇൻവെർട്ടറിൽ ഇത് സ്റ്റേബിൾ സ്റ്റഡി വോൾട്ടേജ് ആണെങ്കിൽ മെയിൻസിൽ അതാകണമെന്നില്ല. മെയിൻസ് കുഡ് ബി 180 ആകാം, 200 ആകാം, 230 ആകാം, 250 ആകാം. ആ ഒരു ഡിഫറൻസ് നമുക്ക് പറയാം ഇത് മെയിൻസ് ആണ്. അതുപോലെ വേവ് കുറച്ച് ഡിസ്റ്റോർട്ടർ ആയിരിക്കാം പലപ്പോഴും മെയിൻസിൽ. അപ്പൊ ഇത് ഇൻവെർട്ടർ ആണോ ഇത് മെയിൻസ് ആണോ നമ്മൾ അങ്ങനെ നോക്കിയാണ് പറയുന്നത്. ആ ലെവലിലേക്ക് ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ഒരു പിന്നെ നമ്മളൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു 1 kV ഇൻവെർട്ടർ മുതൽ ഒരു 500 kV പിന്നെ 500 kV എന്നൊക്കെ പറയുമ്പോൾ നമ്മള് വലിയ ഇൻവെർട്ടർ UPS ഉപയോഗിക്കുന്ന മോസ്റ്റ്ലി 3 ഫേസ് ആയിരിക്കാം. ഇപ്പോഴത്തെ സിംഗിൾ ഫേസ് ഒക്കെ ഒരു 30 kV വരെയൊക്കെ മാർക്കറ്റ് കിട്ടും. അതെല്ലാം വർക്ക് ചെയ്യുന്ന ഈ ഒരു പർട്ടിക്കുലർ ടോപ്പോളജിയിലാണ്. വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഇൻവെർട്ടർ മോസ്ഫെറ്റ് നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ ഈ ഡിവൈസ് ഇപ്പൊ ഞാൻ വച്ചിരിക്കുന്ന ട്രാൻസിസ്റ്റർ ആണ്. പിന്നെ വലിയ സിസ്റ്റത്തിന് ഇറ്റ് വിൽ ബി IGBT, ഇൻസുലേറ്റഡ് ഗേറ്റ് ബൈപോളർ ട്രാൻസിസ്റ്റർ. ബട്ട് അതർവൈസ് നമ്മുടെ സ്വിച്ചിങ് പാറ്റേൺ, വേവ് ഫോം ജനറേഷന്, ഫിൽട്ടർ കോമ്പിനേഷന്, ട്രാൻസ്ഫോമർ ഡിസൈൻ ഒക്കെ ഫിലോസഫി വിൽ ബി സെയിം. ഒൺലി തിങ് ഇപ്പൊ എനിക്കിപ്പോ ഇവിടെ ഒരു ബാറ്ററിയിൽ ഞാൻ 230 വോൾട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ എന്റെ ഈ പറഞ്ഞിരിക്കുന്ന വോൾട്ടേജ് ഇവിടുത്തെ വോൾട്ടേജ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി 7 വോൾട്ട് ആണ്. 7 വോൾട്ട് ബൈ 230 വോൾട്ട് ട്രാൻസ്ഫോമർ ആയിരിക്കും ഇവിടെ. അപ്പൊ ദാറ്റ് മീൻസ് 10 ബാറ്ററി ആണെങ്കിൽ എന്ത് പറ്റും? 10 ബാറ്ററി ആണെങ്കിൽ എന്റെ ട്രാൻസ്ഫോമർ വിൽ ബി 70 വോൾട്ട് ആയിരിക്കാം. 30 ബാറ്ററി ആണെങ്കിൽ ഇൻറ്റു 3, അതായത് 210 വോൾട്ട് ആയിരിക്കാം. ആ പാറ്റേണിൽ ട്രാൻസ്ഫോമർ ഡിസൈൻ മാറും. ട്രാൻസ്ഫോമർ KV അനുസരിച്ച് ട്രാൻസ്ഫോമറിന്റെ സൈസും ട്രാൻസ്ഫോമറിന്റെ കണ്ടക്ടറും കോറൊക്കെ മാറും. അതുപോലെ തന്നെ എൻ്റെ അവിടെ പിന്നെ IGBT-യുടെ പിന്നെ കറണ്ട് വോൾട്ടേജ് എല്ലാം KV അനുസരിച്ചിട്ട് മാറും. ബട്ട് ഈ ഡയഗ്രം കുഡ് ബി സെയിം. ഇവിടെ എനിക്ക് റിലേ ആകണമെന്നില്ല. ഇറ്റ് കുഡ് ബി സ്റ്റാറ്റിക് സ്വിച്ച്. സ്റ്റാറ്റിക് സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് ടു ബാക്ക് കണക്റ്റഡ് തൈറിസ്റ്റേഴ്സ്. അതെ, ട്രയാഗൺ ഇക്വലന്റ് വേ. അതൊരു തൈറിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. ഒരു തൈറിസ്റ്റർ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഫോർവേഡ്. ഇതാണ് ഒരു ഫോർവേഡ് വയർ. അപ്പൊ അതിന്റെ ഒരു തൈറിസ്റ്റർ റിവേഴ്സ് കണക്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ലൈക്ക് ദിസ്. ഇങ്ങനെയുള്ള ഡിവൈസ് നമുക്ക് സിംഗിൾ ആയിട്ടും കിട്ടും. ഇതിങ്ങനെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്വിച്ചാണ്. അതായത് ഇതിൽ വരുന്ന സപ്ലൈ ഇവിടെ കിട്ടും. ഇതിന് പൾസ് കൊടുത്തു കഴിഞ്ഞാൽ പൾസ് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഓഫ് ആവും. അതായത് ഈ റിലേ കോണ്ടാക്ടറിന്റെ ഒക്കെ സൈസ് കൂടുമ്പോഴും അതിന്റെ ബ്രേക്ക് ടൈം കൂടിക്കൊണ്ടിരിക്കും. അതായത് എനിക്ക് സീറോയിൽ ഒരിക്കലും പറ്റത്തില്ല. 4 മില്ലി റിലേ ഒക്കെ ഏറ്റവും ചെറിയ റിലേ ഒക്കെ നമുക്ക് 4 മില്ലി സെക്കൻഡിൽ ഓൺ ഓഫ് ചെയ്യാം. പക്ഷേ ഈ കോൺട്രാക്ടറൊക്കെ ആകുമ്പോൾ 10 മില്ലി സെക്കൻഡ് 20 മില്ലി സെക്കൻഡ് ഒക്കെ എടുക്കും റേറ്റിംഗ് കൂടുമ്പോൾ. അങ്ങനെയുള്ള സാധനത്ത് നമ്മൾ ഈ സ്റ്റാറ്റിക് സ്വിച്ച് ഉപയോഗിക്കും. ബാക്ക് ടു ബാക്ക് കണക്റ്റഡ് തൈറിസ്റ്റേഴ്സ്. അതായത് റിലേ വിൽ ബി ചേഞ്ച് ടു ബാക്ക് ടു ബാക്ക് തൈറിസ്റ്റർ കുറച്ച് വലിയ UPS-ലൊക്കെ. അപ്പോൾ അതർവൈസ് തിങ്സ് ആർ സെയിം. നൗ എങ്ങനെയാണ് ഈ ബാറ്ററി ചാർജ് ആകുന്നത്? ബാറ്ററി ചാർജ് ആകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മെയിൻസ് ഉള്ളപ്പം ഈ മെയിൻസ് വോൾട്ടേജ് ലോഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ട്രാൻസ്ഫോമർ ലൈവ് ആവും. ട്രാൻസ്ഫോമർ ലൈവ് ആയി കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ വോൾട്ടേജ് കിട്ടും. അപ്പൊ 230 വോൾട്ടേജ് ഉള്ള എൻ്റെ ഈ ട്രാൻസ്ഫോമറിൽ ഇവിടെ കിട്ടുന്ന എത്ര വോൾട്ട്? 7 വോൾട്ട് കിട്ടുള്ളൂ. 7 വോൾട്ട് വെച്ച് എങ്ങനെ ബാറ്ററി ചാർജ് ആവും? ബാറ്ററി ചാർജ് ആകണമെങ്കിൽ എത്ര വോൾട്ട് വേണം? പിന്നീട് അപ്രോക്സിമേറ്റ്ലി 14-16 വോൾട്ടോളം വേണം ബാറ്ററി ചാർജ് ആകാനായിട്ട്. അവിടെയാണ് ഈ ഒരു ചേഞ്ച് ഓഫ് ടെക്നോളജി. അപ്പൊ ഇവിടെ ഈ ഡിവൈസും ആക്ച്വലി ഈ ഡിവൈസിൽ ഈ ഓരോ പിന്നെ ട്രാൻസിസ്റ്ററിനും ആന്റി പാരലൽ ഡയോഡ്സ് ഉണ്ടാവും. എല്ലാ IGBT-ക്കും ഇതിനകത്ത് ഉപയോഗിക്കുന്ന IGBT-ക്കും പിന്നെ മോസ്ഫെറ്റിനെല്ലാം ആന്റി പാരലൽ ഡയോഡ് ഉണ്ടാവും. 4 എണ്ണത്തിനും ഉണ്ടാവും. വരയ്ക്കുമ്പോഴത്തേക്ക് എല്ലാം വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് വരയ്ക്കാൻ ഞാൻ. ഓക്കെ, ഈ റിവേഴ്സ് 7 വോൾട്ട് എനിക്ക് ഇവിടെ 14 വോൾട്ട് ആകാനായിട്ട് എൻ്റെ ബ്രിഡ്ജില് രണ്ട് ഡിവൈസ് ഓഫ് ആക്കി നിർത്തും. 2 ഡിവൈസ് ഇറ്റ് വിൽ വർക്ക് ആസ് എ ബൂസ്റ്റർ. അതായത് 7 വോൾട്ടിന് 14 വോൾട്ട് DC ബൂസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. എങ്ങനെയാണ് ഈ ബൂസ്റ്റ് വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് ദിസ്. ഒരു ഇൻഡക്ടർ ഉണ്ടാവും. ഇൻഡക്ടറിൽ കൂടെ എനിക്കൊരു ഡിവൈസ് ഇങ്ങനെ സ്വിച്ച് ചെയ്യാം. ഇതും ഇതേപോലെ മോസ്ഫെറ്റ് അല്ലെങ്കിൽ IGBT ഡിപ്പെൻഡിങ് അപ്പോൺ റൈറ്റിംഗ്. ഇതാണ് ഈ ബൂസ്റ്റർ എന്ന് പറയുന്ന സംഭവം. ഇത് നമ്മുടെ എല്ലാ ഇൻവേർട്ടറിലും നിങ്ങൾ ഇപ്പോൾ കാണുന്ന സോളാർ ഇൻവേർട്ടറിലൊക്കെ ചെറിയ ഇൻവേർട്ടർ വലിയ വോൾട്ടേജ് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിത് 7 വോൾട്ട് ആണെങ്കിൽ ഇവിടെ എനിക്ക് 15, 16, 20 വോൾട്ടൊക്കെ ഉണ്ടാക്കാൻ DC ആയിട്ട് ചെയ്യാം.
ഈ ഡിവൈസ് വിൽ ബി ഹൈ ഫ്രീക്വൻസി സ്വിച്ചിങ് ആയിരിക്കും. ഇതിനകത്ത് മനസ്സിലാക്കാനുള്ള ചെറിയ ചുരുക്കം ചില കാര്യങ്ങളാണ്. നിങ്ങൾ അതിൻ്റെ അകത്ത് കുറച്ച് ടെക്നിക്കൽ ബേസുള്ള ആൾക്കാരെ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. ഈ ഡിവൈസിനെ ഒരു 20 to 30 kHz സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന DC വോൾട്ടേജിനെ അപ്രോക്സിമേറ്റ്ലി 3 times എനിക്ക് ബൂസ്റ്റ് ചെയ്യാം. ഇനി വേറൊരു സംഭവം ഉണ്ട്, എനിക്ക് ബക്ക് ചെയ്യാനായിട്ട്. എങ്ങനെയാണ് ബക്ക് ചെയ്യുന്നത്? നിങ്ങളൊരു DC വന്നിട്ട്, അതായത് നിങ്ങളുടെ MPPT ചാർജ് കൺട്രോളർ എന്ന് പറയുന്ന സാധനം വർക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കുന്നത്. ഓക്കെ, ഇതൊരു ബക്ക് കൺവേർട്ടറാണ്. ഇതും ഇതേപോലെ തന്നെ മോസ്റ്റ്ലി ചെറുതിലൊക്കെ മോസ്ഫെറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഇത് ഇൻഡക്ടർ ഇവിടെ ഇൻഡക്ടറിന്റെ പൊസിഷൻ മാറി. ഇവിടെ നമ്മൾ ഇൻപുട്ട് വി സോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സോളാർ വോൾട്ടേജ്. വി സോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് പ്ലസ് ആകാം, ചിലത് മൈനസിൽ ഉപയോഗിക്കുന്നുണ്ട്, പ്ലസ് മൈനസ്. ഇപ്പൊ ഇവിടെ ആയി കഴിഞ്ഞാൽ എൻ്റെ ഫിൽട്ടർ. ഇതാണ് എൻ്റെ ബാറ്ററി. ഡിപ്പെൻഡിങ് അപ്പോൺ 12 volt ബാറ്ററി, 20 volt, 36, 48 എനിക്ക് ഈ വോൾട്ടേജ് സെറ്റ് ആയാൽ മതി. ഇവിടെ വോൾട്ടേജ് ബക്കിംഗ് ആണ്. വോൾട്ടേജ് ഇവിടെ ഉള്ള വോൾട്ടേജിന് കുറവാണ് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു 1 kW MPPT സോളാർ ചാർജർ ആണെങ്കിൽ 48 volt ബാറ്ററിക്ക് ഞാൻ ഇവിടെ കൊടുക്കുന്ന ഒരു 100 മുതൽ 200 volt വരെ കൊടുക്കാം. ഇവിടെ എനിക്ക് 7 ആകാം, 12 ആകാം, 14 ആകാം, മൾട്ടിപ്പിൾസ് ഓഫ് ബാറ്ററി. അതനുസരിച്ചിട്ട് അതിനെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ബാറ്ററിക്ക് ആണെങ്കിൽ 7 വോൾട്ട്, 4 ബാറ്ററിക്ക് ആണെങ്കിൽ 28 വോൾട്ട്. 28 വോൾട്ടിന് എനിക്ക് അത് 60 വോൾട്ടായിട്ട് ഞാൻ ഇവിടെ ബൂസ്റ്റ് ചെയ്യും ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട്. സോ ദിസ് ഈസ് വാട്ട് എ ഹോം ഇൻവേർട്ടർ. അതായത് മെയിൻസ് ഉള്ളപ്പോഴത്തേക്ക് മെയിൻ സപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കും, സെയിം ടൈം ബാറ്ററി ചാർജ് ചെയ്യും. പിന്നെ മെയിൻസ് പോകുമ്പോൾ നോ ബ്രേക്ക് ആയിട്ട് ചേഞ്ച് ഓവർ ചെയ്യും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ബ്രിഡ്ജ് എന്ന് പറയുന്നത്, ഈ H ബ്രിഡ്ജ് ബൈഡയറക്ഷണൽ ആയിട്ട് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ഒരു ഡയറക്ഷനിൽ ചാർജറായിട്ട് മറ്റേ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇൻവേർട്ടർ ആയിട്ട് വർക്ക് ചെയ്യാന്നാണ്. അപ്പോൾ ഈ ട്രാൻസ്ഫോമറിനെ നമ്മൾ പറയും ട്രാൻസ്ഫോമർ ആസ് ഹാവ് എ 3-in-1 ഫംഗ്ഷൻ എന്ന് പറയും. അത് 3 ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ഒന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്യും റെക്ടിഫിക്കേഷന് വേണ്ടിയിട്ട്, രണ്ടാമത് സ്റ്റെപ്പ് അപ്പ് ചെയ്യും ഇൻവേർട്ടർ സമയത്ത്, പിന്നെ ഗാൽവനിക് ഐസൊലേഷൻ, അതായത് നമ്മുടെ ലോഡും നമ്മുടെ ബാറ്ററിയും തമ്മിൽ ഗാൽവനിക്കലി ഐസൊലേഷൻ ആണ്. അപ്പം ഈ പറഞ്ഞ ബ്രിഡ്ജിന് ഡ്യുവൽ ഫംഗ്ഷൻ ഉണ്ട്, റെക്ടിഫയർ ആയിട്ടും വർക്ക് ചെയ്യും, ഇൻവേർട്ടർ ആയിട്ടും വർക്ക് ചെയ്യും. സോ ദിസ് ഈസ് വാട്ട് ഈസ് നമ്മുടെ ഒരു സാധാ ഇൻവേർട്ടർ. ഈ സാധാ ഇൻവേർട്ടറിനെ നമ്മൾ ഹൈബ്രിഡ് ഇൻവേർട്ടർ ആക്കാൻ നമുക്ക് എന്ത് വേണം? ഇവിടെയാണ് നമ്മൾ അതിന്റെ ടെക്നോളജി മനസ്സിലാക്കേണ്ടത്. സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്ന ഒരു ടെർമിനോളജി നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകാം. എന്തുമാണ് ഈ സിങ്ക്രണൈസേഷൻ? ഇതെനിക്ക് മായ്ക്കാവല്ലോ അല്ലേ? നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? സംബഡി ക്യാൻ ആൻസർ. ഹലോ, കേൾക്കാം സാറേ. മറ്റുള്ളവരുടെ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അൺമ്യൂട്ട് ചെയ്യാൻ ഓപ്ഷൻ കിട്ടുള്ളൂ. ഓക്കെ, സോ നൗ വാട്ട് ഈസ് ദി സിങ്ക്രണൈസേഷൻ? സിങ്ക്രണൈസേഷൻ ആണ് നമ്മുടെ ഈ ഹൈബ്രിഡ് ഇൻവേർട്ടർ ഉണ്ടാക്കാനുള്ള ആദ്യത്തെ. ഇപ്പോൾ ഉള്ള എല്ലാ സാധാരണ ഹോം ഇൻവേർട്ടർക്ക് മിക്കവർക്കും സിങ്ക്രണൈസേഷൻ ഉണ്ടാവും. സിങ്ക്രണൈസേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോ ബ്രേക്ക് ചേഞ്ച് ഓവർ കിട്ടുള്ളൂ. സിങ്ക്രണൈസേഷൻ ഇല്ലെങ്കിൽ ഓൾവേസ് ചേഞ്ച് ഓവർ ബ്രേക്ക് കൂടി വേണം. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്ക്, എസ്പെഷ്യലി ബോംബെയിലൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം, സബർബൻ ട്രെയിനിൽ പാരലായിട്ട് ഇഷ്ടംപോലെ ട്രെയിനുകൾ അല്ലെ പാരലായിട്ട് റൺ ചെയ്യാം. അപ്പോൾ ഒരു ട്രെയിനിൽ നിൽക്കുന്ന ആൾക്ക് അറ്റ്ലീസ്റ്റ് ബോംബെയുടെ ആ ഒരു മെയിൻ ഏരിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 2 ട്രെയിൻ ഇങ്ങനെ പാരലായിട്ട് റൺ ചെയ്യുമ്പോഴത്തേക്ക് ഒരേ സ്പീഡിൽ ഒരേ ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ, ചേർന്ന് 2 ട്രെയിനിൽ പോവുകയാണെങ്കിൽ, ഒരേ ഡയറക്ഷനിൽ ഒരേ സ്പീഡ് പോവുകയാണെങ്കിൽ ആദ്യത്തെ ട്രെയിനിൽ മറ്റേ ട്രെയിനിലേക്ക് നമുക്ക് ജമ്പ് ചെയ്യാം വിത്തൗട്ട് ഇഷ്യൂ അല്ലേ? ഒന്നും വേണ്ട. നിങ്ങളുടെ കുട്ടനാടത്തൊക്കെ 2 വള്ളങ്ങൾ ചേർന്ന് ഒരേ ഡയറക്ഷനിൽ ഇങ്ങനെ ഒരേ സ്പീഡിൽ പോവുകയാണെങ്കിൽ ഒരു വള്ളത്തിൽ മറ്റേ വള്ളത്തിലേക്ക് നമുക്ക് ഒരു പിന്നെ ഡേഞ്ചർ ഒന്നും ഇല്ലാതെ നമുക്ക് അങ്ങോട്ട് ചാടാം. തമ്മിലൊരു പലക ഇട്ട് കഴിഞ്ഞാൽ പലകയുടെ അങ്ങോട്ട് കയറിപ്പോ. പക്ഷെ അതായത് അതിന്റെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോഴ്സിൽ നിന്നും മറ്റൊരു സോഴ്സിലേക്കുള്ള ചേഞ്ച് ഓവർ നമുക്ക് ബ്രേക്ക് ഇല്ലാതെ, ഡേഞ്ചർ ഇല്ലാതെ ചെയ്യാൻ പറ്റും. എന്താ ചേഞ്ച് ചെയ്യേണ്ടത്? ലോഡ്. ഈ സോഴ്സ് കണക്ട് ചെയ്തിരിക്കുന്ന ലോഡ്. ഫോർ എക്സാമ്പിൾ എൻ്റെ വീട്ടിലെ ലൈറ്റ്, ഫാനൊക്കെ ഞാൻ മെയിൻസ് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മെയിൻസ് പോയി കഴിഞ്ഞാൽ മെയിൻസ് പോകുന്ന അതേ മൊമെന്റിൽ ഇൻവേർട്ടറിലോട് ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു സോഴ്സിൽ മറ്റേ സോഴ്സിലേക്ക് ചേഞ്ച് ഓവർ ചെയ്യുമ്പോഴത്തേക്ക് ഇത് രണ്ടും ഒരേ ഡയറക്ഷനിൽ ഒരേ സ്പീഡിൽ ഒരേ വോൾട്ടേജിൽ പോയി കഴിഞ്ഞാൽ അത് പറ്റത്തുള്ളൂ. അതായത് എൻ്റെ മെയിൻസ് സപ്പോസ് ഈ ഒരു ഡയറക്ഷനിലാണെന്ന് വെച്ചു ഒരേ ഫേസിൽ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ പോകുന്ന മെയിൻസിനെ ഞാൻ എൻ്റെ ഇൻവേർട്ടറിന് 2 പോസിബിലിറ്റി ഉണ്ട്. ഇതിങ്ങനെ ഈ 2 പോസിബിലിറ്റി ഉണ്ട്. ഇവിടെ എനിക്ക് പ്ലസ് ആയിരിക്കുന്ന സമയത്ത് മൈനസ് ആണെന്ന് വെച്ചു.
റിവേഴ്സ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇവിടുന്ന് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലോട്ട് ചേഞ്ച് ഓവർ ചെയ്യുമ്പോഴത്തേക്ക് രണ്ട് എക്സ്ട്രീം കണ്ടീഷൻ ഞാൻ പറയുന്നത്. രണ്ട് എക്സ്ട്രീം കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എനിക്ക് ഇങ്ങനെ വോൾട്ടേജ് ഇരിക്കുന്ന സമയത്ത്, ഇങ്ങനെ ഇരിക്കുന്ന വോൾട്ടേജ് ഇരിക്കുന്ന സമയത്ത് ഇവിടെ വെച്ച് ചേഞ്ച് ഓവർ ഉണ്ടായി. എനിക്ക് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ തന്നെ പോകണം അല്ലെ, ഇങ്ങനെ തന്നെ പോകുന്നതാണ് കണ്ടിന്യൂറ്റി. അപ്പം ഒരു എക്സ്ട്രീം കണ്ടീഷൻ സംഭവിക്കാം. എന്താ എക്സ്ട്രീം കണ്ടീഷൻ? എന്താ എക്സ്ട്രീം കണ്ടീഷൻ? ക്യാൻ ബി ഇതിന് നേരെ താഴെ വന്നിട്ട് തിരിച്ച് കണ്ടിന്യൂ വരാം. വരയ്ക്കാനായിട്ടുള്ള നമ്മുടെ പ്രാക്ടീസ് ഇസ് നോട്ട് ഗുഡ്. ഓക്കെ, അതായത് ഇവിടെ നേരെ വന്നിട്ട് ഈ ഒരു ഇതിനിങ്ങനെ പോകുന്നതിന് പകരം ഇറ്റ് ക്യാൻ ബി ലൈക്ക് ദിസ്. പിന്നെ ഇങ്ങനെ, അതായത് ഇത് തമ്മിലുള്ള സീറോ ബ്രേക്ക് അല്ല, ഇത് തമ്മിൽ എനിക്ക് എത്രയും ബ്രേക്ക് വരാം, ഡബിൾ ബ്രേക്ക്. അങ്ങനെ വന്നാൽ എന്ത് പറ്റും? ഇതിലേക്ക് വിളിക്കാം, മീറ്റിംഗിലാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ഒരു കണ്ടീഷൻ ആലോചിച്ച് നോക്കി. അതായത് ഇതൊരു എക്സ്ട്രീം കണ്ടീഷൻ. ഇനി മറ്റൊരു എക്സ്ട്രീം കണ്ടീഷൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേ ലെവലിൽ തന്നെ ഇവിടെ ഹൈ ആണെങ്കിൽ ഇവിടെ എനിക്ക് ഹൈ, ഇവിടെ എനിക്ക് ലോ, ഇവിടെ ഹൈ. അതായത് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലോട്ട് പോകാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരുന്നു. ഇങ്ങനെയായിരുന്ന സമയത്ത് ചേഞ്ച് ഓവർ വന്നപ്പോഴത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പോവുകയാണ്. ഓർ എൻ്റെ ബ്രേക്ക് ഇതിൻ്റെ 230 വോൾട്ട് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, 230 × √2 ആണ് എൻ്റെ പീക്ക്. ഇതും 230 × √2 പീക്ക്. ഒരേ ഫേസിൽ ഒരേ ഡയറക്ഷനിൽ, ഐ മീൻ സെയിം വോൾട്ടേജ്, സെയിം ഫ്രീക്വൻസി, സെയിം ഫേസ് ആംഗിൾ ആണെങ്കിൽ എൻ്റെ ഡിഫറൻസ് ബിറ്റ്വീൻ ടു സോഴ്സസ് വിൽ ബി 0 വോൾട്ടേജ്. ഇങ്ങനെ ചെയ്യും. ഈ സോഴ്സും ഇതെൻ്റെ ആദ്യത്തെ സോഴ്സാണ്, രണ്ടാമത്തെ സോഴ്സാണ്. അപ്പം ഇവിടെ ആണെങ്കിൽ ഇത് എൻ്റെ ആദ്യത്തെ സോഴ്സാണ്, രണ്ടാമത്തെ സോഴ്സാണ്. ഇവിടെ എൻ്റെ ഡിഫറൻസ് ബിറ്റ്വീൻ ടു സോഴ്സസ് ഈസ് 0 വോൾട്ടേജ്. അതാണ് സ്മൂത്ത് ചേഞ്ച് ഓവർ. വേറെ ഇവിടെ ഈ രണ്ട് സോഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡബിൾ ദ വോൾട്ടേജ്. അതിനൊരു അനലോജി പറഞ്ഞ ഇതാണ്, എൻ്റെ രണ്ട് വള്ളങ്ങൾ ഒരേ ഡയറക്ഷനിൽ ഒരേ സ്പീഡിൽ പോവാണ്. ഒരു വള്ളത്തിൽ നിന്ന് മറ്റേ വള്ളത്തിലോട്ട് ഞാൻ ചേഞ്ച് ഓവർ ചെയ്യുകയാണെങ്കിൽ, അതായത് ലോഡെന്ന് പറഞ്ഞാൽ വള്ളത്തിൽ നിൽക്കുന്ന ആൾക്കാർ, അവരങ്ങോട്ട് ചേഞ്ച് ഓവർ ചെയ്യുകയാണ്, അവർക്കൊരു ഡാമേജും ഇല്ലാതെ വളരെ സ്മൂത്ത് ആയിട്ട് നടന്നു കയറുന്ന പോലെ ചെയ്യാം. ഇനി ഒരു വള്ളം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോവുകയാണെങ്കിലോ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ, അയാൾ വെള്ളത്തിൽ വീഴാം. അല്ലെ, ട്രെയിനിലാണെങ്കിൽ അയാൾ മറിഞ്ഞു വീഴ് ചത്തുപോകാം. സോ ദാറ്റ് ഇസ് എ ഡിഫറൻസ്. അതാണ് ഈ സിൻക്രണൈസ്ഡ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ട് സോഴ്സ് തമ്മിൽ നോ ബ്രേക്ക് ചേഞ്ച് ഓവറിന് വേണ്ട കണ്ടീഷനാണ് രണ്ട് സോഴ്സും സെയിം വോൾട്ടേജ് ആയിരിക്കണം, സെയിം ഫേസ് ആംഗിൾ ആയിരിക്കണം, സെയിം ഫ്രീക്വൻസി ആയിരിക്കണം. അല്ലെങ്കിൽ യു കനോട്ട് ഹാവ് എ സിൻക്രണൈസ്ഡ് ചേഞ്ച് ഓവർ. നൗ ഇത്രയും മാത്രം ആയിക്കഴിഞ്ഞാൽ ഹൈബ്രിഡ് ഇൻവേർട്ടറിന് ഈ ഒരു കണ്ടീഷൻ മസ്റ്റ് ആണ്. അതായത് ഹൈബ്രിഡ് ഇൻവേർട്ടറിൽ നമ്മൾ നേരത്തെ കണ്ട വ്യത്യാസം, ഈ സാധാ ഇൻവേർട്ടർ നമ്മൾ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ കണ്ടു അറ്റ് എ ടൈം ഏതെങ്കിലും ഒരു സോഴ്സേ വർക്ക് ചെയ്യത്തുള്ളൂ, രണ്ടും കൂടെ വർക്ക് ചെയ്തില്ല. പക്ഷെ ഹൈബ്രിഡ് ഇൻവേർട്ടറിൽ നിങ്ങൾക്ക് രണ്ട് സോഴ്സും കൂടെ പാരലായിട്ട് വർക്ക് ചെയ്യാം. അതായത് നമ്മൾ നേരത്തെ കണ്ട പിന്നെ ഇൻവേർട്ടർ ഇങ്ങനെയായിരുന്നല്ലോ, അപ്രോക്സിമേറ്റ്ലി ഞാൻ ട്രാൻസിസ്റ്റർ വരെ സ്വിച്ച് വരയ്ക്കുകയാണ്. ഇത് ട്രാൻസ്ഫോമർ ഉള്ള മോഡലാകാം, ട്രാൻസ്ഫോമർ ഇല്ലാത്ത മോഡലാകാം, രണ്ടും പോസിബിളാണ്. ഇപ്പം പലപ്പോഴും മാർക്കറ്റിൽ നമുക്ക് രണ്ട് മോഡലും അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് ബാറ്ററി ഉണ്ട്. ബാറ്ററി ഹൈബ്രിഡ് ഇൻവേർട്ടറിൽ, ഓഫ് ഗ്രിഡ് ഇൻവേർട്ടറിൽ തന്നെ ബാറ്ററി ഉണ്ടാവണം. ഓക്കെ, ഇത്രയും വന്നു. ഇനിയും ട്രാൻസ്ഫോമർ വന്നു. മുമ്പേ പറഞ്ഞിരുന്നു റിലേ ഓപ്പൺ ആവുന്നു അല്ലേ. അപ്പൊ ഇത്രയും ഇപ്പൊ എൻ്റെ ഇൻവെർട്ടർ ആയി. ഇനി ഞാൻ മുമ്പേ നേരത്തെ റിലേ കാണിച്ചായിരുന്നു അല്ലേ. ഈ റിലേ ഓപ്പൺ ആവും എനിക്ക് മെയിൻസ് പോകുമ്പോഴത്തേക്ക്. ഞാൻ റിലേ ഓപ്പൺ ആകരുന്നത് പറ്റും, ഇൻവെർട്ടർ ഞാൻ ഓഫ് ആക്കുന്നില്ല. ഇൻവെർട്ടർ ഈസ് ഓൺ. ഇൻവെർട്ടർ ഓൺ ആണ്, മെയിൻസ് ഓൺ ആണ്. രണ്ടും കൂടെ പാരലായിട്ട് വർക്ക് ചെയ്യാം. അങ്ങനെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് കണ്ടീഷൻ ഈസ് സിൻക്രണൈസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യണം. സെയിം വോൾട്ടേജ് രണ്ടും. ഇവിടെ എനിക്ക് എൻ്റെ വോൾട്ടേജ് സംടൈംസ് 180 ആകാം അല്ലേ. നമ്മൾ മെയിൻസിന്റെ വോൾട്ടേജ് വേരി കോൺസ്റ്റന്റ് ആയിരിക്കത്തില്ലല്ലോ. സംടൈംസ് ഇറ്റ് കുഡ് ബി 180 ആകാം, അല്ലെങ്കിൽ 200 ആകാം, 180 ആകാം, 250 ആകാം. ഇതിനിടയ്ക്ക് ഇവിടെ വോൾട്ടേജ് ആകാം. ഈ റേഞ്ചിൽ ഏത് വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ തന്നെയും ഇത് തമ്മിലൊരു ഡിഫറൻസ് ഉണ്ടാകാൻ പാടില്ല. എൻ്റെ ഇൻവെർട്ടർ വോൾട്ടേജ് ഓട്ടോമാറ്റിക്കലി സെയിം വോൾട്ടേജ് ആകണം. എൻ്റെ ഫ്രീക്വൻസി 50.5 ആണ്. മെയിൻസിന്റെ ഫ്രീക്വൻസി 50.5 ആകാം,
47.5 വരെ നമ്മൾ പറയാറുണ്ട് വേരിയേഷൻ പറ്റുമെന്നുള്ള. അറ്റ്ലീസ്റ്റ് ഇല്ലെങ്കിൽ തന്നെ ലെറ്റസ് 50.5 ആവാം, 49.5 ആവാം ഫ്രീക്വൻസി, 49.5 ഹെർട്സ്. ഏത് ഫ്രീക്വൻസിയും വന്നു കഴിഞ്ഞാൽ തന്നെ ഇൻവെർട്ടറും സെയിം ഫ്രീക്വൻസിയിലേക്ക് സിങ്ക് ചെയ്യണം. വോൾട്ടേജും ഫ്രീക്വൻസിയും സെയിം ഫ്രീക്വൻസിയിലേക്ക് വർക്ക് സിങ്ക് ചെയ്യണം. ഇത്ര ആയാലും പോരാ. ഇത്ര ആയി കഴിഞ്ഞാൽ തന്നെയും ദർ ഇസ് എ പോസിബിലിറ്റി എൻ്റെ മെയിൻസ് ഇതിലേക്ക് പോയി ഫീഡ് ചെയ്യാം. കാരണം അറിയാം, ഇതൊരു ചെറിയ സോഴ്സ് ആണ്. അതായത് ഒരു ചെറിയ അരുവി വലിയൊരു സമുദ്രത്തിലോട്ട് തീരുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? ഈ സമുദ്രത്തിലെ തിരമാലകളൊക്കെ ഇതിൽ ഇങ്ങോട്ട് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും? നമുക്കറിയാമല്ലോ. ഇവിടെയുള്ള ആ ജീവികളൊക്കെ അവിടെ ജീവിക്കാൻ പറ്റത്തില്ല. അവിടെ നിന്ന് അതിനെ മാറിക്കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ ജീവൻ നഷ്ടപ്പെടാം. ബിക്കോസ് ഓഫ് ദ ഈ പറഞ്ഞിരിക്കുന്ന തിരമാലകളുടെ ശക്തി കാരണം. അപ്പം അങ്ങനെ വലിയൊരു തിരമാല വന്നു കഴിഞ്ഞാൽ അപ്പോഴേ ഇത് ഐസൊലേറ്റ് ചെയ്യണം. അതായത് എൻ്റെ വോൾട്ടേജ് ഇവിടെ ഭയങ്കരമായിട്ട് കൂടുകയോ കുറയുകയോ, അല്ലെങ്കിൽ ഫ്രീക്വൻസി ഭയങ്കരമായിട്ട് കൂടുകയോ കുറയുകയോ ഈ ചേഞ്ച് ഒക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിനെ ഐസൊലേറ്റ് ചെയ്യണം. ഈ മെയിൻസിന് ഇതാണ് നമ്മുടെ ഇത് മെയിൻസ് ആണല്ലോ. ഈ മെയിൻസ് ഇൻവേർട്ടറിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യണം. സോ ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, അതർവൈസ് ഇറ്റ് കനോട്ട് വർക്ക്. അപ്പം അതൊരു കാര്യം. പിന്നെ ഇത് രണ്ട് സോഴ്സ് പാരൽ ചെയ്യുമ്പോഴത്തെ ഒന്നിൽ നിന്നും എവിടെയാണോ പവർ ജനറേറ്റ് ചെയ്യുന്നത് അത് ഇങ്ങോട്ട് വരാതെ ഇവിടുന്ന് പവർ അങ്ങോട്ട് സിങ്ക് ചെയ്തിട്ട് ഇത് ഡാമേജ് ആകാൻ പോസിബിലിറ്റി ഉള്ളത് അവോയ്ഡ് ചെയ്യണം. അതായത് കറണ്ട് ലിമിറ്റിംഗ് ഫ്യൂച്ചറിൽ ഒരു എക്സ്ട്രാ കറണ്ട് ഇവിടെ ഒരിക്കലും എടുക്കാൻ പാടില്ല. സാധാരണ നിങ്ങളുടെ ഒരു ഹോം ഇൻവേർട്ടർ നിങ്ങൾ മെയിൻസിലോട്ട് നേരെ പിടിച്ചാൽ കണക്ട് കഴിഞ്ഞാൽ അപ്പോഴേ നമ്മുടെ ഇൻവേർട്ടർ ചത്തുപോകും. അതിന് ഫീച്ചർ ഇല്ലാത്ത കാരണമാണ്. അതായത് രണ്ടും കൂടെ പാരലായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ടെക്നിക്കൽ ഫീച്ചർ വേണം. അത് ഇറ്റ് ഇസ് ഡൺ ത്രൂ യുവർ DSP പ്രോഗ്രാം വഴിയാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞ സർക്യൂട്ടുകളൊക്കെ മോറോള്ള സെയിം ആയിരിക്കും. ചെറിയ മൈനർ വേരിയേഷൻ ഒക്കെ ഉണ്ടാകത്തുള്ളൂ, സെൻസിങ് ഉള്ള വേരിയേഷൻ ഉണ്ടാകത്തുള്ളൂ. ഈ പറഞ്ഞ സ്വിച്ചും അതായത് ട്രാൻസിസ്റ്ററും ഈ പറഞ്ഞ ട്രാൻസ്ഫോമറും ഈ ഫിൽറ്ററും ഒക്കെ ഇറ്റ് കുഡ് ബി സെയിം, ബട്ട് യുവർ പ്രോഗ്രാം കുഡ് ബി ഡിഫറെന്റ് ആൻഡ് സെൻസിങ് ഓൾസോ ദർ കുഡ് ബി സം ഡിഫറൻസ്. അതായത് നിങ്ങൾക്ക് ഇവിടെ ആവശ്യമുള്ള ലോഡ് കൂടുതൽ ഒരു കാരണവശാലും ഈ മെയിൻസിൽ നിന്ന് അങ്ങോട്ട് പോകാൻ പാടില്ല, അല്ലെങ്കിൽ ഇൻവേർട്ടർ നിന്നിട്ട് വരാൻ പാടില്ല. കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് സർക്കുലേറ്റിംഗ് കറണ്ടാണ്, അത് അവോയ്ഡ് ചെയ്യുന്ന ഒരു ടെക്നോളജി ഉണ്ടാകാം. അപ്പം പറഞ്ഞു പോകുന്ന ഇത്രയേ ഉള്ളൂ. അതായത് ഹൈബ്രിഡ് ഇൻവേർട്ടറിൽ ഈ റിലേ ഓഫ് ആകണമെന്നില്ല, രണ്ടും കൂടെ പാരലായിട്ട് വർക്ക് ചെയ്യാം. എപ്പോഴാണ് അത് ഓഫ് ആവുമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻസ് പോകുന്ന സമയത്ത് ഈ ഇൻവേർട്ടർ വോൾട്ടേജ് മെയിൻസിലോട്ട് തിരിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, അതാണ് നമ്മുടെ ആന്റി അലൈൻഡിങ്, പോകാതിരിക്കാൻ വേണ്ടി ഇത് ഓഫ് ആകണം. അതർവൈസ് ഈ രണ്ടും കൂടെ എപ്പോഴും പാരലായിട്ട് വർക്ക് ചെയ്യും. അപ്പൊ നമ്മളൊരു സോളാർ ഹൈബ്രിഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയും മാത്രമല്ല. സോളാർ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയുണ്ട്? ഒരു സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ മാർക്കറ്റിലുള്ള ഒരു 1 kV അല്ലെ 2 kV ഒരു സോളാർ ഹൈബ്രിഡ് ഇൻവേർട്ടർ എടുക്കുകയാണെങ്കിൽ യു ഹാവ് എ PV അല്ലേ? സോളാർ PV ഉണ്ട്. സോളാർ PV അങ്ങോട്ട് പോകും. സോളാർ PV എന്നത് പോയിട്ട് ഒരു MPPT ചാർജ് കൺട്രോളറിലോട്ട് പോകും. MPPT ചാർജ് കൺട്രോളർ പോയിട്ട് അത് ബാറ്ററിലോട്ട് പോകും. സോ ഇത് ബാറ്ററിലോട്ട് പോകും. അതായത് എൻ്റെ ബാറ്ററിലോട്ട് പോകും. മൈനസ് ഇവിടെ മൈനസ് ആയിട്ടുണ്ടാവും, ഇവിടെ മൈനസ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇതാണ് എൻ്റെ ഒരു സോളാർ ഹൈബ്രിഡ് ഇൻവേർട്ടർ. അതായത് I have a PV, I have a MPPT charge controller, it will go to the battery, from there it will go to the inverter. ഇൻവേർട്ടർ ഔട്ട്പുട്ട് ഇതിപ്പം ഈ കണ്ടീഷനിൽ നമ്മൾ ഇതിന് പറയുന്നത് എന്താ? ഓഫ് ഗ്രിഡ് ആണല്ലേ. ഓഫ് ഗ്രിഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ റിലേ ഓൺ ആയിരിക്കത്തില്ല, ഇൻവേർട്ടർ വർക്ക് ചെയ്യുകയാണെങ്കിൽ റിലേ ഓഫ് ആയിരിക്കാം. ഇതാണ് എൻ്റെ ലോഡ് പോയിന്റ്. ന്യൂട്രൽ കോമണും ആയിരിക്കും. ഒരു ഓഫ് ഗ്രിഡ് ഇൻവേർട്ടറിൽ നോർമലി PV ഉണ്ട്, ബാറ്ററി സ്ട്രോങ് ആണ്, ഇൻവേർട്ടർ വർക്ക് ചെയ്ത് ഇൻവേർട്ടർ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. ഇത് ഓപ്പൺ ആയിരിക്കും. സൺ ഡൗൺ ആയി, അതായത് സൂര്യൻ അസ്തമിച്ചു കഴിയുമ്പോൾ ബാറ്ററി ഡിസ്ചാർജ് ചെയ്ത് ബാറ്ററി ഒരു 50% നമ്മൾ സെറ്റ് ചെയ്യുന്ന വാല്യൂവിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇൻവേർട്ടർ ഓഫായിട്ട് റിലേ കയറി ഓൺ ആവും. അപ്പൊ പിന്നെ മെയിൻസ് സപ്ലൈ കൊടുക്കുന്നത്. ഇനി ഈ കണ്ടീഷനിൽ മെയിൻസ് പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? അതായത് രാത്രി ഒരു 11 മണി ആയപ്പോഴത്തേക്ക് മെയിൻസിലോട്ട് പോയി, ഒരു വെളുപ്പാൻ കാലത്ത് മെയിൻസും പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? എൻ്റെ ഈ ബാറ്ററി, നേരത്തെ റിസർവ് ഇരുന്ന ബാറ്ററി വീണ്ടും ഒരു ഇൻവേർട്ടറായിട്ട് വർക്ക് ചെയ്യും. ഇപ്പൊ രാവിലെ എന്ത് സംഭവിക്കും? രാവിലെ മെയിൻസ് ഉണ്ടെങ്കിൽ, അതായത് ഈ ബാറ്ററി ലോക്കട്ട് എത്തിക്കഴിഞ്ഞാൽ ടോട്ടൽ ഇൻവേർട്ടർ ട്രിപ്പ് ആവും. ലോക്കട്ട് എത്തുന്നതിന് മെയിൻസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മെയിൻസ് കൂടെ ലോഡ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കാം. ആ കണ്ടീഷനിൽ നമുക്കൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ബാറ്ററി ചാർജ് ചെയ്യണോ വേണ്ടയോ. ഓക്കെ, ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്മുടെ ഡിസൈൻ. നമുക്ക് സെറ്റ് ചെയ്യാം, മേ ബി അപ് ടു 50% DOD എത്തുന്നിടം വരെ മെയിൻസിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യാം. 50% കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻസിൽ നിന്ന് ചാർജ് ചെയ്യാൻ പാടില്ല. It has to charge only from the solar. That is the ideal condition. ഇതൊരു ഹൈബ്രിഡ് പോയി കഴിഞ്ഞാൽ
ഇറ്റ്സ് ഓൾ സെയിം വേ. ഒള്ളി തിങ് നേരത്തെ പറഞ്ഞ പോലെ ഈ റിലേ മെയിൻസ് ഉള്ളപ്പം സോളാർ മെയിൻസ് ഉള്ളപ്പോഴത്തേക്ക് റിലേ കട്ടാകേണ്ട റിലേ ഓണായി കിടന്ന ഓണായി കിടക്കണമെങ്കിൽ സം ടെക്നോളജി ചേഞ്ചസ് ഇൻസൈഡ് ബേസിക്കലി ഓൺ ദ പ്രോഗ്രാം. ഇതാണ് ഒരു ഹൈബ്രിഡ് ഇൻവെർട്ടർ. അപ്പം ഇവിടെ നിന്നും ഞാൻ ഈ അടുത്ത ലെവലിലിട്ട് പോകുന്നത് ഒരു PPT ആണ്. ആ PPTക്കകത്ത് എന്തൊക്കെ നമുക്ക് ഈ ഹൈബ്രിഡ് ആയി കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇതാണ് ഞാൻ മെയിനായിട്ട് നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചതും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് ഈ ലൈൻ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെക്കുക. നമുക്ക് ഇത് കഴിഞ്ഞുള്ള ഡിസ്കഷനിൽ അത് ഇവിടെ പറയാം. ഓക്കെ, സോ ഞാനിത് സ്റ്റോപ്പ് ചെയ്യാണ്. ഐ വിൽ ഗോ ടു എ PPT presentation. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഒരു ഹൈബ്രിഡ് ഇൻവെർട്ടറിന് ഒരു ബ്ലോക്ക് ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ, സോ നമുക്ക് പാനലുണ്ട്, MPPT ചാർജ് കൺട്രോളുണ്ട്, ബാറ്ററി ഉണ്ട്, ഇൻവെർട്ടർ ഉണ്ട്. ഇതിനാണ് നിങ്ങളെ അപ്പുറത്ത് ഞാൻ വരച്ച് കാണിച്ചത്. എന്നിട്ട് നമ്മുടെ മെയിൻ സപ്ലൈ ഉണ്ട്. അപ്പോൾ ഒരു ഓഫ് ഗ്രിഡിലാണെങ്കിൽ ഇതുപോലെ ബൈ ഡയറക്ഷനിൽ ആയിരിക്കത്തില്ല, ഒരു ഡയറക്ഷനിലേ ഉണ്ടാവുള്ളൂ. ഇമ്പോർട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, എക്സ്പോർട്ട് ഉണ്ടാവില്ല. അപ്പോൾ നമുക്കൊരു നെറ്റ് മീറ്ററും വെച്ച് ഇമ്പോർട്ടും എക്സ്പോർട്ടും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിസ് ഈസ് ഹൈബ്രിഡ് ഇൻവെർട്ടർ. പക്ഷെ അങ്ങനെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഇൻവെർട്ടർ ഷുഡ് ബി ഹൈബ്രിഡ് ഇൻവെർട്ടർ. രണ്ട് ഡയറക്ഷനിലും വർക്ക് ചെയ്യാൻ, മെയിൻസ് ആയിട്ട് പാരലായിട്ട് വർക്ക് ചെയ്യാനുള്ള ടെക്നോളജി അതിനകത്ത് ഉണ്ടാകണം. സോ ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. അതായത് നമ്മുടെ ഒരു രണ്ട് രീതി പറയാം. ഒരു ഓഫ് ഗ്രിഡ് ഇൻവെർട്ടറിനെ ഐ ക്യാൻ കൺവേർട്ട് ടു ഹൈബ്രിഡ് ബൈ നെസസറി ചേഞ്ചസ് ഇൻ ദി ഇൻവെർട്ടർ, ഓർ ഹൈബ്രിഡ് ഇൻവെർട്ടറിനെ ഓൺ ഗ്രിഡ് ഇൻവെർട്ടറിനെ ഐ ക്യാൻ കൺവേർട്ട് ടു ഹൈബ്രിഡ് വിത്ത് അഡീഷൻ ഓഫ് ബാറ്ററി ആസ് വെൽ ആസ് മൈ ഇൻവെർട്ടർ ഷുഡ് ബി ഗുഡ് ഇനഫ് ടു ടേക്ക് കെയർ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഹൈബ്രിഡ് മോഡ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇതാണ് ഒരു സിംഗിൾ ലൈൻ ഡയഗ്രം വരയ്ക്കുകയാണെങ്കിൽ അത് നമ്മൾ നേരത്തെ വരച്ചതൊന്നും വലിയ ഡിഫറൻറ്റ് അല്ല. യു ഹാവ് എ സോളാർ PV array, യു ഹാവ് MPPT ചാർജ് കൺട്രോളർ. എനിക്കൊരു ബക്ക് കൺവേർട്ടർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ബാറ്ററി ഇൻവെർട്ടർ ട്രാൻസ്ഫോമർ. ദെൻ ഈ സൈഡിൽ എനിക്ക് ഗ്രിഡ്, അതായത് മെയിൻസ് ഉണ്ട്. രണ്ടും കൂടെ പാരലായിട്ട് വർക്ക് ചെയ്യും. ഇതാണ് നമ്മുടെ ഒരു സിംഗിൾ ലൈൻ ഡയഗ്രം ഞാനൊരു ഹൈബ്രിഡ് ഇൻവെർട്ടറിന് വരച്ചു കഴിഞ്ഞാൽ. ഓക്കെ, ഇതതിൻ്റെ മോഡ്സ് ഓഫ് ഓപ്പറേഷൻ. അതായത് നോർമലി ഇതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാ കണ്ടീഷൻസിലും ഇവിടെ, എല്ലാ പാരാമീറ്റേഴ്സും ഇവിടെ ഉണ്ട്. അപ്പം ബാറ്ററി ചാർജിങ് അപ് ടു സർട്ടൺ വോൾട്ടേജ് വരെ, അതായത് 2.05 വോൾട്ടേജ് വരെ. ഇപ്പൊ ഇവിടെ ഈ ആരോ ഡയറക്ഷൻ കണ്ടില്ലേ, ഈ സോളാർ ലൈവ് ആണെങ്കിൽ സോളാറിൽ കൂടെ ബാറ്ററി ചാർജ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് കഴിഞ്ഞാൽ ഇൻവെർട്ടർ കയറി ഓൺ ആകാം. കാരണം ഒരു ബാറ്ററി കട്ടായിരിക്കുന്ന ബാറ്ററിയിലേക്ക് നേരെ സോളാർ വന്നു കഴിഞ്ഞാൽ നേരെ ഇൻവെർട്ടർ ഓൺ ആകത്തില്ല. ഇൻവെർട്ടർ പർട്ടിക്കുലർ പെർസെൻറ്റേജ് വരെ ഓൺ ആകണം. ദെൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, വോൾട്ടേജ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ സെറ്റ് ചെയ്യുന്ന സാറിന് 80% ആണ്. ബാറ്ററി 80% ചാർജ് ആയി കഴിഞ്ഞാൽ ഇൻവെർട്ടർ ഓണായി ലോഡ് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പം ഇത് രണ്ടും കൂടെ പാരലടക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലോഡിന് അത്രയും PV കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ രണ്ടും കൂടെ പാരലായിട്ട് ഷെയർ ചെയ്യും. അതായത് മെയിൻസും എൻ്റെ ഇൻവെർട്ടറും കൂടെ ലോഡിനെ ഷെയർ ചെയ്യാം. എനിക്ക് 10 ആമ്പിയർ ലോഡ് വേണമെങ്കിൽ ലെറ്റസ് 5 ആമ്പിയർ ഇവിടെ നിന്ന് എടുക്കുന്നു, 5 ആമ്പിയർ ഇവിടെ നിന്ന് എടുക്കുന്നത് ഇസ് വെരി മച്ച് പോസിബിൾ. അതാണ് രണ്ടും കൂടെ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തൊരു മോഡലില് ഇത് കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷെയറിംഗ് ആണ്. ഇവിടെ ബാറ്ററി ചാർജിങ്. ഈ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻറ്റ്, അതായത് മെയിൻസിൽ നിന്ന് ലോഡ് സപ്ലൈ ചെയ്യുന്നു, സെയിം ടൈം എനിക്ക് മെയിൻസിൽ നിന്ന് ബാറ്ററിയെ ചാർജിങ് ചെയ്യാം. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് സെറ്റ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. ഇപ്പോൾ ബാറ്ററിയുടെ ഫോർ എക്സാമ്പിൾ എനിക്ക് വേണമെങ്കിൽ സാധാരണ നമ്മളൊരു 10 to 20% ഓഫ് ദി എച്ച് ഓഫ് ദി ബാറ്ററിയാണ് ബാറ്ററി ചാർജിങ് കറണ്ട് കൊടുക്കുന്നത്. അതെനിക്ക് 5%, 1%, 10% സെറ്റ് ചെയ്യാം. But that possibility is there. ഗ്രിഡ് ഫെയിൽ ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഗ്രിഡ് ഫെയിൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി ഡിസ്ചാർജ് ചെയ്യും. ഇതൊരു പകലാണെങ്കിൽ രണ്ടും കൂടെ
ഡിപ്പെൻഡിങ് അപ്പോൺ ദ ലോഡ്. അതായത് പകലാണെങ്കിൽ ലെറ്റ് us say ഈ സോളാർ ഓൾറെഡി ബാറ്ററി ചാർജ്ഡ് ആണ്, സോളാർ ജനറേറ്റ് ചെയ്യുന്ന ലോഡ് പിന്നെ എനിക്ക് ലോഡിന് സഫീഷ്യൻ്റ് ആണെങ്കിൽ ലോഡ് തൊട്ട് നേരെ പോകും. അതല്ല എൻ്റെ ലോഡ് സോളാർ ജനറേഷനായിട്ട് കൂടുതലാണ്, ബാറ്ററിയും കൂടെ കൂടി ഡിസ്ചാർജ് ചെയ്യുക. അതായത് ലോഡ് വിൽ ബി ഷെയർഡ് ബൈ സോളാർ പ്ലസ് ബാറ്ററി. ഇനി തിരിച്ചു ആകാം, എൻ്റെ ലോഡ് കുറവാണെങ്കിൽ ലോഡ് മാത്രം സോളാറിൽ നിന്ന് പോയിട്ട് ബാക്കി എനർജി തിരിച്ച്, അതായത് ആരോ തിരിച്ചായിരിക്കും ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്യും. ജസ്റ്റ് ലൈക്ക് ഓഫ് ഗ്രിഡ്. അവിടെ ആ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് ഓഫ് ഗ്രിഡ്. ഇനി ഇതെന്ന് പറയുന്നത് ഗ്രിഡ് എക്സ്പോർട്ടാണ്. അതായത് എനിക്ക് ബാറ്ററി ഫുൾ ചാർജ് ആണ്, സോളാർ ജനറേഷൻ പീക്കിൽ നിൽക്കുകയാണ്, എനിക്ക് ലോഡിൻ്റെയും ബാക്കി പിന്നെയും മിച്ചമുണ്ട്. ബാറ്ററി ചാർജ് ആയി കഴിഞ്ഞു, സോളാർ ജനറേഷൻ മോർ ദാൻ ദ ലോഡ് ആണെങ്കിൽ ഇറ്റ് വിൽ എക്സ്പോർട്ട് ദ ഗ്രിഡ്. ഇതാണ് നമ്മുടെ ഓഫ് ഗ്രിഡ് ഇൻവേർട്ടറും ഹൈബ്രിഡും ആയിട്ടുള്ള മെയിൻ വ്യത്യാസം. ഹൈബ്രിഡ് ഇൻവേർട്ടർ നമുക്ക് എക്സ്പോർട്ട് ഇല്ല. നമുക്കറിയാമല്ലോ, പലപ്പോഴും നമ്മുടെ ഈ സ്കൂളുകൾ കോളേജുകളിലൊക്കെ ഹോളിഡേസിൽ എന്ത് സംഭവിക്കുന്നത്, ഒരു ഓഫ് ഗ്രിഡ് സോളാർ ആണെങ്കിൽ ആ എനർജി വേസ്റ്റ് ആണ്. ഹൈബ്രിഡ് ആക്കുകയാണെങ്കിൽ അതിന്റെ അഡ്വാൻറ്റേജ് ആ സമയത്ത് ആ എനർജി നമുക്ക് ഗ്രിഡിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം. സോ ദാറ്റ് ഇസ് ദ മെയിൻ അഡ്വാൻറ്റേജ്, ഗ്രിഡ് എക്സ്പോർട്ട്. ഓക്കെ ഓക്കെ അപ്പം ഇതാണ് എൻ്റെ ഒരു കണക്ഷൻ. അതായത് ഒരു ഓഫ് ഗ്രിഡ് ഇൻവേർട്ടർ എടുക്കുകയാണെങ്കിൽ എന്തൊക്കെ കണക്ഷൻ ഉണ്ട്? ഗ്രിഡ് ഇൻവേർട്ടർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു PCU, അതായത് പവർ കൺട്രോൾ യൂണിറ്റിന്റെ പുറകിലേക്ക് നോക്കുകയാണെങ്കിൽ കണക്ഷൻ കൊടുക്കുന്ന പോയിന്റിൽ യു ഹാവ് ദ PV കണക്ഷൻ, യു ഹാവ് ദ ബാറ്ററി കണക്ഷൻ, യു ഹാവ് ദ മെയിൻസ് കണക്ഷൻ, യു ഹാവ് ദ ലോഡ് കണക്ഷൻ. അല്ലെ, ഓഫ് ഗ്രിഡ് ഇൻവേർട്ടറിൽ ഇത്രയുണ്ട്. ഓഫ് ഗ്രിഡ് ഇൻവേർട്ടർ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ സ്റ്റാൻഡ് അലോൺ ആ മെയിൻസ് വേണ്ട കൊടുക്കരുതെന്നൊക്കെ നിർബന്ധം, അതൊക്കെ പണ്ടത്തെ കാര്യം. ഇപ്പം നമ്മൾ മെയിൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഹൈബ്രിഡ് ഇൻവേർട്ടറിലും സെയിം കണക്ഷൻസ് ആണ്. അതായത് സോളാർ ഉണ്ട്, പിന്നെ ബാറ്ററി ഉണ്ട്, മെയിൻസ് ഉണ്ട്, സെപ്പറേറ്റ് ലോഡ് പോയിന്റ് ഉണ്ട്. ഇനി ഹൈബ്രിഡ് അല്ല ഗ്രിഡ് കണക്റ്റഡ് ഇൻവേർട്ടർ പോകുകയാണെങ്കിൽ നമുക്കൊരു സെപ്പറേറ്റ് ലോഡ് പോയിന്റ് ഇല്ല, നമ്മുടെ മെയിൻസ് ഉണ്ട്. ഈ മെയിൻസ് വരുന്ന വഴിക്ക് തന്നെ ലോഡ് ടാപ്പ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഈ ഗ്രിഡ് കണക്റ്റഡ് ഇൻവേർട്ടർ സെപ്പറേറ്റ് ലോഡ് പോയിന്റ് ഇല്ല. അപ്പൊ ഇവിടുത്തെ സെപ്പറേറ്റ് ലോഡ് പോയിന്റ് ചെയ്യുന്നത് കണ്ടല്ലേ, AC ലോഡ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ബാക്കപ്പ് എന്നും പറഞ്ഞിട്ടുള്ള പോയിന്റ് കൂടാതെ AC ലോഡ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. ഗ്രിഡ് പോയാലും ഇത് കണ്ടിന്യൂ ചെയ്യും. അതാണ് ഹൈബ്രിഡ് ഇൻവേർട്ടറുടെ പ്രത്യേകത. ഗ്രിഡിനെ ഡിസ്കണക്ട് ചെയ്ത് മാറ്റി നിർത്തും. ആന്റി അലൈനിങ് വെച്ചിട്ട് ഗ്രിഡിനെ ഡിസ്കണക്ട് ചെയ്ത് മാറ്റി നിർത്തും. ബാറ്ററി ഉള്ളത് കാരണം ഇത് വീണ്ടും ഒരു ഇൻവേർട്ടർ വർക്ക് ചെയ്ത് ലോഡ് കണ്ടിന്യൂ ചെയ്യും. ക്രിട്ടിക്കൽ ലോഡ്സ് നമ്മൾ പറയുന്നത് എല്ലാ ലോഡും കൊടുക്കണമെന്നില്ല, ക്രിട്ടിക്കൽ ലോഡ്സ് ഒക്കെ നമുക്ക് ഇതെ കണക്ട് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാം. അതാണ് എൻ്റെ പ്രത്യേകത. പല ഓപ്പറേഷൻ മോഡ് കിട്ടും. ഓപ്പറേഷൻ മോഡ് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പറയാം. സെൽഫ് കൺസംഷൻ മോഡ്. സെൽഫ് കൺസംഷൻ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ഗ്രാഫിക്കലി ഇങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പം നമുക്ക് ബാറ്ററി ഉണ്ട്, ഈ പറഞ്ഞിരിക്കുന്ന ആ കർവ് ഉണ്ടല്ലേ, ആ കർവ് എന്ന് പറഞ്ഞ ടൈം കർവാണ്. അതായത് മിഡ്നൈറ്റ്, എൻഡിൽ മിഡ്നൈറ്റിൽ തുടങ്ങിയിട്ട് മോർണിംഗ് 7 o'clock, നൂൺ 12 o'clock, ദെൻ രാത്രി 10 മണി. ഈ കണ്ടീഷനിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ബേസിക്കലി ഈ ഭാഗത്തൊക്കെ നമുക്കറിയാം സോളാർ വളരെ ഇത് രാത്രി 10 മണിയല്ല കേട്ടോ, 19, ഈവനിങ് 7 o'clock. ഈ എൻഡിൽ നമുക്കറിയാം സോളാർ 0 ആണ്. ഈ ഒരു ചെറിയ ബ്ലൂ ലൈൻ കണ്ടില്ലേ, അതാണ് എൻ്റെ ലോഡ്. എനിക്ക് വീട്ടിൽ വേണ്ട ലോഡ് അത്രയുമാണ്. ഈ ലോഡ് അറിയാം 24 മണിക്കൂറും സെയിം ലോഡ് ആയിരിക്കത്തില്ല അല്ലേ. ഏറ്റവും നമുക്ക് നമ്മുടെയൊക്കെ വീടുകളിലാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന സന്ധ്യ സമയത്താണ് ഈ പീക്ക് ലോഡ് വരുന്നത്. ബാക്കി സമയങ്ങളിലൊക്കെ പലരുടെയും വീടുകളിൽ ഈ പകൽ സമയത്ത് തീരെ കുറവായിരിക്കാം. കൊറോണയ്ക്ക് ശേഷം വീടുകളിൽ പകൽ ലോഡ് അല്പം കൂടിയിട്ടുണ്ട്. അപ്പം മെയിൻസിൽ നിന്ന് ഇങ്ങനെ ലോഡ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സൺ അങ്ങോട്ട് വന്നു പവർ ജനറേഷൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഈ വൈറ്റ് കാണുന്നതെല്ലാം എൻ്റെ പവർ ഈസ് സപ്ലൈഡ് ബൈ സോളാർ. ബാക്കി പവർ അങ്ങോട്ട് പോയി ഈ പറഞ്ഞിരിക്കുന്ന പിങ്ക് കളറിൽ എൻ്റെ എക്സസ് എനർജി, ഇതാണല്ലോ ഈ മലയാളത്തിൽ റാവോലാണ് നമ്മുടെ സോളാർ ജനറേഷൻ ഇരിക്കുന്നത്. അപ്പൊ ഈ എക്സസ് എനർജി ബാറ്ററിയിലോട്ട് പോയി, ബാറ്ററി സ്റ്റോർ ചെയ്ത് വെക്കുന്നു. എന്നിട്ട് അവസാനം ഈ രാത്രിയിൽ എന്ത് സംഭവിക്കും? രാത്രിയിൽ എനിക്ക് ലോഡ് കൂടുതലും ഉണ്ട്. അപ്പം എൻ്റെ ലോഡ് കണ്ടില്ല, ലോഡ് കൂടി. അപ്പം ഇവിടുന്ന് കൊടുക്കുക പവർ, ഈ ബാറ്ററി തിരിച്ച് ഡിസ്ചാർജ് ചെയ്യും. ബാറ്ററി ഈസ് ഡിസ്ചാർജിങ് ഹിയർ. ഇതാണ് ഒരു നോർമൽ പാറ്റേൺ സെൽഫ് കൺസംഷൻ മോഡ്. അതാണ് എനിക്ക് ഞാൻ മെയിൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എവിടെയാ, ഈ ബാറ്ററി ഇവിടെയും ഡിസ്ചാർജ് ചെയ്യുക. അതായത് ഞാനിവിടെ മെയിൻസിനെ ഡിപ്പെൻഡ് ചെയ്യാതെ സ്റ്റാൻഡ് അലോൺ ആയിട്ട് വർക്ക് ചെയ്യുന്ന കണ്ടീഷനാണ് ഇങ്ങനെ പറയുന്നത്. ഇനി അടുത്ത മോഡ് നോക്കാം, പീക്ക് കട്ട്. ഈ പീക്ക് കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഗ്രാഫിക് കൺസ്ട്രക്ഷൻ. അതായത് പലയിടത്തും ഉണ്ട്, നമുക്കറിയാമല്ലോ. ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ റീസെന്റ് നിങ്ങൾ പത്രത്തൊക്കെ വായിച്ചിട്ടുണ്ടാവും, TOD ഓൾറെഡി ഉണ്ട്, ടൈം ഓഫ് ദ ഡേ ബില്ലിംഗ്. അതായത് KCBക്ക് ഇപ്പം നമുക്ക് രാത്രി സന്ധ്യക്ക് 6 മുതൽ രാത്രി 10 വരെയാണ്
പീക്ക് ലോഡിങ്. ആ സമയത്ത് TOD ഉള്ളവർക്ക് 1.5 ഇരട്ടി ബില്ല് കൊടുക്കണം പകലുള്ളതിനെക്കാട്ടിൽ. ഇനി 10 മുതൽ 6 വരെ ഓഫ് പീക്കും അവിടെ ഈ പീക്കിന്റെ പകുതി മതി. ഓർ നോർമൽ ഡേ ബില്ലിങ്ങിന്റെ 75%. അപ്പോൾ KCB പറയുന്നു ഇപ്പൊ പീക്കിനെ അവർ മാറ്റാൻ പോവാണ്. ഈ പറഞ്ഞിരിക്കുന്ന 6 മുതൽ 10 പകരം ദേ മേ ചേഞ്ച് ഇറ്റ് ടു 5 മുതൽ 11 എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ആ സമയത്ത് നിങ്ങളുടെ ഈ പറഞ്ഞിരിക്കുന്ന 1.5 ഇരട്ടി നിങ്ങൾക്ക് ബില്ല് വരാം. അപ്പം വിദേശ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് സ്മാർട്ട് മീറ്റർ വരുമ്പോൾ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റാവുന്നതാണ്. പീക്ക് ഞാനങ്ങ് സെറ്റ് ചെയ്ത് വെക്കും. പീക്കിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ, അതായത് പീക്കിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ ഈ പീക്കിന് മുകളിൽ ഞാൻ എനർജി എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഡിഫറെന്റ് ബില്ലിംഗ് ആയിരിക്കും. അപ്പോൾ അത് ഞാൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് എനിക്കിപ്പം വേണമെങ്കിൽ അറിയാമല്ലോ, ഞാനിപ്പം എൻ്റെ ബാറ്ററി അല്ല എൻ്റെ ഓഫ് ഗ്രിഡ് ഇൻവെർട്ടർ ഞാൻ സെറ്റ് ചെയ്ത് വെക്കാം. ഈ പീക്ക് വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യാം, മെയിൻസിനെ കട്ട് ചെയ്യും. മെയിൻസിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സ്റ്റോർഡ് ബാറ്ററി ലോഡിലേക്ക് സപ്ലൈ ചെയ്യാം. അപ്പോൾ ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് ദിസ്. ഞാൻ ഈ സെറ്റ് ചെയ്തിരിക്കുന്ന പീക്കിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ബാറ്ററി ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ. അപ്പോൾ ഇവിടെയും നമുക്ക് ഇതുപോലെ തന്നെ നേരത്തെ കാണിച്ചിരുന്ന പോലെ തന്നെ പകല് എൻ്റെ ബാറ്ററി എക്സസ് എനർജി സ്റ്റോർ ചെയ്യും, ബാറ്ററി ചാർജ് ചെയ്യും. ബാറ്ററി ചാർജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പീക്കിന് മുകളിൽ കണ്ടോ, ഈ പീക്കിന് മുകളിൽ ബാറ്ററി ഡിസ്ചാർജ് ചെയ്യും. ഇവിടെ ഷെയറിംഗ് ആണ്, അതായത് എൻ്റെ ഗ്രിഡും എൻ്റെ ഇൻവെർട്ടറും ഹൈബ്രിഡ് ഇൻവെർട്ടറും കൂടെ ലോഡിനെ ഷെയർ ചെയ്യാണ്. ഈ എക്സസ് ഉള്ളത് ബാറ്ററി ഇൻവെർട്ടർ സപ്ലൈ ചെയ്യും. ഞാൻ ഗ്രിഡിൽ ഇത്രേ എടുക്കത്തുള്ളൂ. ഒരിക്കലും ഗ്രിഡിൽ പീക്കിന് മുകളിൽ വരത്തില്ല. എനിക്കൊരു എക്സസ് ബില്ല് അത് കാരണം ഉണ്ടാകത്തില്ല. ദാറ്റ് ഈസ് വാട്ട് ഈസ് പീക്ക് കട്ട്. ഇനി അടുത്തത് സെല്ലിംഗ് ഫസ്റ്റ്. ഈ സെല്ലിംഗ് ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാകാം. ഇലക്ട്രിസിറ്റി ഇപ്പം നമ്മൾ ഇന്ത്യയിൽ പ്രൈവറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ, ഓൾറെഡി പ്രൈവറ്റൈസ്ഡ് ആണ്. ഇലക്ട്രിസിറ്റി ആക്ട് 2021 പ്രകാരം പിന്നെ ഇലക്ട്രിസിറ്റി ഷുഡ് ബി പ്രൈവറ്റൈസ്ഡ് ആകണം. സബ്സിഡികളൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ പല സ്റ്റേറ്റുകളും ആ ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒറീസയിലൊക്കെയാണ് ഓൾറെഡി ആ ലെവലിലോട്ട് എത്തിക്കഴിഞ്ഞു. പല സ്റ്റേറ്റുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലും അതിവിദൂരമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇറ്റ് ക്യാൻ ഹാപ്പൻ. നമ്മുടെ പുറം രാജ്യങ്ങളിലൊക്കെ ഓൾറെഡി എങ്ങനെയാണ്, അതായത് നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്ന പവറിനെ നിങ്ങൾക്ക് പവർ വാങ്ങിക്കുന്ന ഏത് കമ്പനിയിൽ നിന്ന് വേണമെങ്കിലും വാങ്ങിക്കാം. നമ്മുടെ ഒരു ലൈനിൽ കൂടെ പോകുന്ന പല കമ്പനികളും പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ആരുടെ ഇതൊന്നും വാങ്ങിക്കാം. അതുപോലെ നിങ്ങൾക്ക് എക്സസ് പവർ ഉണ്ട്, ആർക്ക് വേണമെങ്കിലും വിൽക്കാം. ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളൊക്കെ കൺസ്യൂമർ എന്നല്ല, നമ്മൾ സോളാർ പവർ ജനറേറ്റ് ചെയ്ത് KCBക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പേര് കൺസ്യൂമർ എന്നല്ല, പിന്നെ പ്രോസ്യൂമർ എന്നാണ് വെച്ചാൽ ഞാൻ പ്രൊഡ്യൂസും ചെയ്യുന്നുണ്ട്, കൺസ്യൂം ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഈസ് പ്രോസ്യൂമർ. അപ്പൊ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്, ഉദാഹരണത്തിന് ഇപ്പൊ എനിക്കറിയാം നമ്മുടെ ആലപ്പുഴ സൈഡിലൊക്കെ പലപ്പോഴും ആൾക്കാരൊക്കെ ഈ രാത്രിയിൽ ഈ കയർ ഫാക്ടറികളിലൊക്കെ അവർക്ക് ത്രൂ ഔട്ട് ദ ഡേ പവറിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ ബാറ്ററി ഉപയോഗിച്ചിട്ട് ഓഫ് പീക്ക് ചാർജ് ചെയ്ത് ട്രോൺ പീക്കിൽ ഉപയോഗിക്കുന്ന കണ്ടീഷൻസ് ഉണ്ട്. അത് അലൗഡാണ്, കുഴപ്പമൊന്നുമില്ല. അതായത് എനിക്ക് 75% കറണ്ട് ബില്ലുള്ള സമയത്ത് എനിക്ക് വേണമെങ്കിൽ ഐസ് ഫാക്ടറികളൊക്കെ ഐസ് ഇഷ്ടം പോലെ ഉണ്ടാക്കി വെക്കാം. എന്നിട്ട് ഈ സന്ധ്യ സമയത്ത് എനിക്ക് എടുത്ത് ഉപയോഗിക്കാം. അതുപോലെ കയർ ഫാക്ടറി ഇവിടെ ഏത് ഫാക്ടറിയിലും ചെയ്യാം. ഇപ്പൊ ഇവിടെ ചെയ്യുന്ന അതാണ്, എനിക്ക് പവർ വിറ്റ് കഴിഞ്ഞാൽ കൂടുതൽ പൈസ കിട്ടുന്ന സമയത്ത് ഞാൻ ഈ പവറിനെ അങ്ങ് വിൽക്കുക. അതായത് അങ്ങനെ വിൽക്കണമെങ്കിൽ എനിക്ക് അല്ലാത്ത സമയത്ത് സ്റ്റോർ ചെയ്ത് വെക്കണമെന്നല്ലോ. സോ സെല്ലിംഗ് ഫസ്റ്റ് മോഡ് എന്ന് പറയുന്നതാണ്, ഞാൻ ഈ പകല് പിന്നെ സ്റ്റോർ ചെയ്ത് വെച്ച എനർജിയെ ഈ സമയത്ത് ഞാൻ വിറ്റ് കാശ് ഉണ്ടാക്കും. ഇതെന്റെ പീക്ക് ടൈം ആണെങ്കിൽ ഞാൻ ഗ്രിഡിലേക്ക് കൊടുത്താൽ മതി, കാശ് ഉണ്ടാക്കാം. ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്. അപ്പൊ ഞാൻ എൻ്റെ ബാറ്ററിയുടെ കപ്പാസിറ്റി സ്റ്റോർ എൻ്റെ ലോഡിന്റെ റേഞ്ച് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കാം. മിച്ചം ഉണ്ടെങ്കിലേ വിൽക്കത്തുള്ളൂ. അപ്പൊ ഞാൻ ഇവിടെ എനിക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കുന്നതിന് പകരം ഞാൻ KCBന്ന് എടുത്ത് ഉപയോഗിക്കാം. ഇവിടെ ഞാൻ വിൽക്കും, എന്നിട്ട് ഇവിടെ ഞാൻ എടുത്ത് KCBന്ന് ഉപയോഗിക്കാം. അപ്പൊ ഇറ്റ് ഷുഡ് ബി സംതിങ് ലൈക്ക് ദാറ്റ്. ഇവിടെ എനിക്ക് വിറ്റ് കഴിഞ്ഞാൽ കൂടുതൽ കാശ് കിട്ടുന്നതിനെക്കാട്ടല്ലേ, പിന്നെ പ്രയോജനമില്ല. ആണെങ്കിലാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എല്ലായിടത്തും എല്ലാ രാജ്യത്തും എല്ലാ സമയത്തും ഒരുപോലെ ആകണോ നിർബന്ധമില്ല. പിന്നെ അടുത്തത് ചാർജ് ഫസ്റ്റ്. ചാർജിങ്ങിനാണ് ആദ്യത്തെ പ്രയോറിറ്റി. അതായത് എൻ്റെ ബാറ്ററി എപ്പോഴും ചാർജ് മോഡിൽ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എമർജൻസിക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആദ്യത്തെ പ്രയോറിറ്റി ഫസ്റ്റ് ചാർജ് ആയിട്ട് ഉടൻ കീപ്പ് ചെയ്യുക. ചാർജ് കീപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നതിനെ നമുക്ക് ലോഡായിട്ട് ഉപയോഗിക്കാം, എക്സ്പോർട്ട് ചെയ്യാം, കണ്ടതൊക്കെ ചെയ്യാം. ആ പ്രയോറിറ്റിക്കാണ് ഇതെല്ലാം. നമുക്ക് നമ്മുടെ ഈ ഓഫ് ഗ്രിഡ് പിന്നെ സ്മാർട്ട് ഹൈബ്രിഡ് ഇൻവെർട്ടറിൽ സെറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടാകാം. മാർക്കറ്റിലുള്ള എല്ലാ ഇൻവെർട്ടറിനും ആ മോഡ് ഉണ്ടാകണം നിർബന്ധമില്ല. നൗ ഇറ്റ് ക്യാൻ വർക്ക് വിത്തൗട്ട് ബാറ്ററി ഓൾസോ. അതായത് ഒരു ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ വയ്ക്കാം. അതല്ല നമ്മുടെ ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ പകല് നമ്മുടെ ഗ്രിഡിലെ ആവശ്യത്തിനെക്കാട്ടി കൂടുതൽ പവർ ജനറേറ്റ് ചെയ്യുമ്പോൾ ഗ്രിഡിലേക്ക് കൊടുക്കുക, എന്നിട്ട് രാത്രി തിരിച്ച് നെറ്റ് മീറ്റർ വഴി വാങ്ങിക്കുക. അങ്ങനെയും വർക്ക് ചെയ്യാം. ഇറ്റ് ഇസ് അലൗഡ്, പോസിബിൾ. അപ്പൊ ആ കണ്ടീഷനിൽ എന്താ സംഭവിക്കുന്നത്, ആ കണ്ടീഷനിൽ നമുക്ക് പിന്നെ സ്റ്റോറേജ് ഇല്ല. അതായത് നമുക്കൊരു സ്റ്റോർ ചെയ്തിട്ടുണ്ടാകാൻ ഉപയോഗിക്കുന്ന കണ്ടീഷൻ ഇല്ല. ഈ സ്റ്റാൻഡ് അലോൺ മോഡ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം കണ്ട മോഡ് തന്നെ. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ഫോഴ്സ് ചാർജ് മോഡ് ഉണ്ട്. ഫോഴ്സ് ചാർജ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ മെയിൻസിന്ന് ലോഡ് കൊടുക്കുന്ന സമയമാണ്. അപ്പോൾ അവിടെ ഞാൻ ചെയ്യുന്നത് ഒരിക്കൽ ബാറ്ററി എപ്പോഴും എൻ്റെ ഐ വാണ്ട് ടു കീപ് മൈ ബാറ്ററി ഓൾവേസ് ചാർജ്. ബാറ്ററി എപ്പോഴും ചാർജ് ആയിരിക്കണം. ബാറ്ററി ഡിസ്ചാർജിങ് കണ്ടീഷനിലേക്ക് ഞാൻ അനുവദിക്കുന്നില്ല.
അത് ഒരു എമർജൻസിക്ക് വേണ്ടി കീപ്പ് ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത്. അതായത് എനിക്ക് സോളാറും ഇല്ല മെയിൻസും ഇല്ലെങ്കിൽ എൻ്റെ ബാറ്ററി ഉപയോഗിക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നത് ഇവിടെ ഞാനങ്ങ് പവറിനെ പിന്നെ എക്സസ് PV പവറിനെ ഞാൻ എന്ത് ചെയ്തു, ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇടയ്ക്ക് എവിടെയോ മെയിൻസ് ഫീൽഡൊക്കെ വന്ന് ഉപയോഗിച്ച് പോയെങ്കിൽ ഈവൻ ബാക്കി ചാർജിങ് ആവശ്യമാണെങ്കിൽ again ഐ ക്യാൻ ചാർജ് ഇറ്റ് ഫ്രം ദ മെയിൻസ്. സോ ഇറ്റ് ഈസ് എ ഫോസ്റ്റ് ചാർജ് മോഡാണ്. എപ്പോഴും ഞാൻ ബാറ്ററി കീപ്പ് ചെയ്യും, ചാർജ് കീപ്പ് ചെയ്യും. ഓക്കെ, ഇതാണ് ഡിഫറെന്റ് മോഡ്സ്. പിന്നെ ഞാൻ ഇനിയും പറയാൻ പോകുന്നതാണ് നമ്മുടെ ഫ്യൂച്ചർ മിനി ഗ്രിഡ് എന്നോ മൈക്രോ ഗ്രിഡ് എന്നോ ഒക്കെ പറയാം. അതായത് നമ്മുടെ ഒരു ഫ്യൂച്ചർ പവർ സ്റ്റേഷൻ ഇറ്റ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. അറിയാമല്ലോ, സോളാർ ഇങ്ങനെ പെർസെൻറ്റേജ് കൂടിയിരിക്കും. നമ്മുടെ കേരളത്തിൽ മാത്രമാണ് കുറവ്, മറ്റ് പല സ്റ്റേറ്റുകളിലും ഓൾമോസ്റ്റ് 50% വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ സോളാർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ സോളാർ അങ്ങോട്ട് കൂടി ഗ്രിഡിലോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ കണ്ടില്ലേ, മലയാളത്തിൽ റാവോലാണ് ജനറേഷൻ. മലയാളത്തിൽ റാവോലല്ല നമ്മുടെ കൺസംഷൻ. ഒരു പവർ സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജനറേഷനും നമ്മുടെ കൺസംഷനും മാച്ച് ചെയ്ത് പോയില്ലെങ്കിൽ സിസ്റ്റം അൺസ്റ്റേബിളാണ്. കണ്ടിട്ടില്ലേ, നമ്മളൊരു ഡീസൽ ജനറേറ്ററിൽ പിന്നെ പവർ പെട്ടെന്ന് അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഡീസൽ ജനറേറ്ററിൽ ഒരു സൗണ്ടൊക്കെ മാറിയിട്ട് പെട്ടെന്ന് വോൾട്ടേജ് കൂടും. അല്പം സമയം എടുത്തിട്ട് അത് കറക്റ്റ് ചെയ്യും. അതായത് കറക്റ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഡീസലിന്റെ ക്വാണ്ടിറ്റിയും കുറയും, പവറിന്റെ ജനറേഷനും കുറയും. അതുപോലെ പെട്ടെന്ന് നമ്മൾ ലോഡ് ഇടുകയാണെങ്കിൽ എന്ത് പറ്റും? പെട്ടെന്ന് വോൾട്ടേജ് ഒന്ന് കുറയും, സൗണ്ട് ഒന്ന് മാറും. അതായത് ഫ്രീക്വൻസിയും വോൾട്ടേജ് ചിലപ്പോൾ കുറയും. കുറഞ്ഞിട്ട് അത് സെൽഫ് കറക്റ്റ് ചെയ്യും. അതിന്റെ ഗവർണർ തന്നെ കറക്റ്റ് ചെയ്ത് കൊണ്ടും ഡീസൽ ക്വാണ്ടിറ്റിയും കൂട്ടും. അതായത് നമുക്ക് ഔട്ട്പുട്ടും ഇൻപുട്ടും കൂടെ മാറ്റി, അതിന്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഡീസൽ ആണല്ലോ. അതുപോലെ തന്നെയാണ് നമ്മളിപ്പം പിന്നെ പെട്ടെന്ന് സന്ധ്യയ്ക്ക് നമുക്ക് വെള്ളം പവർ ആവശ്യമുണ്ട്, ഇടുക്കിന്ന് വെള്ളം കൂടുതൽ കൊടുക്കണം. അപ്പം വെള്ളം ഒഴുക്കി പെട്ടെന്ന് ജനറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഫാസ്റ്റ്. അതേസമയം ഒരു നമ്മുടെ പിന്നെ തെർമൽ പവർ പ്ലാന്റിൽ നിന്ന് ഫോർ എക്സാമ്പിൾ തലച്ചറിൽ നിന്നോ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് നിന്ന് തെർമൽ പവർ സ്റ്റേഷനിൽ നിന്ന് എനർജി പെട്ടെന്ന് കൂട്ടാൻ പറ്റത്തില്ല. കാരണം ആദ്യം കോള് കൂട്ടി ടീം കൂട്ടി അത് ജനറേഷനിലേക്ക് വരണമെങ്കിൽ അരമണിക്കൂർ സമയം വരും. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ആ സമയം ആവശ്യമില്ല. ഇവിടെ നിങ്ങൾ സ്റ്റോർഡ് എനർജി ഇരിക്കുകയാണ്. ഈ പറഞ്ഞിരിക്കുന്ന പവർ കൺവേർഷൻ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ പവർ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് ബൈ ഡയറക്ഷനില്ല, നമ്മൾ മുമ്പേ കണ്ടതുപോലെ. അതായത് ഈ ഗ്രിഡിൽ എക്സസ് പവർ ഉള്ളപ്പം, എപ്പോഴാണ് ഗ്രിഡിൽ എക്സസ് പവർ വരുന്നത്? സോളാർ ഉള്ളപ്പം ഗ്രിഡിൽ എക്സസ് പവർ വരാം. ആ പവറിനെ ഗ്രിഡിന് ആവശ്യമില്ല. ഗ്രിഡിന് ആവശ്യമില്ലാത്തതുകൊണ്ട് അത് ബാറ്ററിയിലേക്ക് കയറി സ്റ്റോർഡ് ആവും. ഇനി ഇവിടെ ഒരു എമർജൻസി ആയിട്ട് ഹൈ പവർ ആവശ്യം വന്നു. ഇറ്റ് ക്യാൻ ബി ഡേ ടൈമിലാകാം, സന്ധ്യക്ക് പീക്ക് ടൈമിലാകാം. അന്നേരം ഈ ബാറ്ററി എടുത്ത് ഡിസ്ചാർജ് ചെയ്യും. പക്ഷെ ഇത് വളരെ മൊമെന്ററിലേ സംഭവിക്കുക. നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഹൈബ്രിഡ് ഇൻവേർട്ടറിൽ ചേഞ്ച് ഓവർ ബ്രേക്ക് ടൈം മിനിമം എന്ന് പറഞ്ഞാൽ 10 millisecond ഇല്ല, അതിലും കുറവുള്ള ടൈമിൽ നമ്മൾ അറിയത്തില്ല ഇങ്ങനെ ഒരു ചേഞ്ച് ഓവർ നടന്നോന്ന് അറിയത്തില്ല. അങ്ങനെ ആദ്യം ഇത് വർക്ക് ചെയ്യാൻ പറ്റും. ഇതിന് വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഈ പവർ കൺവേർഷൻ സിസ്റ്റം. ഇത് 5 kV 10 kV ഒന്നും ആയിരിക്കത്തില്ല, മെഗാവാട്ട് ഇൻവേർട്ടേഴ്സ് ആയിരിക്കാം. ലാർജ് ഇൻവേർട്ടേഴ്സ്, ലാർജ് PV സിസ്റ്റം, ലാർജ് ബാറ്ററി സ്റ്റോറേജ്. ഇതിനെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ടൊരു എനർജി മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടാവും. ഇത് ഗ്രിഡിലോട്ട് പോകും. ലോഡ് സൈഡിൽ നമുക്ക് ഇപ്പം ഇരിക്കുന്ന എല്ലാ സംഭവങ്ങളും ഉണ്ടാവും. നമ്മുടെ ഹോം ലോഡും ഇൻഡസ്ട്രി ലോഡും ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് ഉൾപ്പെടെ എവരിതിങ് വിൽ ബി ദെയർ. ഇതാണ് നമ്മുടെ ഒരു ഫ്യൂച്ചർ പവർ കൺവേർഷൻ സിസ്റ്റം എന്ന് പറയുന്നത്, എല്ലാം കൂടെ ചേർന്നിട്ടുള്ളത്. ദിസ് മൈ ലാസ്റ്റ് സ്ലൈഡ്. സോ നമ്മുടെ ഒരു പിന്നെ സ്റ്റോറേജ് സിസ്റ്റം ഇൻക്ലൂഡിങ് നമ്മുടെ ഒരു സബ്സ്റ്റേഷൻ ഇങ്ങനെ ആയിരിക്കാം. അതായത് നമുക്ക് വലിയ സോളാർ പാടങ്ങൾ ഉണ്ടാവും, സൈഡിൽ വലിയ ട്രാൻസ്മിഷൻ സ്റ്റേഷൻ ഉണ്ടാവും, അടുത്ത സൈഡിൽ തന്നെ നമുക്ക് വലിയ ലാർജ് ബാറ്ററി ബാങ്കുകൾ. ഇതെന്ന് പറഞ്ഞാൽ വലിയ കണ്ടെയ്നേഴ്സ് ആയിരിക്കും. ഓരോ കണ്ടെയ്നറിലും മെഗാവാട്ട് ഓവറിന്റെ ബാറ്ററികൾ ലാർജ് കണ്ടെയ്നേഴ്സ് ആയിരിക്കും. ഇപ്പൊ തന്നെ നമ്മുടെ പിന്നെ സെക്കിയുടെ ലാർജ് ഓഡിയേഴ്സ് ഒക്കെ വരുന്നത് ഇതുപോലെ മെഗാവാട്ട് ഓവർ ബാറ്ററി വെച്ചിട്ടാണ്. ഒരു 100 മെഗാവാട്ടിന്റെ സോളാർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് 100 അതിന്റെ ഒരു പെർസെൻറ്റേജോ അല്ലെ അതിൽ കൂടുതൽ ഡിപ്പെൻഡ്സ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ലക്ഷദ്വീപിലൊക്കെ ആണെങ്കിൽ ബാറ്ററിയുടെ സ്റ്റോറേജ് കൂടുതലായിരിക്കാം. കാരണം അവിടെ ഗ്രിഡില്ല, മിക്ക സ്ഥലത്തും ഡീസൽ ജനറേറ്റർ ഉപയോഗിക്കുന്ന കാരണം. ലഡാക്കിലാണെങ്കിലും ബാറ്ററി കൂടുതലായിരിക്കാം. പക്ഷെ ബാക്കി ഗ്രിഡുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ബാറ്ററി പെർസെൻറ്റേജ് സ്റ്റെബിലിറ്റിക്ക് വേണ്ടി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇങ്ങനെയായിരിക്കാം നമ്മളൊരു ഫ്യൂച്ചർ പവർ ജനറേഷൻ സിസ്റ്റം കാണാൻ പോകുന്നത്. സോളാർ വിൽ പ്രൊഡോമിനേറ്റ്, ബട്ട് സോളാറിന് മാത്രം നിൽക്കാൻ പറ്റാത്ത കാരണം ലാർജ് സ്റ്റോറേജ്. സോ ദിസ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. സോ ഞാൻ എൻ്റെ പ്രസന്റേഷൻ ആസ്വദിച്ച് കൺക്ലൂഡ് ചെയ്തു. ഇനി നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടെങ്കിൽ കേൾക്കാം. സോ ഐ തിങ്ക് ഐ ഓൾറെഡി കൺസ്യൂംഡ് അറൗണ്ട് 1 മണിക്കൂറോട്. ദാറ്റ്സ് ഗുഡ് എനഫ്. ഓക്കെ, ഞാൻ അത് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഹലോ, പറഞ്ഞോ.
ഞാൻ ഒറ്റപ്പാലത്ത് നിന്നാണ്. എൻ്റെ ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ ഈ പഴയ ഓഫ് ഗ്രിഡ് ഇൻവെർട്ടർ ഒക്കെ സാധാരണ സ്ക്വയർ വേവില് 2 ട്രാൻസ്ഫോമർ പൊതുണ്ട്. ഒന്ന് ചാർജിങ് ട്രാൻസ്ഫോമറും ഒന്ന് ഇൻവെർട്ടർ ട്രാൻസ്ഫോമറും. അപ്പോൾ അതിന്റെ ഒരു കാരണം അവർ പറയുന്നത് ഇൻവെർട്ടർ ട്രാൻസ്ഫോമർ എപ്പോഴും ഓൺ ആക്കേണ്ട ആവശ്യമില്ല, കറണ്ട് പോകുമ്പോൾ മാത്രമാവാം. ചാർജിങ് ട്രാൻസ്ഫോമറിന് കറണ്ട് ഉള്ള അപ്പൊ 2 ട്രാൻസ്ഫോമർ വെച്ചിട്ടാണ് അത് ചെയ്തു തരുന്നത്. അപ്പൊ അതിന് പ്രധാന കാരണം അവർ പറഞ്ഞത് ഇവിടെ സെക്കൻഡറിയില് 22 ഗേജും പ്രൈമറിയില് 10 ഗേജോ 12 ഗേജോ ആവും. അപ്പൊ ഇത്രയും ആംബിയർ നമുക്ക് ബാറ്ററിയിൽ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എന്റെ സംശയം. അതിനാണ് സെക്കൻഡറി വേറൊരു ട്രാൻസ്ഫോമർ വെച്ചിട്ട് അത് ചാർജിങ് ട്രാൻസ്ഫോമർ എക്സ്ട്രാ വെച്ചായിരുന്നു. ഞങ്ങള് ഇൻവെർട്ടർ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്തായിരുന്നു. ഇപ്പൊ അത് പുതിയ ടെക്നോളജിയിൽ ഒരു ട്രാൻസ്ഫോമർ കൂടെയാണ് അത് വർക്ക് ചെയ്യുന്നത്. പക്ഷെ അപ്പൊ അതിൽ സെക്കൻഡറിയിലും പ്രൈമറിയിലും സ്റ്റാൻഡേർഡ് വയർ ഗേജ് മാറ്റം വരുന്നുണ്ടല്ലോ. ഒന്നില് 22 ഇടുമ്പോ മറ്റേല് 10 or 12. അപ്പൊ ഇത്രയും പ്രൈമറി 22 കൊടുക്കുമ്പോ സെക്കൻഡറിയിൽ അത്രയും ആംബിയർ വരില്ല. അത്രയും ആംബിയർ ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റുമോ? അതായത് ഈ പിന്നെ ബാറ്ററിയുടെ ചാർജിങ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി ഏജിന്റെ 10 to 20%. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളോട് ഓഫ് ഗ്രിഡ് എടുക്കുകയാണെങ്കിൽ ആലോചിച്ച് നോക്കി, ഇപ്പൊ ഒരു 1 kV ഇൻവേർട്ടർ നമ്മൾ 7200 VAH ബാറ്ററിയാണ് കൊടുക്കുന്നത് അല്ലേ? 48 വോൾട്ട് 150 H 4 ബാറ്ററി വേണം ഒരു 1 kV ഇൻവേർട്ടറിന് ഓഫ് ഗ്രിഡ് ഉപയോഗിക്കാനായിട്ട്, റെസിഡൻഷ്യൽ ആപ്ലിക്കേഷൻ ആണെങ്കിൽ. അപ്പൊ നാച്ചുറലി ഇത്രയും അതിന്റെ 1 kV ഇവിടെ ഒരു 12 വോൾട്ടിലാണ് വർക്ക് ചെയ്യണത്, 12 വോൾട്ടിലാണ് വർക്ക് ചെയ്യണത് ഓഫ് ഗ്രിഡ് ഇൻവെർട്ടർ. അല്ല, അത് നിങ്ങൾക്ക് 12 വോൾട്ട് 24 വോൾട്ട് 48 വോൾട്ട് വർക്ക് ചെയ്യാം. ബട്ട് ടെക്നിക്കലി ഒരു 1 kV ഇൻവേർട്ടർ, സോളാർ ഇൻവേർട്ടർ ഒരു നമ്മുടെ ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യാനാണെങ്കിൽ സോളാർ ഇൻവെർട്ടർ അല്ല, സാധാ ഇൻവേർട്ടർ. സാധാ ഇൻവേർട്ടർ 12 വോൾട്ട് ആകാം, 24 വോൾട്ട് ആകാം. മോസ്റ്റ്ലി നമുക്ക് വീടുകളിൽ കാണുന്ന 12 വോൾട്ട് ആണ്. ആ 12 വോൾട്ടില് ഈ പറഞ്ഞിരിക്കുന്ന ഒരു സെയിം ട്രാൻസ്ഫോമറും സെയിം ബ്രിഡ്ജും വെച്ചിട്ട് ഇൻവേർഷനും റെക്ടിഫിക്കേഷനും രണ്ടും നടക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു അഡീഷണൽ സർക്യൂട്ട് വേണം. ഞാൻ ഈ പറഞ്ഞ അഡീഷണൽ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ വേറെ സർക്യൂട്ട് അല്ല, ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ നേരത്തെ കാണിച്ച ബ്രിഡ്ജിന് 2 ഡയറക്ഷനിലും വർക്ക് ചെയ്യാൻ പറ്റണം. ചാർജറായിട്ടും ഇൻവെർട്ടറായിട്ടും വർക്ക് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാകണം. അത് സോഫ്റ്റ്വെയറിൽ അത് ഉണ്ടാകണം. അതാണ് ബൂസ്റ്റിംഗ് ഞാൻ കാണിച്ചത്. അതായത് തിരിച്ച് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ സെയിം ബ്രിഡ്ജ് ഒരു ബൂസ്റ്ററായിട്ട് വർക്ക് ചെയ്യാൻ പറ്റണം. റെക്ടിഫിക്കേഷൻ പ്ലസ് ബൂസ്റ്റിംഗ്. ഈ പറഞ്ഞിരിക്കുന്ന നിങ്ങൾ പറഞ്ഞ സ്ക്വയർ വേവ് ഇൻവേർട്ടറിൽ ആ ഒരു ടെക്നോളജി ആ സമയത്ത് അങ്ങനെ ഒരു ടെക്നോളജി ഡെവലപ്ഡ് ആയിട്ടില്ല. ഇപ്പം വരുന്ന നമ്മുടെ സൈൻ വേവ് ഇൻവേർട്ടറിലൊക്കെ ജനറലി അതുണ്ട്. അപ്പം നേരത്തെ ആ സമയത്ത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഴയ ആദ്യകാലത്തെ സ്ക്വയർ വേവ് ഇൻവേർട്ടർ അങ്ങനെയല്ല. ആദ്യകാലത്തെ സ്ക്വയർ വേവ് ഇൻവേർട്ടറിൽ നമ്മൾ നേരെ മെയിൻസ് വന്നു കഴിഞ്ഞാൽ വോൾട്ടേജ് അങ്ങ് ചാർജ് ആകുകയാണ്. ചാർജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പർട്ടിക്കുലർ വോൾട്ടേജ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ട് ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് മാറിയിട്ടാണ് നമ്മൾ ഈ സൈൻ വേവ് വന്നപ്പോഴത്തേക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് വന്നത്. രണ്ടും രണ്ട് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നതിന്റെ കാരണം ഇതിനകത്തെ അങ്ങനെ ഒരു കപ്പാസിറ്റി ഇല്ലാതെ വരുമ്പോഴാണ്. അതിന്റെ ആവശ്യമില്ല. ഈവൻ സ്ക്വയർ വേവ് ഇൻവെർട്ടർ തന്നെ ഉപയോഗിച്ചപ്പോഴും അതിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പുഷ്പുൾ ആണ്. അതായത് 4 ഡിവൈസ് അല്ല, 2 ഡിവൈസ് ഉപയോഗിക്കുകയും ചെയ്യും. അതിൻ്റെ അകത്ത് റെക്ടിഫയറായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തിട്ട് ആ ഒരു ടാപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് നമുക്ക് ട്രാൻസ്ഫോമറിന്റെ ടാപ്പ് ഉണ്ടാവും, ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് വോൾട്ടേജ് ചെറിയ ടാപ്പിൽ കൊടുത്തിട്ട് സെക്കൻഡറി വോൾട്ടേജ് കൊടുത്തിട്ട് ആ റെക്ടിഫിക്കേഷൻ വഴി കപ്പാസിറ്റർ ആഡ് ചെയ്യാറുണ്ട്. ഒരു 10 MFD 15 MFD കപ്പാസിറ്റർ ആഡ് ചെയ്തിട്ട് അത് സീരീസ് ചെയ്തിട്ട് അതിന്റെ ടാപ്പിങ്ങിലാണ് കൊടുക്കാറ്. അപ്പൊ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതെന്നെല്ലാം ഇത് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ ആവശ്യമില്ല. അതിനകത്തൊന്നും ഈ പറഞ്ഞ ബൂസ്റ്റിംഗ് വോൾട്ടേജ് ബൂസ്റ്റർ ഇല്ല. ഇപ്പൊ നമുക്ക് വോൾട്ടേജ് ബൂസ്റ്റർ ഉള്ളപ്പോഴത്തേക്ക് നമുക്ക് 3 times വരെ വോൾട്ടേജ് ബൂസ്റ്റ് ചെയ്യാം. സിംഗിൾ ബ്രിഡ്ജ് രണ്ടും പറ്റും. ടെക്നോളജി ഒത്തിരി മാറിയല്ലോ. പണ്ടൊക്കെ ഞാനൊക്കെ ഈ UPS മാർക്ക് ഫീൽഡൊക്കെ വന്ന് 80s എന്ന് പറഞ്ഞാൽ ഒരു 10 kV ഇൻവെർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഒരു ലോറിയൊക്കെ ആയിട്ടാണല്ലോ വലിയ സംഭവമായിരുന്നു. അതൊക്കെ പോയിട്ട് 10 kV ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു എത്ര പറയുന്ന ഒരു 3 അടി 2 അടി പൊക്കം 1 അടി വീതി 1.5 അടി വിട്ട് ആ ലെവലിലൊക്കെ ചെറുതായില്ലേ. 10 kV നമ്മുടെ ഒരു പിന്നെ ഗ്രിഡ് കണക്റ്റഡ് ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു സംഭവമല്ലേ, വോൾ മൗണ്ടഡ്. ടെക്നോളജി മാറിയപ്പോൾ കാര്യം വേണ്ട ഒത്തിരി കാര്യങ്ങളായി. പഴയതുമായിട്ട് നമ്മൾ നോക്കണ്ട. പഴയ ടെക്നോളജി അല്ലല്ലോ, ടെക്നോളജി ഒത്തിരി ഇമ്പ്രൂവ് ആയില്ലേ. ഓക്കെ, ചോദിച്ചോളൂ. സാറ് സോളാർ ഇൻവെർട്ടർ 1 kVയുടെ കണക്ഷൻ പറഞ്ഞതേ 48 വോൾട്ടിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. അതിനിടയ്ക്ക് പുള്ളി സംസാരിച്ചു തുടങ്ങിയപ്പം അതായത് നമുക്ക് 1 കിലോവാട്ട് സോളാർ എന്ന് പറഞ്ഞാൽ ഏകദേശം 4 യൂണിറ്റ് എനർജി ജനറേറ്റ് ചെയ്യും അല്ലേ? അറിയാമല്ലോ. 1 കിലോവാട്ട് സോളാർ പാനൽ വെച്ച് കഴിഞ്ഞാൽ 4 യൂണിറ്റ് ജനറേറ്റ് ചെയ്യും. 4 മുതൽ 5 യൂണിറ്റ് എനർജി ജനറേറ്റ് ചെയ്യും. അത് സ്റ്റോർ ചെയ്യണമല്ലോ അല്ലേ? അതിനാണല്ലോ നമ്മൾ ഈ ബാറ്ററി ഉപയോഗിക്കുന്നത്.
അപ്പൊ 4 യൂണിറ്റ് എനർജി സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര യൂണിറ്റ് ബാറ്ററി ഉപയോഗിക്കണം? മിനിമം 4 യൂണിറ്റ് ഉപയോഗിക്കണം. ഇത് ജസ്റ്റ് ലൈക്ക് നമ്മളൊരു വാട്ടർ ടാങ്ക് ഫില്ല് ചെയ്യുന്നതല്ല. എനിക്ക് വാട്ടർ ടാങ്ക് ഞാൻ ഫില്ല് ചെയ്തതല്ലാതെ ഫില്ല് ചെയ്യുമ്പോൾ എവിടം വരെ ഫില്ല് ചെയ്യാം? വാട്ടർ ടാങ്ക് ഫുൾ ആവുന്നിടം വരെ. അതിന് നമ്മളോട്ട് പിന്നെ ഫില്ല് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എനിക്ക് ഫില്ല് ചെയ്യണമെന്നെങ്കിൽ വാട്ടർ ടാങ്കിൽ നിന്ന് വെള്ളം പുറത്തേക്ക് എടുക്കണം. അപ്പൊ ഞാൻ ഇപ്പൊ എന്റെ ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ടാങ്ക് പോലെ തന്നെയാണ്. അപ്പൊ ഞാൻ ഈ പകൽ ഈ വാട്ടർ ടാങ്കിനെ ഫില്ല് ചെയ്യുന്നു, രാത്രി തിരിച്ചതിനെ ഡിസ്ചാർജ് ചെയ്യുന്നു. അപ്പം 1 കിലോവാട്ട് സോളാർ വെച്ച് കഴിഞ്ഞാൽ 4 യൂണിറ്റ് ജനറേറ്റ് ചെയ്യും. എനിക്ക് പകൽ ഉപയോഗം ഇല്ലെങ്കിൽ 4 യൂണിറ്റ് ഞാൻ ബാറ്ററി സ്റ്റോർ ചെയ്യണം. പീക്ക് സമയങ്ങളൊക്കെ 4-ന് കൂടുതലും വരാം. അപ്പൊ ഞാൻ 4 യൂണിറ്റ് സ്റ്റോർ ചെയ്ത് വൈകിട്ട് 4 യൂണിറ്റിന് തിരിച്ചെടുക്കാന്ന് പറഞ്ഞാൽ ബാറ്ററി ഫുൾ ഡിസ്ചാർജ് ചെയ്യണം. ഞാൻ ബാറ്ററി എല്ലാ ദിവസവും ഫുൾ ഡിസ്ചാർജ് കഴിഞ്ഞാൽ ബാറ്ററിയുടെ ലൈഫ് തീരെ കുറഞ്ഞു പോകും. അപ്പം ബാറ്ററിക്ക് പ്രത്യേകിച്ച് നമ്മുടെ ലെഡ് ആസിഡ് ബാറ്ററിക്ക് ലൈഫ് കിട്ടണമെന്നുണ്ടെങ്കിൽ ബാറ്ററിയുടെ ചാർജിങ്ങിന് ഡിസ്ചാർജിങ് ഒരു 50% സ്റ്റോപ്പ് ചെയ്യണം. അതാണ് DOD എന്ന് പറയുന്നത്, ഡെപ്ത് ഓഫ് ഡിസ്ചാർജ്. അപ്പൊ 50% ഞാൻ സ്റ്റോപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി 50% വേണം ഞാൻ എല്ലാ ദിവസവും ചാർജും ഡിസ്ചാർജും ചെയ്യാൻ. എന്ന് പറഞ്ഞാൽ എന്റെ വാട്ടർ ടാങ്കിന്റെ പകുതി ഞാൻ റിസർവ് ആയിട്ട് കീപ്പ് ചെയ്യുകയും ആ ടോപ്പ് 50% ഞാൻ എല്ലാ ദിവസവും ഫില്ല് ചെയ്യുകയും തിരിച്ച് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ 4 യൂണിറ്റ് ബാറ്ററി, 4 യൂണിറ്റ് സോളാർ എനർജി സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഞാൻ ഓൾമോസ്റ്റ് 8 യൂണിറ്റ് ബാറ്ററി ഉപയോഗിക്കണം. 8-ന് പകരം ഞാൻ ഉപയോഗിക്കുന്ന 7.2 യൂണിറ്റ് ആണ്. അതാണ് 4 150Ah ബാറ്ററിയുടെ കണക്ക്. 48 വോൾട്ട് ഇൻറ്റു 150Ah എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7200 VAH. AH ഇൻറ്റു വോൾട്ടേജ് ഇസ് VAH. VAH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V ഇൻറ്റു A ഈക്വൽ ടു വാട്ട്, വാട്ട് ഇൻറ്റു അവർ ഈക്വൽ ടു വാട്ട് അവർ. 7200 വാട്ട് അവർ എന്ന് പറഞ്ഞാൽ 7.2 കിലോ വാട്ട് അവർ, 7.2 യൂണിറ്റ്. ഒരു ബാറ്ററിയുടെ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എനർജി തന്നെ പറയാം, യൂണിറ്റ് ആയിട്ട് പറയാം. ഞാൻ 7.2 കിലോ വാട്ട് അവർ ബാറ്ററി ഉപയോഗിക്കുന്നതാണ് കറക്റ്റ്, പ്രൊവൈഡഡ് എനിക്ക് പകൽ ഉപയോഗം ഇല്ലെങ്കിൽ. പകൽ ഉപയോഗം ഉണ്ടെങ്കിൽ അതിന്റെ ബാക്കി ഞാൻ സ്റ്റോർ ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ ഞാനൊരു ഓഫീസാണെന്ന് വെച്ചു, ഓഫീസാണ് എനിക്ക് പകലാണ് ഉപയോഗം, രാത്രി ഉപയോഗം തീരെ കുറവാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം? എനിക്ക് രാവിലെയും വൈകിട്ടും പിന്നെ മഴക്കാലത്താണെങ്കിൽ ഇങ്ങനെ ക്ലൗഡ് വരുന്ന സമയത്തൊക്കെ ബാറ്ററി അതിൻ്റെ അകത്ത് ഡിസ്ചാർജ് ചെയ്താൽ മതി. അപ്പൊ ഞാൻ ബാറ്ററി പകുതി മതി എനിക്ക്, അതായത് 2 150Ah ബാറ്ററി ഉപയോഗിച്ചാൽ മതി. 24 വോൾട്ടിന്റെ 2 150Ah, 24 വോൾട്ടിന്റെ ഇൻവെർട്ടർ ആയാലും മതി എനിക്ക്. അല്ലെങ്കിൽ എനിക്ക് 4 75Ah ബാറ്ററി ഉപയോഗിച്ചാൽ മതി. അതാണ് വ്യത്യാസം. അപ്പൊ ഞാൻ 10 കിലോ വാട്ട് ഓഫ് ഗ്രിഡ് ഉപയോഗിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 × 4 40 150Ah ബാറ്ററി ഉപയോഗിക്കാം. അതായത് ഇക്വലന്റ് ആയിട്ട്, അതായത് എനിക്ക് AH കൂട്ടിയിട്ട് വോൾട്ടേജ് കുറയ്ക്കാം. പലപ്പോഴും നമ്മുടെ ആൾക്കാർ അത് ഉപയോഗിക്കാറില്ല, സാധാരണ ഇൻവെർട്ടറുകൾ കൊണ്ടുവെക്കും. അപ്പം നമുക്ക് സോളാർ അങ്ങോട്ടും ഇങ്ങോട്ടും, ഉദാഹരണത്തിന് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഒരു വീട്ടിലെ 4 150Ah വരും 2 150Ah ഉള്ളതെന്ന് വെച്ചു, എന്ത് പറ്റും? ഉച്ചയാകുമ്പോഴേ സോളാർ ബാറ്ററി ഫുൾ ചാർജ് ആയി, പിന്നെ അവിടെ എനർജി ഇങ്ങോട്ട് വരത്തില്ല. അപ്പൊ എനിക്ക് ആ സോളാറിന്റെ ഫുൾ യൂട്ടിലൈസേഷൻ അല്ല, വേസ്റ്റ് ആണ്. അതല്ല, ഞാൻ ഫുൾ ഡിസ്ചാർജ് ചെയ്യുക, ഫുൾ ഡിസ്ചാർജ് കഴിഞ്ഞാൽ 2 ബാറ്ററി മതി. അപ്പൊ ഞാൻ എല്ലാ ദിവസവും രാത്രി ബാറ്ററി ഫുൾ ഡിസ്ചാർജ് ചെയ്യും. അപ്പോൾ ഒരു 2 വർഷം 3 വർഷം മുതൽ എൻ്റെ ബാറ്ററി ഓടത്തില്ല. ഇതാണ് വ്യത്യാസം. ലിത്യം ബാറ്ററി ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്ക് 50% DODക്ക് വരെ 80% DOD വരെ സേഫ് ആയിട്ട് പോകാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബാറ്ററി 80% വരെ ഡിസ്ചാർജ് ചെയ്യാൻ ലൈഫ് അഫക്റ്റഡ് അല്ലാതെ. പക്ഷെ അപ്പം അതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ റിസർവ് 20% ഉള്ളൂ. വാട്ടർ ടാങ്കിന്റെ 80% ഞാൻ പുറത്തേക്ക് എടുത്തു, ആ 80% ഞാൻ വീണ്ടും ഫില്ല് ചെയ്യുന്നു. പക്ഷെ റിസർവ് വാട്ടർ ടാങ്കിന് താഴെ 20% ഉള്ളൂ. മഴക്കാലത്തൊക്കെ 20% കുറവാണ് എനിക്ക്. അപ്പം അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഐ തിങ്ക് ഞാൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമെന്ന് തോന്നുന്നു. ക്ലിയർ സർ, ക്ലിയർ, താങ്ക് യു. Any other question? ഹലോ. Yeah. നമ്മുടെ ഈ ഹൈബ്രിഡ് ഇൻവെർട്ടേഴ്സ് ഒരു കാലത്ത് KSEB അനുവദിച്ചിരുന്നില്ല, പിന്നെ അതിനുശേഷം അനുവദിച്ചിരുന്നു. എന്തായിരുന്നു അത് മുമ്പ് അനുവദിക്കാതിരുന്നതും പിന്നെ അത് എങ്ങനെയാണ് അവർ റിവേഴ്സ് ചെയ്തതും? അതിന്റെ എപ്പോഴും ഒരു പുതിയ സംഭവം വരുമ്പോഴത്തേക്ക് അവർക്ക് ഒത്തിരി അപ്രിഹെൻഷൻ ആണല്ലോ. ഒന്നാമത് KSEB ആദ്യം തന്നെ റിലീസ് ചെയ്ത ഒരു സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ഗ്രിഡും ഓഫ് ഗ്രിഡും കൂടെ കോമ്പിനേഷൻ വെച്ചിട്ട് അവർ സ്കീമൊക്കെ കൊടുത്തു. പ്രാക്ടിക്കലി അത് പോസിബിൾ ആയിരുന്നില്ല. അപ്പൊ ഞങ്ങൾ ഫ്രാങ്ക് ഞങ്ങൾ ക്രിവയുടെ ലെവലിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ KSEB ആയിട്ടേക്ക് അവരെ കൺവിൻസ് ചെയ്യുകയും ചെയ്തിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഈ സമയത്തും ഏകദേശം ഈ സമയം മുതൽ ഈ പറഞ്ഞ സംഭവം അവർ അംഗീകരിക്കുകയും അവർ ചെയ്യാൻ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പലയിടത്തും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഹൈബ്രിഡ് കണക്ട് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഹൈബ്രിഡിൽ നമ്മുടെ ഒരു ബുദ്ധിമുട്ട് കാണുന്ന ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമുക്ക് ഓഫ് ഗ്രിഡ് പോലെ അത് ചെയ്യുന്ന കമ്പനികളുടെ എണ്ണം വളരെ കുറവാണ്. ഒന്നാമത് നമ്മുടെ ലോക്കലായിട്ട് പല കമ്പനികളും ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഇമ്പോർട്ടഡ് മോഡലിന്റെ അതേ ക്വാളിറ്റി ലെവലിലേക്ക്
എത്താറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെർഫെക്റ്റ്ലി എത്തില്ല. പക്ഷെ നമ്മൾ അത് തന്നെയിലേക്ക് പോകണം. ബിക്കോസ് നമ്മൾ നമ്മുടെ രാജ്യത്തെ പ്രൊഡക്റ്റ് പിന്നെ കഴിയുന്നത്ര ഉപയോഗിക്കുക, നമ്മുടെ ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുക മസ്റ്റാണ്. അതായത് കാണുന്ന ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാർമോണിക്സ് ഇഞ്ചക്ഷൻ നമ്മൾ ഓൺ ഗ്രിഡ് കാണുന്നത് പോലെ ബെറ്റർ ആയിട്ട് കിട്ടാറില്ല ഈ പറഞ്ഞ ഹൈബ്രിഡിൽ. അതൊരു ഇഷ്യൂ ആണ്. പക്ഷെ അത് ഇപ്പോൾ ഒരു സീരീസ് ആയിട്ട് അത്ര ആയിട്ട് വരാറില്ല. അതർവൈസ് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. പക്ഷെ നമുക്ക് ഈ ഹൈബ്രിഡ് ഓൺ ഗ്രിഡ് പോലെ 20, 30, 50, 100 ഒക്കെ ഈസി ആയിട്ട് കിട്ടാൻ മാർക്കറ്റിലില്ല. ഹൈബ്രിഡ് ചെയ്യുന്ന 2 കമ്പനികൾ, ഇമ്പോർട്ടഡ് കമ്പനികളൊക്കെ ചെയ്യുന്നത് 3 kV അതിന്റെ മൾട്ടിപ്പിൾസും ആണ്. പ്രൈസ് ഈസ് വെരി ഹെവി. പിന്നെ നമ്മൾ ലോക്കലായിട്ട് ചില കമ്പനികൾ ചെയ്യുന്നതൊക്കെ കുറച്ച് മാർജിനൽ പ്രൈസ് കിട്ടുന്നുണ്ട്. പക്ഷെ അത് അത്രയും മറ്റേ ഇമ്പോർട്ടഡ് മോഡലിന്റെ അത്രയും ഒരു ടെക്നോളജി ലെവലിലോട്ട് എത്തിയിട്ടില്ല. നമുക്കറിയാമല്ലോ, പുതിയ പ്രൊഡക്റ്റ് ഇറങ്ങുമ്പോഴത്തേക്കും അത് മാർക്കറ്റ് സ്റ്റെബിലൈസേഷൻ എടുക്കാൻ ഒരു ടൈം ഉണ്ടല്ലോ. ആ ടൈം ഉണ്ട്. അതർവൈസ് ഇറ്റ് ഈസ് KCB ലെവലിൽ നിന്ന് ഇറ്റ് ഈസ് അപ്രൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. എവിടെയെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ടേക്ക് ചെയ്യാൻ ചെയ്ത് കിട്ടുന്നുണ്ട്. എല്ലാ ടെസ്റ്റ് റിപ്പോർട്ടുകളെല്ലാം വേണം. മറ്റേ ഓൺ ഗ്രിഡിനെ പോലെ ആന്റി ഐലൻഡിങ് ഉൾപ്പെടെ എല്ലാ ടെസ്റ്റ് റിപ്പോർട്ടുകളും വേണം. നെറ്റ് മീറ്ററിങ് ആകണം. അവരുടെ KCBയുടെ ടെസ്റ്റിങ് ഓഫ് ഗ്രിഡ് വെക്കുന്ന പോലെയല്ല, നെറ്റിന് ടെസ്റ്റിംഗ് എല്ലാവരും അതുപോലെ വന്ന് ചെയ്യും. അതായത് നമ്മുടെ DC ഇഞ്ചക്ഷനും ഹാർമോണിക്സും ഫ്ലിക്കറിങ്ങും ആന്റി ഐലൻഡിങ് എല്ലാം വന്ന് ടെസ്റ്റ് ചെയ്യും. പാസ്സായ കണക്ട് ചെയ്യാൻ അനുവദിക്കും. കുഴപ്പങ്ങളൊന്നുമില്ല. PQ ടെസ്റ്റിന്റെ അതിനകത്ത് എങ്ങനെയാ പവർ ക്വാളിറ്റി പ്രശ്നം ഉണ്ടെങ്കിൽ എങ്ങനെയാ അത് റിസോൾവ് ചെയ്യാം? അതാ ഇൻവെർട്ടർ മാനുഫാക്ചറൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കായിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ. പിന്നെ ഇതിന്റെ കോസ്റ്റ് എങ്ങനെയാണ് ജനറലി? കോസ്റ്റ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ അതിനകത്ത് ഇൻവെർട്ടർ മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കിയെല്ലാം സെയിം അല്ലേ. ബാക്കി നമ്മള് ഇൻവെർട്ടറിന്റെ പ്രൈസ് എന്ന് ഞാൻ പറഞ്ഞ ഇപ്പൊ ഒരു ഇമ്പോർട്ടഡ് ആയിട്ടുള്ള 1-2 മോഡലുണ്ട് ഇപ്പൊ ഇന്ത്യക്ക് പുറത്തുനിന്ന് വരുന്നത്. അതായത് ഇറ്റ് ഈസ് ഐദർ ഡൺ ഇൻ US അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡ്. അവിടെയൊക്കെ ചെയ്തു തരുന്ന സാധനങ്ങളൊന്നും പ്രൈസ് എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 3 to 4 times ഉണ്ട് ഈ പറഞ്ഞ 3 kVയുടെ ഒക്കെ റേഞ്ച്. അത് കാരണമാണ് നമ്മൾ അത്ര അത് പ്രായോഗികമായിട്ട് അധികം മാർക്കറ്റ് വരാത്തത്. അത് കുറയും. ഇപ്പം അറിയാമല്ലോ, ഏത് പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ആദ്യം ഇറങ്ങുമ്പം ലാൻഡഡ് കോസ്റ്റ് കൂടുതലായിരിക്കുമല്ലോ. അതിങ്ങനെ മാസീവ് യൂസ് ആവും. നമ്മളിപ്പോൾ കാര്യമായിട്ട് ഇവിടെ ആൾക്കാർ മാനുഫാക്ചർ ചെയ്തൊരു മാസീവ് യൂസ് ആകുമ്പോഴത്തേക്ക് കേൾക്കാം. ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം, ഫ്യൂച്ചർ ഓഫ് ദ സോളാർ ഈസ് വിത്ത് സ്റ്റോറേജ് ഉള്ളി, അല്ലാതെ നിലനിൽക്കാൻ പറ്റത്തില്ല. അതിനിയും വരാൻ പോകുന്നത് നമ്മുടെ ഇപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞങ്ങൾ EV ചാർജിങ് സ്റ്റേഷൻ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. EV ചാർജിങ് സ്റ്റേഷന്റെ ഡെൽറ്റയുടെ ഡീലറാണ്. അപ്പൊ ഈ EV ചാർജിങ് സ്റ്റേഷനിലെ ഇപ്പം സിംഗിൾ ഡയറക്ഷനാണ്. അതായത് നമുക്ക് പിന്നെ ഒരു ഡയറക്ഷനിലെ വർക്ക് ചെയ്തുള്ള യൂണി ഡയറക്ഷണൽ ചാർജിങ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഓൾറെഡി പിന്നെ ഫോറിൻ രാജ്യങ്ങൾ, ഓസ്ട്രേലിയ പോലെ രാജ്യങ്ങളിലൊക്കെ ബൈ ഡയറക്ഷണലായിട്ട് ഞാൻ മുമ്പേ കാണിച്ച PCS പോലെ ബൈ ഡയറക്ഷണലായിട്ട് അവൈലബിൾ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാറുകളിലൊക്കെ 30 യൂണിറ്റും 40 യൂണിറ്റും ബാറ്ററി ഇരിക്കുകയാണ് അല്ലെ. പ്രത്യേകിച്ച് നമ്മുടെ പ്രൈവറ്റ് യൂട്ടിലിറ്റിയിലെ പ്രൈവറ്റ് കാറുകളിലൊക്കെ അറിയാമല്ലോ, അതിന്റെ ഓട്ടം വളരെ കുറവായി. യൂട്ടിലൈസേഷൻ ഓഫ് ദ അസറ്റ് ഈസ് വെരി ലെസ്. ഈ ഇരിക്കുന്ന ബാറ്ററിയൊക്കെ നമുക്ക് പീക്ക് അവേഴ്സ് നേരെ തിരിച്ച് ഗ്രിഡിലേക്ക് കൊണ്ടുപോകാം. അതായത് പകല് ബാറ്ററി ചാർജ് ചെയ്യുന്ന ബാറ്ററിയെ നൈറ്റിൽ നമുക്ക് തിരിച്ചെടുത്ത് ഗ്രിഡിൽ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എനർജി സെല്ല് ചെയ്യാം, സ്വന്തമായിട്ട് ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഇൻവേർട്ടറൊക്കെ ബൈ ഡയറക്ഷനിലാണ്, 2 ഡയറക്ഷനിലും വേണം. അപ്പൊ അതാണ് ഈ ഫ്യൂച്ചർ സംഭവിക്കാൻ പോകുന്നത്. നമ്മുടെ EV ചാർജേഴ്സ് ഒക്കെ ആ ലെവലിലോട്ട് വരും. ഇറ്റ് വിൽ ബി സ്മാർട്ട് EV ചാർജിങ്. സ്മാർട്ട് EV ചാർജിങ് ഈ കൺസെപ്റ്റ് മാത്രമല്ല, TOD ബില്ലിങ്ങും പലതും ഉണ്ടാവും. ബട്ട് വൺ ഓഫ് ദി ഫ്യൂച്ചർ വിൽ ബി ദാറ്റ്. അധികം വിദൂരം അല്ലാതെ. ഒരു ക്വസ്റ്റ്യൻ കൂടെ. ഈ ഇതിനകത്ത് 2 ഓപ്ഷൻ ഉണ്ടോ? ബാറ്ററി സോഴ്സ് കൊടുക്കുന്നത് ലിത്തിയം അയോൺ കെമിസ്ട്രിയും. ബാറ്ററിയെ സംബന്ധിച്ചിടത്തോളം ചാർജർ നോക്കുന്നത് ഇതിന്റെ വോൾട്ടേജും കറണ്ടും ആണ്. ലിത്യം ബാറ്ററിക്ക് എന്താ പ്രത്യേകത? ലിത്യം ബാറ്ററിക്ക് നിങ്ങൾക്ക് പിന്നെ 100 H ബാറ്ററി ആണെങ്കിൽ 100 ആംപിയർ വരെ ഡിസ്ചാർജ് ചെയ്യാം. ലെഡ് ആസിഡ് ബാറ്ററി ആണെങ്കിൽ 100 H ബാറ്ററിയുടെ സേഫ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ C10, C20 എന്ന് പറയുമ്പോൾ ആ ഡിസ്ചാർജ് കറണ്ടിന്റെ വ്യത്യാസമുണ്ട്. അതായത് എഫിഷ്യൻസി വളരെ പൂർ ആയിരിക്കും. 100 H ബാറ്ററി നിങ്ങൾ 100 ആംപിയർ ഡിസ്ചാർജ് ചെയ്യുക, ലിത്യത്തിൽ ഡിസ്ചാർജ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, AH എന്ന് പറഞ്ഞാൽ A/H ആണ്. അത്രയും നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഒരു C10 ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 A/10H എന്നാണ്. 10 ആംപിയർ 10 മണിക്കൂർ ആകുമ്പോഴാണ് 100% എഫിഷ്യൻസി കിട്ടുന്നത്. ഇനി ഞാൻ 1 മണിക്കൂർ ബാറ്ററി ഫുൾ എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ 50 ആംപിയർ കിട്ടുള്ളൂ. അതായത് 50% എഫിഷ്യൻസി എനിക്ക് കിട്ടത്തുള്ളൂ. 50 A/1H കിട്ടുള്ളൂ. വേറെ ആ ലിത്യം ബാറ്ററിയിലേക്ക് എനിക്ക് ഉപയോഗിക്കുമ്പോഴത്തേക്ക് 1 അവറിന് ഉപയോഗിച്ചാൽ എനിക്ക് അറൗണ്ട് 85 ആംപിയറോളം കിട്ടും. എഫിഷ്യൻസി ഈസ് വെരി ഹൈ. അതാണ് വ്യത്യാസം, രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഡിസ്ചാർജിങ്. ഇനി ചാർജ് നോക്കുമ്പോഴും നമുക്ക് സാധാരണ ലെഡ് ആസിഡ് ബാറ്ററിക്ക് അറിയാമല്ലോ, പിന്നെ 2 വോൾട്ടിന്റെ സെല്ലുകൾ സീരീസ് ചെയ്ത് 12 വോൾട്ട്, 14.5 വോൾട്ട് നോർമൽ ചാർജ് ചെയ്യാം, 16 വോൾട്ട് എക്സ്റ്റൻഡഡ് ബൂസ്റ്റ് ചാർജ് ചെയ്യാം.
സിമിലർലി നമുക്ക് ലിത്യം ബാറ്ററിക്ക് വേറൊരു ടൈപ്പ് ഓഫ് ചാർജിങ് ആണ്. അതായത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം LFP ബാറ്ററി ഉണ്ട്, ലിത്യം അയൺ ബാറ്ററി ഉണ്ട്. ലിത്യം അയൺ ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോക്സിമറ്റ്ലി 3.75 വോൾട്ട് ആണ്. LFP ബാറ്ററി ആണ് 3.2 വോൾട്ട് ആണ്. അതിന്റെ ചാർജിങ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആണ്. അപ്പൊ ആ ചാർജിങ് വോൾട്ടേജിനനുസരിച്ചിട്ട് നമ്മൾ വോൾട്ടേജ് സെറ്റ് ചെയ്യണം. അതുപോലെ താഴോട്ട് വരുന്നത് നമുക്ക് ഈ ഒരു ലിത്യം അയൺ ബാറ്ററി, ലെഡ് ആസിഡ് ബാറ്ററിക്ക് നമ്മൾ സാധാ ഇൻവെർട്ടറിൽ 10 വോൾട്ട് വെക്കാമെങ്കിലും സോളാറിൽ ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും 10 വോൾട്ട് വരാൻ പാടില്ല. അത് ഇറ്റ് ഷുഡ് ബി നോർമലി 11.5 വോൾട്ടേജ് ചേഞ്ച് ഓവറും 11.2 വോൾട്ടേജ് കട്ട് ഓഫ് ആണ് നോർമലി നമ്മുടെ ഒരു ആപ്ലിക്കേഷനിൽ. ലോഡ് ഡിപ്പെൻഡന്റ് ആണ് ആ വോൾട്ടേജ്. അപ്പൊ ഈ വോൾട്ടേജ് സെറ്റിംഗ് പക്ഷേ ലിത്യം അയൺ അത്രയും വോൾട്ടേജിലും താഴോട്ട് വരത്തില്ല. അതായത് ലിത്യം അയണിന്റെ സീരീസ് റെസിസ്റ്റൻസ് വളരെ കുറവാണ് കമ്പയർഡ് ടു ലെഡ് ആസിഡ്. ഈ സെറ്റിംഗ്, വോൾട്ടേജ് സെറ്റിംഗ്, ചാർജും ഡിസ്ചാർജും ലോക്കട്ടും ചേഞ്ച് ഓവറിനും ഒക്കെ ഡിഫറെന്റ് ആണ് ലിത്യം അയണിലും LFPയിലും ലെഡ് ആസിഡിലും. അത് കറസ്പോണ്ടിങ് ആയിട്ട് സെറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യേണ്ടത് നമ്മൾ. അല്ലാതെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഈ ഒരേ ചാർജർ യു ക്യാൻ യൂസ് ഫോർ ബോത്ത്. പക്ഷേ ഒരു ബാറ്ററി മാറ്റി വേറെ ബാറ്ററി നേരെ കുത്താൻ പറ്റത്തില്ല. സെറ്റിംഗ് കറക്റ്റ് ചെയ്യണം എല്ലാ സെറ്റിംഗും. യൂസർ ചെയ്യണ്ടേ? യൂസർ അത്ര സോഫിസ്റ്റിക്കേറ്റഡ് അല്ലെങ്കിൽ കേട്ടില്ല. സെറ്റിംഗ് മുഴുവൻ യൂസർ ചെയ്യാനുള്ള സോഫിസ്റ്റിക്കേഷൻ ഇല്ലെങ്കിൽ യൂസർ ചെയ്യാനായിട്ട് ചില സമയങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാകാം. പ്രത്യേകിച്ച് ചില ഇൻവെർട്ടറിലൊക്കെ നമുക്ക് ഡിസ്പ്ലേ വഴി സെറ്റ് ചെയ്യാനായിട്ട് ആയിരിക്കത്തില്ല. നമ്മൾ എക്സ്റ്റേണലി സ്വിച്ച് കുത്തി സെറ്റ് ചെയ്യേണ്ടതൊക്കെ ആണെങ്കിൽ, എസ്പെഷ്യലി നമ്മളൊരു സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യാൻ പറ്റാവുന്ന വെച്ചാൽ നമ്മളൊരു ഓർഡർ കൊടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ബാറ്ററി സ്പെസിഫിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ മാനുഫാക്ചർ സെറ്റ് ചെയ്ത് തരും. ഓക്കെ, താങ്ക് യു. Okay, so വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ can we close? ചോദ്യങ്ങൾ വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. സാർ, ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. എൻ്റെ പേര് ജോർജ് എന്നാണ്. ഞാൻ ഇപ്പോൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇൻവെർട്ടർ വിത്ത് ബാറ്ററിയാണ്, ലെഡ് ആസിഡ് ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. അതിനെ നമുക്ക് ഹൈബ്രിഡ് ആക്കി കൺവേർട്ട് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അത് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. എക്സിസ്റ്റിംഗ് ഇൻവെർട്ടറിന്റെ അകത്ത് ഹൈബ്രിഡ് ഇൻവെർട്ടറിന്റെ ടെക്നോളജിയും അതിൻ്റെതായ, അതായത് ബേസിക്കലി അതിന്റെ DSP പ്രോഗ്രാം ഇസ് ഡിഫറെന്റ് ഫ്രം നോർമൽ ഇൻവെർട്ടർ. ഈ ആൾക്കാർ ഈ മാർക്കറ്റിലെ ഹൈബ്രിഡ് എന്നും പറഞ്ഞൊരു റോങ് നോഷൻ ഉണ്ട്. അതായത് മെയിൻസ് കൊടുക്കാം, സോളാറും രണ്ടും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഹൈബ്രിഡ് എന്ന് ആൾക്കാർ പറയാറുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്കൊരു 50% സെറ്റ് ചെയ്ത് വെച്ചിട്ട് 50% വരെ ബാറ്ററി ഡിസ്ചാർജ് കഴിഞ്ഞാൽ മെയിൻസിലോട്ട് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ഓവർ ചെയ്യും. തിരിച്ച് പിന്നെ മെയിൻസിൽ നിന്ന് ഓടും. പിന്നെ മെയിൻസ് വീണ്ടും പോവുകയാണെങ്കിൽ ഇൻവെർട്ടറിൽ വീണ്ടും റിസർവ് എടുത്ത് ഉപയോഗിക്കും. പിറ്റേ ദിവസം തിരിച്ച് സോളാർ അപ്പ് ആകുമ്പോഴത്തേക്ക് തിരിച്ചു വരും. ഇങ്ങനെയുള്ളതിനെ ചിലർ ഹൈബ്രിഡ് എന്ന് പറയാറുണ്ട്. അതല്ല ഹൈബ്രിഡ്. ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും, എനർജി നമ്മൾ ഗ്രിഡിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഹൈബ്രിഡ്. അതിന്റെ ടെക്നോളജി ഇസ് ഡിഫറെന്റ്, അതിന്റെ പ്രോഗ്രാമിംഗ് ഇസ് ഡിഫറെന്റ്. ഒന്നൊന്നായിട്ട് മാറ്റി ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഹൈബ്രിഡിനെ ഓഫ് ഗ്രിഡ് ആയിട്ട് ഉപയോഗിക്കാം, ഓഫ് ഗ്രിഡിനെ ഹൈബ്രിഡ് ആയിട്ട് നേരെ എടുക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഈ നാട്ടിൽ ഒരു iCube എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ പബ്ലിഷ് ചെയ്തിരുന്നു. അവരൊരു സ്വിച്ചിങ് യൂണിറ്റ് ആണ് അത്. അപ്പൊ അത് ഹൈബ്രിഡ് ആയിട്ട് ബന്ധപ്പെട്ടതാണോ, അത് സംതിങ്? എനിക്ക് അറിയില്ല, അങ്ങനെയുള്ള പ്രൊഡക്റ്റിനെ പറ്റി എനിക്കറിയത്തില്ല. എനിക്ക് ടെക്നിക്കലി അയക്കാനുണ്ടോ പല പ്രൊഡക്റ്റും മാർക്കറ്റിൽ പല പേരിലും പല ഫീച്ചേഴ്സും പറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ ഓരോന്ന് സെപ്പറേറ്റ് എടുത്ത് അനലൈസ് ചെയ്യാലേ അതുണ്ടോ ഇല്ലെന്ന് അറിയത്തുള്ളൂ. അതാ പറഞ്ഞു, ഒരു ഹൈബ്രിഡ് ഇൻവെർട്ടർ വരുന്നതിന് നമുക്ക് ഓൺ ഗ്രിഡ് ആയിട്ടോ ഓഫ് ഗ്രിഡ് ആയിട്ടോ ഉപയോഗിക്കാം, നോ പ്രോബ്ലം. ബിക്കോസ് അതിന് എല്ലാ ഫീച്ചറും ഉള്ളതായിരിക്കാം. പക്ഷെ ഒരു ഓഫ് ഗ്രിഡ് ഇൻവെർട്ടറിനെ നമുക്ക് മറ്റു രണ്ട് ടൈപ്പിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഈ വീട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന ഇൻവെർട്ടറിന് ഒരു ഓഫ് ഗ്രിഡ് ഇൻവെർട്ടർ ആണ്. അതിന്റെ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓഫ് ഗ്രിഡ് മാത്രം വർക്ക് ചെയ്യാനുള്ള പ്രോഗ്രാമിംഗ്. അതെ. ഓക്കെ, താങ്ക് യു. ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഏകദേശം ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ചോദിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ ഈ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻവെർട്ടേഴ്സിന്റെ ഒരു എസ്റ്റിമേഷൻ ഉണ്ടോ? എത്ര ലക്ഷം ഇൻവെർട്ടേഴ്സ് ഉണ്ടെന്ന്? ഇപ്പോ ഈ ഹൈബ്രിഡ് ഒക്കെ ഇപ്പൊ ഒന്നല്ലേ ഉള്ളൂ. ട്രഡീഷണൽ ഇൻവെർട്ടേഴ്സ് എത്ര എണ്ണം ഉണ്ടെന്ന്? ട്രഡീഷണൽ ഇൻവെർട്ടറിനെ പറ്റി എക്സാക്ട് നമ്പർ പറയാൻ പറ്റത്തില്ല. ബട്ട് സ്റ്റിൽ കഴിഞ്ഞ കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കണക്ക് പറയുന്നത് 25 ലക്ഷം ഇൻവെർട്ടർ ഉണ്ടെന്നാണ്. പക്ഷെ എന്റെ ഒരു കണക്ക് 25 ലക്ഷം ഒന്നും അല്ല. ഓൾമോസ്റ്റ് നമ്മുടെ കൺസ്യൂമർ നമ്പറാണ്. നിങ്ങൾക്കറിയാം കേരളത്തിൽ ഇലക്ട്രിസിറ്റി കൺസ്യൂമർ ഉണ്ടെന്ന് അറിയാവോ? ഓൾമോസ്റ്റ് 1,20 ലക്ഷം ഇലക്ട്രിസിറ്റി കൺസ്യൂമർ ഉണ്ട് കേരളത്തിൽ. നമുക്കറിയാം ഇൻവെർട്ടർ ഇല്ലാത്ത വീടുകൾ, ഈവൻ നമ്മുടെ ഏറ്റവും ലോവസ്റ്റ് സ്ലാബിൽ പോകുന്ന 50 യൂണിറ്റും 100 യൂണിറ്റും പോകുന്ന ആൾക്കാരും ഇൻവെർട്ടർ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 75 ലക്ഷം ഇൻവെർട്ടർ കേരളത്തിൽ ഉണ്ടാകാം എന്നാണ് എൻ്റെ ഒരു ഫീൽ. ഒരു നമ്പേഴ്സ് ആരും കൃത്യമായിട്ട് കൗണ്ട് ചെയ്തിട്ടില്ല, കാരണം പലരുടെയും വീട്ടിൽ ഇൻവെർട്ടറുള്ള എൻ്റെ കണക്കില്ലല്ലോ.
ഞാൻ ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ ഇതൊരു അൺറേറ്റഡ് ക്വസ്റ്റൻ ആണ്. ഒരു 50 ലക്ഷം ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അപ്പൊ ഈ 50 ലക്ഷം ഇൻവെർട്ടേഴ്സും എഫിഷ്യന്റ് അല്ലെങ്കിൽ അത് ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് പവർ തീർച്ചയായിട്ടും അത് വലിയൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അത് ആൻസർ ചെയ്യേണ്ടതാണ്. ടു ബി ഫ്രാങ്ക്, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഇൻവെർട്ടറിനെ മെയിൻസിൽ നിന്ന് ചാർജ് ചെയ്യാന്ന് പറഞ്ഞാൽ മെയിൻസിനെ പൊള്യൂട്ട് ചെയ്യാണ്, ഹൈലി പൊള്യൂട്ടിങ് ആണത്. ഇപ്പൊ ഇൻഫാക്ട് KICB എന്നല്ല, നമ്മുടെ ഗവൺമെന്റ് അങ്ങനെ അനുവദിക്കാൻ പാടില്ല. ഇനിയിപ്പോ സോളാറിലായ സ്ഥിതിക്ക് ബാറ്ററീസ്, ഇൻവെർട്ടർ ബാറ്ററീസ് മസ്റ്റ് ബി ചാർജ് ഫ്രം സോളാർ എന്നുള്ള കണ്ടീഷൻ ആക്കണം. അതിലേക്കാണ് ഞാൻ ഈ പോയിന്റ് പറഞ്ഞത്. അത് വളരെ കറക്റ്റ് അല്ലേ? അതിന് വല്ല ശ്രമം ഉണ്ടോ KICBയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും KICBയുടെ ഭാഗത്തുനിന്നല്ല? നമുക്ക് ഈ ഇരിക്കുന്ന ഇൻവെർട്ടറിനെല്ലാം സോളാർ ഇൻവെർട്ടർ കൺവേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സോളാർ പാനലും വെച്ച് നമുക്ക് MPPT ചാർജ് കൺട്രോളറും വെച്ചിട്ട് നമുക്ക് ചേഞ്ച് ഓവർ സെറ്റ് ചെയ്യാം. പക്ഷെ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ഈ ഇൻവെർട്ടർ മെയിൻസ് മോഡിൽ പോകുമ്പോഴത്തേക്ക് മെയിൻസിൽ നിന്ന് കയറി ചാർജ് ആകാം. അപ്പൊ നമുക്ക് ആ മെയിൻസിൽ നിന്നുള്ള ചാർജിങ്ങിനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്ക് ബാറ്ററി ചാർജ് ആയി കിടക്കും, പിന്നെ സോളാർ ഇങ്ങോട്ട് കയറത്തില്ല. ആ ഒരു മൈനസ് പോയിന്റ് ഉണ്ട്. ഞങ്ങളൊക്കെ ചെയ്യുന്ന ഇൻവെർട്ടർ, ഞങ്ങൾ ഓപ്പറേറ്റ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി, ഞങ്ങളൊക്കെ ചെയ്യുന്ന ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെ അകത്തും ഡിഫറൻറ്റ് സെറ്റിംഗ് ആണ്. സോളാറിൽ നിന്നുള്ള സെറ്റിംഗ് ഒന്ന്, മെയിൻസിൽ നിന്നുള്ള സെറ്റിംഗ് ഒന്ന്. മെയിൻസിൽ നിന്നുള്ള സെറ്റിംഗ് നമുക്ക് 0 മുതൽ വാല്യൂ സെറ്റ് ചെയ്യാം. സോ ദാറ്റ് മെയിൻസിലേക്ക് ഒരു ബാറ്ററി ആവശ്യമില്ലാതെ ചാർജ് ചെയ്ത് സോളാറിൽ നിന്നുള്ള ചാർജിങ് അവോയ്ഡ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടാകത്തില്ല. അപ്പൊ അങ്ങനെ ഒരു ഫ്യൂച്ചർ ഇല്ലെങ്കിൽ അതിനകത്തൊരു മൈനസ് പോയിന്റ് ഉണ്ട്. ബട്ട് ഇതൊരു മാർക്കറ്റിൽ ഇപ്പോൾ സ്റ്റാൻഡേർഡ് അവൈലബിൾ ആണ്. യു ക്യാൻ ഗെറ്റ് എൻ MPPT ചാർജ് കൺട്രോളർ വിത്ത് ഈ പറഞ്ഞ മെയിൻസ് കുത്താനുള്ള പ്രൊവിഷനോടുള്ള MPPT ചാർജ് കൺട്രോളർ ഉള്ള പ്രൊവിഷൻ അവൈലബിൾ ആണ്. അത് ചെയ്യുന്ന ഇത്രേ ഉള്ളൂ. അതായത് നിങ്ങൾ ബാറ്ററി ഒരു പർട്ടിക്കുലർ ലെവൽ ചാർജ് ആയി കഴിഞ്ഞാൽ മെയിൻസിനെയും കട്ട് ചെയ്യും. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന ബാറ്ററി സോളാറും ബാറ്ററിയും കൂടെ ഉപയോഗിക്കും. എന്നിട്ടൊരു 50% 40% എവിടെയാണ് നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന ആ സമയത്തേക്ക് തിരിച്ച് മെയിൻസ് വരും. ദാറ്റ്സ് ഓൾ. അതായത് നിങ്ങൾക്ക് ഒരു ലെറ്റസ് നമ്മളൊരു 100 യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരു വീട്ടില് ദർ ഇസ് എ പോസിബിലിറ്റി, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു 20 യൂണിറ്റ് ഒക്കെ ബാറ്ററി ഈ പറഞ്ഞിരിക്കുന്ന സോളാർ ഇൻവെർട്ടറിന്റെ ഒരു നോ ലോഡ് കൺസംഷൻ ആയിട്ട് നഷ്ടപ്പെടുന്നുണ്ടാകാം. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു സോളാർ PVയും ആ കൺവേർഷനും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ലോസ് നമുക്ക് മേക്കപ്പ് ചെയ്യാം. ഒരു 300 വാട്ട് 350 വാട്ടിന്റെ പാനലാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഒരു 10 യൂണിറ്റ്, അതായത് ഒരു ദിവസം 10 യൂണിറ്റ് അല്ല, ഒരു യൂണിറ്റ് ഒരു ദിവസം 30 യൂണിറ്റ് എനർജി നമുക്ക് സേവ് ചെയ്യാം. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. നമുക്കൊക്കെ ഈ പറഞ്ഞ എല്ലാ വീടുകളിലും ഒരു സോളാർ പാനൽ കൺസെപ്റ്റിലോട്ട് പോവുകയാണെങ്കിൽ, ഈവൻ ഏറ്റവും ചെറിയ വീടുകളിലും സോളാർ വെക്കാൻ വലിയ പൈസയൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇതെന്ന് പറഞ്ഞ വലിയ കോസ്റ്റ് വരത്തില്ല. ഒരു പാനലും ഒരു ചാർജ് കൺട്രോളറും മതി ഇരിക്കുന്ന എക്സിസ്റ്റിംഗ് ഇൻവെർട്ടറിനെ കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാവുന്നതാണ്. നമ്മൾ ചെയ്യുകയും വേണം. KICBയുടെ സൈഡിൽ നിന്ന് ഇപ്പം അവർക്ക് KICBക്ക് മാക്സിമം എനർജി പവർ വയ്ക്കുക എന്നുള്ളതാണല്ലോ അവരുടെ ഒരു കൺസെപ്റ്റ്. അപ്പൊ അതിലേക്ക് സോളാറിലേക്ക് ഇപ്പൊ ചെയ്യുമ്പോൾ ഈ ചെറുതിനെ പറ്റി എനിക്ക് തോന്നുന്നില്ല, പ്രത്യേകിച്ച് സ്റ്റോറേജിനെ പറ്റിയൊക്കെ പറഞ്ഞു വരുന്നല്ലാതെ ഒരു കൺസെപ്റ്റിലോട്ട് അല്ലെങ്കിൽ ഇംപ്ലിമെന്റേഷനോട്ട് വന്നിട്ടില്ല. പക്ഷെ അവർക്ക് അറിയാം, അവർ ചെയ്യും. ഈ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ബാറ്ററി സ്റ്റോറേജ് അല്ല മെയിൻ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ, മെയിൻ സ്റ്റോറേജിന് പമ്പ്ഡ് ഹൈഡ്രോ ഒക്കെയാണ്. അതായത് ഈ ഡാമിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന വെള്ളം നഷ്ടപ്പെടാതെ സോളാർ എനർജി ഉപയോഗിച്ച് പമ്പ് ചെയ്ത് തിരിച്ച് ഡാമിൽ കൊണ്ടുവന്നു അതിനെ വീണ്ടും ഉപയോഗിക്കുന്നതാണ് പമ്പ്ഡ് ഹൈഡ്രോ. ഇതൊക്കെ മെഗാവാട്ട് അവർ കിട്ടുന്ന സംഭവങ്ങളാണ്. അതൊക്കെ വരാം. പിന്നെ ഫ്യൂച്ചറിലെ KICBയും ഇപ്പൊ തന്നെ KICBക്ക് പ്രൊജക്റ്റ് ഉണ്ട് 10 മെഗാവാട്ട് വിത്ത് സ്റ്റോറേജ് ടെൻഡർ ഓൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇനി വലിയ ലെവലിൽ വരും. അപ്പൊ അവരും അതിന്റെ ലെവലിലോട്ട് ആലോചിച്ചിട്ടുണ്ട്, വരും. നമുക്കും ആലോചിക്കാം. പ്രത്യേകിച്ച് നിങ്ങൾ ഈ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു ചെറിയ ബിസിനസ് ആണ്. ചെറിയ ബിസിനസ് ഞാൻ പറയുന്നത്, ബിസിനസ് വലിയ ബിസിനസ് ആണ്, ബട്ട് യൂസ്ഫുൾ ഫോർ നമ്മുടെ നൈബേഴ്സിനും ചെറിയ അധികം പൈസ മുടക്കാൻ കപ്പാസിറ്റി ഇല്ലാത്ത വീടുകാർക്ക് ഉപയോഗപ്രദമായ ഒരു സംഭവമാണ് ഈ എക്സിസ്റ്റിംഗ് ഇൻവെർട്ടറിനെ സോളാറായിട്ട് കൺവേർട്ട് ചെയ്യുക. ഈ സാധാരണ ഇൻവെർട്ടർ C20 ബാറ്ററി ആണല്ലോ സാധാരണ വീടുകളിൽ വെക്കാറ്. അത് നമ്മൾ സോളാർ വഴി ചാർജ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ആംബിയർ വ്യത്യാസം വരും എന്നൊക്കെ പറയും. സാധാരണ 5 ആംബിയർ അല്ലേ വരുള്ളൂ, 5-6 ആംബിയർ. അങ്ങനെയല്ല. അതായത് ഈ C10 ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാറ്ററി ഇവിടെ മാനുഫാക്ചറിങ് എല്ലാം സെയിം ആണ്. ഈ C20 ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്ലേറ്റിന് കുറച്ച് തിക്നെസ് കുറവായിരിക്കാം. അതായത് ഒരു 100 AH C10 ബാറ്ററി എന്ന് പറഞ്ഞാൽ 10 ആംബിയർ 10 മണിക്കൂർ ഡിസ്ചാർജ് കഴിഞ്ഞാൽ 100 AH പുറത്തേക്ക് കിട്ടണം. വേറാസ് C20 ബാറ്ററി എന്ന് പറഞ്ഞാൽ 5 ആംബിയർ 20 മണിക്കൂർ ഡിസ്ചാർജ് കഴിഞ്ഞാൽ 100 AH കിട്ടിയാൽ മതി. ഇത് തമ്മിൽ കമ്പയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 AH C10 ബാറ്ററിയും ഒരു C20 ബാറ്ററിയും കമ്പയർ കഴിഞ്ഞാൽ ഈ C20 ബാറ്ററി 10 മണിക്കൂർ എത്ര ആംബിയർ കിട്ടുമെന്ന് നോക്കുക. അത്ര ആംബിയർ AH കിട്ടുമെങ്കിൽ 80 AH കിട്ടുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറ്റേതിന്റെ 80% ഉള്ളൂ. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ കമ്പയർ ചെയ്ത ബാറ്ററി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം C20 ബാറ്ററിയുടെ സൈസ് ചെറുതാണ്, വെയിറ്റ് കുറവാണ്, പ്രൈസ് കുറവാണ്. 2 ബാറ്ററി എവിടെ വേണേലും ഉപയോഗിക്കാം. ഈ ബാറ്ററിയുടെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AHന്റെ 20% വരെ ചാർജ് ചെയ്യാം എന്നാണ് ഈ മാനുഫാക്ചർ ഇപ്പൊ അലോ ചെയ്യുന്നത്. നേരത്തെ പണ്ട് പറ്റില്ലായിരുന്നു കേട്ടോ.
10% മുതൽ 20% വരെ ചാർജിങ് കൊടുക്കാം. 10% താഴെ പോയി ചാർജിങ് കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയും ബാറ്ററിയുടെ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാൻ പറ്റത്തില്ല, നിങ്ങൾ ആവശ്യത്തിന് ചാർജ് ചെയ്യില്ല എന്ന് പറയാം. 20% കൂടി കഴിഞ്ഞാൽ ബാറ്ററിക്കകത്ത് ഡിസ്റ്റിൽഡ് വാട്ടറിന്റെ ലെവൽ പെട്ടെന്ന് കുറയാം. ഇതൊക്കെ ജനറലി ഫോർ C10 ബാറ്ററിക്കാണ്. ബിക്കോസ് C20 ബാറ്ററിക്കകത്ത് അത്രയും കപ്പാസിറ്റി ഉണ്ട്. C20 വരുമ്പോഴത്തേക്ക് അത് കുറച്ചും കൂടെ കുറച്ച് വെക്കുക. ബിക്കോസ് അതിൻ്റെ അകത്തുള്ള മെറ്റീരിയൽ കുറവാണ്. ഇതേ വ്യത്യാസമുള്ളൂ. ടെക്നിക്കലി ബാറ്ററി ഒക്കെ സെയിം ആണ്, മാനുഫാക്ചറിങ് സെയിം ആണ്, മെറ്റീരിയൽ സെയിം ആണ്. ഇതൊരു അപ് ടു സർട്ടൻ പെർസെന്റ് ഐ വിൽ സേ ഇറ്റ് ഇസ് ഓൺലി മാർക്കറ്റിംഗ് ഗിമ്മിക്ക്. നമ്മുടെ കറണ്ട് പോകുമ്പോൾ നമ്മുടെ വീടുകളിലുള്ള കൺസംഷൻ നോക്കുമ്പോൾ ഈവൻ C10 ഇസ് നോട്ട് എനഫ്. അത് കണ്ടമാനം ഡിസ്ചാർജ് വരുന്നുണ്ട്. ഈ C10 ഐഡിയൽ ഡിസ്ചാർജിനേക്കാളും കൂടുതലാണ് അറിയാതെ. അതാണ് ഞാൻ പറഞ്ഞത്. C10 C20 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു കൺസംഷന്റെ വ്യത്യാസത്തിൽ ഇതേ ഉള്ളൂ. 100 C20 ബാറ്ററി ഈസ് ഈക്വൽ ടു 80 C10 ബാറ്ററി. നിങ്ങളെടുത്ത് ബാറ്ററിയുടെ സൈസും വെയിറ്റും ഒക്കെ നോക്കി കഴിഞ്ഞാൽ, മെറ്റീരിയൽ ഒക്കെ നോക്കി കഴിഞ്ഞാൽ അത് മോർ ഓർ ലെസ് സെയിം ആണ്. ഈവൻ ബാറ്ററി മാനുഫാക്ചറുടെ കാർലോ എടുത്തിട്ട് ഈ C20 ബാറ്ററിക്ക് ചില നല്ല കമ്പനിയുടെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബ്രോഷർ കിട്ടും. അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഡിസ്ചാർജ് കർവ് അനലൈസ് കഴിഞ്ഞാൽ ഇതാണ് സംഭവം. 80% ഉള്ളൂ മറ്റേതായിട്ട് കമ്പാരിറ്റീവ്ലി. അതർവൈസ് അതിന് കൺസംഷനും കാര്യങ്ങളൊന്നും വ്യത്യാസമൊന്നുമില്ല. വ്യത്യാസം വരുന്നത് പലപ്പോഴും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ഇൻവെർട്ടറിൽ ഒരിക്കൽ ബാറ്ററി ചാർജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാറ്ററി ഡിസ്കണക്റ്റഡ് ആകണം. ഈ പല ടൈപ്പ് ഓഫ് ചാർജിങ് ഉണ്ട്. അതായത് നമുക്കറിയാമല്ലോ, ഒരു UPSന്റെ അകത്താണ് ബാറ്ററി എപ്പോഴും ഫ്ലോട്ടിംഗ് ആണ്. വേറെ നമ്മുടെ ഇൻവെർട്ടറിന്റെ അകത്താണ് ബാറ്ററി ഫ്ലോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ബാറ്ററി ക്യാൻ ബി ഇൻ സ്റ്റാൻഡ് ബൈ മോഡ്. അതായത് ബാറ്ററി ഒരിക്കൽ ചാർജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാറ്ററി ഡിസ്കണക്ട് ചെയ്യിക്കാം. അതായത് ചാർജർ കട്ടാകാം. ചാർജർ കട്ടാകുമ്പോഴും എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ചാർജറിന്റെ പൾസ് ചെമ്പ കാണിച്ചില്ല. അതായത് ഇറ്റ് ഇസ് എ ബൂസ്റ്ററിനുള്ള പൾസാ കട്ടാകുന്നത്. ബട്ട് സ്റ്റിൽ യുവർ ട്രാൻസ്ഫോമർ ഈസ് ഓൺ. അതായത് ട്രാൻസ്ഫോമർ ഓൺ ആയി നിന്നാൽ മാത്രമേ നമുക്കൊരു നോ ബ്രേക്ക് ചേഞ്ച് ഓവർ കിട്ടത്തുള്ളൂ. അപ്പോൾ ട്രാൻസ്ഫോമറിന്റെ നോ ലോഡ് ലോസ് ഉണ്ടാകാം. ചാർജറിന്റെ നോ ലോഡ് ലോസ് ഉണ്ടാകത്തില്ല, ബട്ട് ട്രാൻസ്ഫോമറിന്റെ നോ ലോഡ് ലോസ് ഉണ്ടാകാം. ഇത് അഗെയിൻ ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ ഡിസൈൻ ഓഫ് ദ ഇൻവെർട്ടർ. അതായത് നമ്മളൊരു ലോ കോസ്റ്റ് ഇൻവെർട്ടർ ചെയ്യുമ്പോഴത്തേക്ക് ലോസ് കൂടുതലായിരിക്കും. അതിന്റെ കോർ ക്വാളിറ്റി മോശമായിരിക്കാം. ഇപ്പോൾ കോർ ക്വാളിറ്റി മോശമായി കഴിഞ്ഞാൽ ഇറ്റ് ടേക്ക് മോർ കറണ്ട്, മോർ പവർ എടുക്കും, ലോസ് കൂടുതലുണ്ടാകാം. പിന്നെ ഇതേപോലെ ഈ ടെക്നോളജി ഡിപ്പെൻഡിങ് അപ്പോൺ ടെക്നോളജി. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ ബാറ്ററി ഡിസ്കണക്ട് ചെയ്തിട്ട് ബാറ്ററി പർട്ടിക്കുലർ ലോഡ് താഴെ പോയി കഴിഞ്ഞാൽ വീണ്ടും ചാർജർ ഓൺ ആയാൽ മതി. ഇപ്പം പല മൈക്കും പല ഡിസൈനും അറിയാമല്ലോ, ഇഷ്ടംപോലെ ഈ മാർക്കറ്റിൽ മൈക്കുകളുണ്ട്. ഈ സെറ്റിങ്ങും എല്ലാം വ്യത്യാസം ഉണ്ടാകാം. അതിനനുസരിച്ചിട്ടുള്ള ഈ പറഞ്ഞ ലോസും കാര്യങ്ങളൊക്കെ മാറും. ഒരു സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ അവർക്ക് ആർക്കും ഇല്ല. ക്വാളിറ്റി എന്ന് ഉദ്ദേശിച്ചത് കോപ്പർ വേഴ്സസ് അലുമിനിയം അല്ലല്ലേ, ഈ കോപ്പർ അലുമിനിയത്തിലൊന്നും കാര്യമൊന്നുമില്ല. ബിക്കോസ് കറണ്ട് ഡെൻസിറ്റി ഓഫ് ദ അലുമിനിയം, കറണ്ട് ഡെൻസിറ്റി ഓഫ് കോപ്പർ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അലുമിനിയത്തിന്റെ കറണ്ട് ഡെൻസിറ്റി കോപ്പറിന്റെ അറൌണ്ട് 65% ഉള്ളൂ. അതായത് അലുമിനിയത്തിന്റെ കണ്ടക്ടർ കോപ്പർ ഉപയോഗിക്കുന്നതിന്റെ 1.5 ഇരട്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ രണ്ടും സെയിം റെസിസ്റ്റൻസും സെയിം ലോസും ആണ്. ഒൺലി തിങ് അലുമിനിയം ട്രാൻസ്ഫോമർ പിന്നെ അല്പം കൂടെ സൈസ് വലുതായിരിക്കും. ബിക്കോസ് അത് അലുമിനിയത്തിന്റെ കണ്ടക്ടർ ഏരിയ കൂടുതലുണ്ട്. അതർവൈസ് ഇറ്റ് ഇസ് വൺ സെയിം. തന്നെയല്ലല്ലോ ഇപ്പം ലോകത്തിൽ നിങ്ങൾ ഏത് കമ്പനി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെ കോപ്പർ ട്രാൻസ്ഫർ ചെയ്യുന്നത്? അൺലെസ് അതർവൈസ് നിങ്ങൾ കോപ്പർ ട്രാൻസ്ഫർ സ്പെസിഫിക്കായിട്ടോ ചോദിച്ചാൽ മാത്രമേ ആൾക്കാർ വലിയ കമ്പനികൾ വരും. ഈവൻ ഇയേഴ്സ് ബിഫോർ ഞാൻ 1986 സ്വിറ്റ്സർലൻഡിലെ ABB ട്രെയിനിങ് പോയപ്പോഴത്തേക്ക് ഐ ഹാവ് ഗോൺ ആൻഡ് സീൻ അവരുടെ ട്രാൻസ്ഫോമർ മാനുഫാക്ചറിങ്. ഇറ്റ് വാസ് ഇൻ അലുമിനിയം. 1986 എത്ര വർഷമായി. ആൻഡ് ബാക്ക് ടു കൾട്രോൺ ഐ വാസ് മാനുഫാക്ചറിങ് അലുമിനിയം ട്രാൻസ്ഫോമർ അപ് ടു 500 kV വരെയൊക്കെ 1990 ഈവൻ ഇഗാടെക്കിൽ വി ആർ ഡൂയിങ് ദി അലുമിനിയം ട്രാൻസ്ഫോമർ റൈറ്റ് ഫ്രം ദി ബിഗിനിങ്. ഇപ്പൊ മിക്ക കമ്പനികളും അതാ ചെയ്യുന്നത്. കോപ്പർ പറയുന്നതല്ല, ചെറിയ ട്രാൻസ്ഫോമറിന് നമുക്ക് ഈ പറഞ്ഞ കണ്ടക്ടർ സോൾഡർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അലുമിനിയത്തിൽ. തീരെ ചെറിയ ട്രാൻസ്ഫോമർ വരുമ്പോഴത്തേക്ക്. അതർവൈസ് കുറച്ച് വലിയ ട്രാൻസ്ഫോമർ സെയിം ലോസും. ആൾക്കാർ വെറുതെ എന്താ പറയുന്നത്, മാർക്കറ്റിൽ അവരുടെ ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ്. അലുമിനിയം ട്രാൻസ്ഫോമർ ആയി കഴിഞ്ഞാൽ കൊള്ളത്തില്ല. നമ്മുടെ ഈ കണ്ടക്ടറെല്ലാം തന്നെ കറണ്ട് പോകുന്ന KC കണ്ടക്ടറുള്ള അലുമിനിയം അല്ലേ, ഇവിടെ എല്ലാവരും കോപ്പർ ഉപയോഗിക്കും. ഈവൻ വലിയ കമ്പനികൾ നിങ്ങൾ ഈ പറയുന്ന ക്രോംപ്ടൺ ഗ്രീവീസ് മുതൽ വലിയ കമ്പനികളിലൊക്കെ നിങ്ങൾ ട്രാൻസ്ഫോമർ ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക് അൺലെസ് അതർവൈസ് കോപ്പർ നിങ്ങൾ സ്പെസിഫി പറഞ്ഞില്ലെങ്കിൽ യു ആർ ഗോയിങ് ടു ഗെറ്റ് അലുമിനിയം ട്രാൻസ്ഫോമർ. ഇറ്റ്സ് നോട്ട് എ മൈനസ് പോയിന്റ്. ഹീറ്റിംഗ് ഈസ് പ്യൂർലി ഡിപെൻഡിങ് അപ്പോൺ ഐ സ്കോർ ആർ ലോസ്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളൊരു രണ്ടിനെയും റെസിസ്റ്റൻസ് സെയിം ആണെങ്കിൽ ലോസ് സെയിം അല്ലേ, ഐ സ്കോർ ആർ സെയിം അല്ലേ. റെസിസ്റ്റൻസ് സെയിം ആക്കാൻ വേണ്ടി ചെയ്യേണ്ടത് ഏരിയ 1.5 ടൈംസ് കൂടുതലാണ് അലുമിനിയത്തിന്. അതായത് നിങ്ങളുടെ ഒരു സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് കോപ്പർ അപ്രോക്സിമേറ്റ്ലി ഒരു ഡേ ടെമ്പറേച്ചർ അറൌണ്ട് 20 milliohm/m/m² ആണെങ്കിൽ അലുമിനിയത്തിന് അത് 30 ഓൾമോസ്റ്റ് 1.5 ടൈംസ്. സോ നിങ്ങൾ ഏരിയ 1.5 ടൈംസ് കൂട്ടി കഴിഞ്ഞാൽ രണ്ടും സെയിം റെസിസ്റ്റൻസ്. അത്രേ ഉള്ളൂ.
സാറേ ഈ സാറ് സംസാരിച്ച കൂട്ടത്തില് UPS ഉപയോഗിക്കുന്ന ബാറ്ററിയുടെ കാര്യം പറഞ്ഞു, അത് ഫ്ലോട്ടിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ഒരു ബാറ്ററി നമുക്ക് സോളാറിൽ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അത് C10 ആണെന്ന് പറഞ്ഞുകൊണ്ട് അത് സോളാറിൽ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. സോളാറിലേക്ക് സോളാർ ട്യൂബുലർ ബാറ്ററി വേണം. ആ സോളാർ ട്യൂബുലർ ബാറ്ററിക്ക് ഈ പകൽ സോളാർ പവർ കിട്ടുന്ന 5 മണിക്കൂർ കൊണ്ട് ബാറ്ററി ഫുൾ ചാർജ് ആകണമെന്നുണ്ടെങ്കിൽ ചാർജിങ് റേറ്റ് കൂടിയിരിക്കണം. അതിന്റെ കാര്യത്തിലാണ് സാറ് ഇപ്പൊ പറഞ്ഞത് 20% ചാർജ് ചെയ്യാവുന്നത്, കപ്പാസിറ്റിയുടെ 20% ആംബിയറിൽ ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞത്. അതേസമയത്ത് ഈ C10 ബാറ്ററി UPS ഉപയോഗിക്കുന്നത് 20% ചാർജ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ സാറേ. അതിന്റെ ഡേറ്റ ഷീറ്റിനകത്ത് എക്സൈഡിന്റെ ഡേറ്റ ഷീറ്റ് ഞാൻ എൻ്റെ ഉണ്ട്, അതിനകത്ത് അങ്ങനെയാണ് കാണുന്നത്. ഒന്ന് ക്ലാരിഫൈ ചെയ്യുന്നത്. അതായത് ഒരു 80s 90s ബാറ്ററിക്ക് ചാർജിങ് കറണ്ട് പറഞ്ഞിരുന്നത് അപ്രോക്സിമേറ്റ്ലി 14% മാക്സിമം ചാർജ്, 7% ബൂസ്റ്റ് ചാർജിങ് ആണ് പറഞ്ഞിരുന്നത്. അപ്പൊ അതിന് താഴെ നമ്മൾ പോയി കഴിഞ്ഞാൽ അപ്പോഴും ആൾക്കാർ ഈ ബാറ്ററി മാനുഫാക്ചർ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ ആ റേഞ്ചിൻ്റെ അകത്ത് ചാർജ് ചെയ്തില്ലെങ്കിൽ വാരണ്ടി തരത്തില്ല എന്നുള്ളത്. പലപ്പോഴും ബാറ്ററിക്ക് ഫോൾട്ട് കാണുമ്പോഴത്തേക്ക് ബാറ്ററി ചെക്ക് ചെയ്തിട്ടൊക്കെ പ്രോപ്പർ ചാർജിങ് കിട്ടിയില്ല, അല്ലെ ഓവർ ചാർജിങ് ആയി എന്നും പറഞ്ഞുള്ള ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ. അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ലേറ്റ് 2010 ആ പീരീഡ് ഒക്കെ ആയപ്പോഴത്തേക്കുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാറ്ററിയുടെ, അതായത് ഈ C10 സോളാർ എന്നും പറഞ്ഞിട്ട്, സോളാർ ബാറ്ററി എന്നും പറഞ്ഞിട്ടോ സോളാർ ട്യൂബുലർ ബാറ്ററി എന്നും പറഞ്ഞ് മാനുഫാക്ചർ ചെയ്യുന്ന 1-2 കമ്പനിയേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് പറയുന്ന പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ PSOC, അതായത് പാർഷ്യൽ സ്റ്റേറ്റ് ഓഫ് ചാർജിങ് എന്നൊരു ഫീച്ചർ ഉണ്ടെന്ന് പറയുന്നത്. അതായത് നമുക്ക് അറിയാമല്ലോ, ബാറ്ററി ഒരു പർട്ടിക്കുലർ ലെവലിൽ താഴെ ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാറ്ററി ചാർജിങ് ബുദ്ധിമുട്ടാണ്. ആ ബാറ്ററി നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് വോൾട്ടേജ് കൊടുത്ത് ചാർജ് ചെയ്യണം. അപ്പം ഈ PSOC ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി വോൾട്ടേജ് ഒരു 8 വോൾട്ട് 7 വോൾട്ട് ആയി കഴിഞ്ഞാൽ വീണ്ടും ചാർജ് ആയിക്കോളും എന്ന് പറഞ്ഞ ഫെസിലിറ്റിയാണ് പറയുന്നത്. പക്ഷെ ഐ ഡോണ്ട് തിങ്ക് അതിനകത്ത് വലിയ കഥയുള്ള കാര്യമില്ല. ഇപ്പം അല്ലാത്ത കമ്പനികളെല്ലാം C10 ബാറ്ററിയാണ് സോളാറിന് തരുന്നത്. സോളാർ ട്യൂബുലർ ബാറ്ററി എന്ന് പറഞ്ഞ് തരുന്നത് C10 ബാറ്ററിയാണ്. അപ്പം മറ്റവർക്കും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ എക്സൈഡിന്റെ ബാറ്ററി എടുക്കുകയാണെങ്കിൽ എക്സൈഡിന്റെ 6CL ബാറ്ററി ഉണ്ടല്ലോ, 6CL 150 6CL 100 എന്ന് പറഞ്ഞാൽ എന്റെ അനുഭവത്തിൽ ദാറ്റ് ഇസ് ദ ബെസ്റ്റ് ബാറ്ററി. അപ്പം അതിന്റെ അത്രയും ലൈഫും അതിന്റെ അത്രയും പെർഫോമൻസും വേറൊരു ബാറ്ററിക്കും കാണാറില്ല. പക്ഷെ മാനുഫാക്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് സോളാർ ട്യൂബുലർ ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സൈസും വെയിറ്റും ഈ പറഞ്ഞ EL ബാറ്ററിയൊക്കെ അല്പം കുറവായിട്ടാണ് കണ്ടിരിക്കുന്നത്. ഈ ബാറ്ററിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബാറ്ററി ഉപയോഗിക്കാം. ഒൺലി തിങ് ചാർജിങ് കറണ്ട് ഈ സോളാറിന്റെ അകത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ പറഞ്ഞിരിക്കുന്ന ഒരു പീക്ക് സമയത്ത് മാത്രമാണ് അത്രയും കറണ്ട് വരുന്നത്. അതായത് പീക്ക് സമയത്ത് മാത്രമേ സാറേ. വേറൊരു വ്യത്യാസമുള്ളത്, ഈ സൈക്ലിംഗ് ബാറ്ററി എന്ന് പറയുന്ന സോളാർ ബാറ്ററി ഒക്കെ സൈക്ലിംഗ് ബാറ്ററിയാണ്. അതേസമയത്ത് UPS ഉപയോഗിക്കുന്ന EL100 എന്ന് പറയുന്ന ബാറ്ററി സൈക്ലിംഗ് ബാറ്ററി അല്ലല്ലോ വാസ്തവത്തിൽ. അല്ല, അത് ബാറ്ററിയുടെ വ്യത്യാസമല്ല, എന്റെ ആപ്ലിക്കേഷൻ അങ്ങനെ ആയത് കാരണം ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്നത്. കാരണം നമുക്ക് 24 മണിക്കൂർ അവരുടെ ഈ എക്സൈഡിന്റെ ഷീറ്റിനകത്ത് കിടക്കുന്ന സൈക്ലിംഗ് ബാറ്ററികൾ വേറെയാ, അതേസമയത്ത് സോളാറിന് ഉപയോഗിക്കുന്ന ബാറ്ററി വേറെ. ഞാൻ എന്റെ വീട്ടിലിരിക്കുന്ന ബാറ്ററി ഞാൻ ഓക്രിഡ് സോളാർ പവർ സിസ്റ്റം ഉപയോഗിക്കുന്ന ആളാണ്. 2013 മുതൽ EL150 ആണ് ഇരിക്കുന്നത്. അന്ന് മുതൽ ഇപ്പോഴും ഇരിക്കുന്ന EL150 ആണ്. ഈ 20% റേറ്റിൽ ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അത് 1.2 കിലോവാട്ടിന് 4 150H ബാറ്ററി ആയിരിക്കുന്നത്. 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതായത് ഒരു 1 കിലോവാട്ട് സോളാർ, അതിനാണ് നമ്മൾ 4 150H ബാറ്ററി പറയുന്നത്. 1 കിലോവാട്ട് സോളാർ എന്ന് പറഞ്ഞാൽ 800 വാട്ട് ഇപ്പോൾ ജനറലി വരത്തില്ല. 800 വാട്ട് ഡിവൈഡഡ് ബൈ 50 വോൾട്ട് എന്ന് പറഞ്ഞാൽ 16 ആംപിയർ മാക്സിമം അതിലേക്ക് വരത്തുള്ളൂ. 20 ആംപിയർ ഒരിക്കലും വരത്തില്ല. 20 ആംപിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേസ്റ്റ് കണ്ടീഷനാണ്. അത് വരികയാണെങ്കിൽ തന്നെ നമ്മളൊരു മലയാളത്തെ റാ പോലാണ് ഇതിന്റെ ചാർജിങ് കർവ് ആണല്ലോ. ഈ മലയാളത്തിലെ റായുടെ പീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 11 മണിക്ക് 1 മണിക്ക് ഇടയ്ക്ക് വരുന്ന സമയമാണ്. അല്ലാതെ ഈ 6 മണിക്കൂർ ഒരിക്കലും വരത്തില്ല. നിങ്ങൾ രാവിലെ ഒരു 8 മണി 9 മണിക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു 30-40%, 10 മണി 11 മണിക്ക് ആയി നോക്കി കഴിഞ്ഞാൽ ഒരു 50-70%, പിന്നെ ഒരു 11 മണി മുതൽ ഒരു മണി വരെ 1.5 മണി വരെയാണ് നമുക്കറിഞ്ഞ ഏകദേശം 80%. അത് ഈ പറഞ്ഞിരിക്കുന്ന ഹോട്ട് സീസണിൽ, അതായത് സണ്ണി മന്തിൽ മാത്രം. പിന്നെ അത് ഔട്ട് പോവുക. ഒരിക്കലും ഈ പറഞ്ഞിരിക്കുന്ന 20 ആംപിയർ അത് വരത്തില്ല. 16 ആംപിയറും 1 മണിക്കൂർ 2 മണിക്കൂർ ഉണ്ടാകത്തുള്ളൂ. ബാക്കി സമയങ്ങളൊക്കെ അത് 8 ആംപിയർ 10 ആംപിയർ 12 ആംപിയർ അങ്ങനെ പോകത്തുള്ളൂ. ഇനി ലോഡ് ഇല്ലെങ്കിലേ പറയുന്നത്, ലോഡ് ഉണ്ടെങ്കിൽ ലോഡിന്റെ ബാക്കി ബാറ്ററി പോകത്തുള്ളൂ. കാരണം ഇത് സംഭവിക്കുന്ന ഇവിടെ കുഴപ്പമെന്ന് ഞാൻ പറയും. ആൾക്കാർ 4 ബാറ്ററി ഉപയോഗിക്കേണ്ടത് 2 ബാറ്ററി കൊണ്ട് ഉപയോഗിക്കും. 2 ബാറ്ററി ഉപയോഗിക്കും. എന്താ സംഭവിക്കുന്നത്? ബാറ്ററി താങ്ങാവുന്ന ഇരട്ടി കറണ്ടിലേക്ക് പോകും. അപ്പോഴവിടെയാണ് ഈ ബാറ്ററിക്ക് കുഴപ്പമുണ്ടാകുന്നത്, ഇഷ്യൂ ഉണ്ടാകുന്നത്. അതർവൈസ് 1 കിലോവാട്ടിന് 4 ബാറ്ററി ഉപയോഗിക്കണ ഒരു ഇഷ്യൂ ഇല്ല. നോ ഇഷ്യൂ. അല്ലാതെ ശരി, പക്ഷെ 4 ബാറ്ററി ഉപയോഗിക്കുമ്പോൾ അത് ഫുൾ വോൾട്ടേജിൽ ഫുൾ ചാർജ് ആകാനുള്ള സാധ്യതകൾ കുറവാണ്. അങ്ങനെ ഫുൾ ചാർജ് ആയില്ലെങ്കിൽ ബാറ്ററിയുടെ മുഴുവൻ
ഉപയോഗം നമുക്ക് നടക്കത്തില്ല. അല്ലല്ല അങ്ങനെയൊക്കെ ഞാൻ പറയാം. അതായത് നമ്മൾ ഈ ഒരു സോളാറിൽ നിന്ന് ചേഞ്ച് ഓവർ ഉണ്ടല്ലോ, അതായത് നമുക്ക് ഈ സെറ്റിംഗ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, സെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി ഓൾമോസ്റ്റ് 80% എത്തിയാൽ മാത്രമേ നമ്മൾ സോളാറിലോട്ട് ചേഞ്ച് ഓവർ ആക്കാവുള്ളൂ. അതർവൈസ് ബാറ്ററി ചാർജിങ്ങിന് വേണം പ്രയോറിറ്റി കൊടുക്കാനായിട്ട്. ഇനി 80% ചില മാനുഫാക്ചർ ഉണ്ട് 100% വെക്കും, 100% എത്തിയിട്ട് ചേഞ്ച് ഓവർ ചെയ്താൽ മതി, അതൊരു മെയിൻസ് ലോഡ്. അത് കാരണം ലോഡ് നഷ്ടമൊന്നുമില്ല. 100% എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 100% 50% എത്തിക്കഴിയുമ്പോഴും അല്ല 40% എവിടെയാണ് സെറ്റ് ഇരിക്കുന്നത് അതുവരെ ബാറ്ററി ലോഡും അല്ലെ സോളാർ ലോഡും, സോളാറും പിന്നെ കഴിഞ്ഞ് ബാറ്ററി ലോഡും പിന്നെ തിരിച്ചു പോകത്തുള്ളൂ. ഇത് ഓൾ ഡിപ്പെൻഡിങ് അപ്പോൾ നമ്മുടെ ഒരു ഇൻഡിവിജ്വലിന്റെ വീട്ടിലെ കൺസെഷൻ പോലെ ഇരിക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന അറൗണ്ട് 80% എത്തുമ്പോഴത്തേക്ക് ഇറ്റ് വിൽ ചേഞ്ച് ഓവർ ടു ദ സോളാർ. 50% എത്തുമ്പോൾ ഇറ്റ് വിൽ ചേഞ്ച് ഓവർ ടു ദ മെയിൻസ്. സാറേ ഈ സോളാർ തുടങ്ങിയ സമയത്ത്, ഈ ഓഫ് ഗ്രിഡ് സോളാർ തുടങ്ങിയ സമയത്ത് കൂടുതൽ ബാറ്ററി ഉപയോഗിക്കുമായിരുന്നു. ആ ബാറ്ററികളൊന്നും നമ്മുടെ ഇവിടുത്തെ കറണ്ടിന്റെ ഇവിടുത്തെ വെട്ടത്തിന്റെ കണ്ടീഷൻ അനുസരിച്ച് ഫുൾ ഫെയിലിയറായി. ഇപ്പോഴേ ഒരു സംശയം, ഞാനിത് അനലൈസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങിയ കാലങ്ങളിലൊക്കെ ആൾക്കാർ സാധാരണ ഇൻവേർട്ടറിന്റെ സെറ്റിംഗ് തന്നെ സോളാറിൽ സെറ്റ് ചെയ്തു. ഉദാഹരണം ഞാൻ പറയാം. അതായത് നമ്മളൊരു വീട്ടിലൊരു 1 kV ഇൻവേർട്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 100H 150H ബാറ്ററിയാണ്. അത് അരമണിക്കൂറോ 1 മണിക്കൂറോ നമ്മൾ ഡിസ്ചാർജ് കഴിഞ്ഞാൽ 10 വോൾട്ടേജ് ഒരു പോകാം. അതായത് ഈ വോൾട്ടേജ് എന്തുകൊണ്ടും താഴോട്ട് പോകാം. 12 വോൾട്ട്, അതായത് ഒരു ബാറ്ററിയുടെ ഫുൾ ചാർജ് വോൾട്ടേജ്, അതായത് 100% ചാർജ് ആയ വോൾട്ടേജിന്റെ SOS സ്റ്റേറ്റ് ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ 12.57 വോൾട്ടേജാണ്. 50% ബാറ്ററി ഡിസ്ചാർജ് ആകുമ്പോൾ അതിന്റെ സ്റ്റേറ്റ് ഓഫ് ചാർജ് വോൾട്ട് പറഞ്ഞാൽ 12.05. ഇനി അത് നമ്മൾ എവിടെയാ കട്ട് ചെയ്യേണ്ടത്? ആ സ്റ്റേറ്റ് ഓഫ് ചാർജ് മൈനസ് ബാറ്ററി റെസിസ്റ്റൻസ് ഇൻറ്റു ലോഡ്. അത് ബാറ്ററി നമ്മളിപ്പം ബാറ്ററി അതിന് എടുക്കാവുന്ന പരമാവധി ലോഡിലാണെങ്കിൽ 10 അല്ല 10 വോൾട്ട് പോയി കട്ടിയാലും കുഴപ്പമില്ല. പക്ഷേ സോളാറിലാണ് നമുക്കറിയാമല്ലോ, സോളാറിൽ ഓടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരമണിക്കൂർ 1 മണിക്കൂറില്ല, ഈ പറഞ്ഞ 4 മണിക്കൂറുണ്ട് 5 മണിക്കൂറുണ്ട് കയറുന്ന ബാക്കി സമയം മുഴുവൻ 16 മണിക്കൂറും ഈ ബാറ്ററി ഒന്ന് ഓടണ്ട. ഉദാഹരണത്തിന് 4 കിലോ യൂണിറ്റ് ഉള്ള ഒരു ബാറ്ററി, 1 കിലോവാട്ട് ബാറ്ററിക്ക് 4 150H ബാറ്ററി ഉണ്ടെങ്കിൽ 4 യൂണിറ്റ് എനർജി നമുക്ക് 16 മണിക്കൂർ വെച്ച് ഡിസ്ചാർജ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി നിങ്ങൾക്ക് എത്ര കിട്ടും? 200 എഫിഷ്യൻസി കഴിഞ്ഞ് ഏകദേശം 200-250 വാട്ടേ കിട്ടുള്ളൂ. 250 വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 250 വാട്ട് 50 ഉള്ളൂ. 5 ആംപിയർ ആണ് ഡിസ്ചാർജ് ചെയ്യുന്നത് ഈ ബാറ്ററി കിട്ടും. 150H 5 ആംപിയർ ഡിസ്ചാർജ് ചെയ്യുന്ന. അതേസമയം എൻ്റെ ഹോം ഇൻവേർട്ടർ 150H 50-75 ആംപിയർ ഡിസ്ചാർജ് ചെയ്യണം അരമണിക്കൂർ സമയത്തേക്ക്. യു ക്യാൻ ജസ്റ്റ് ഇമാജിൻ വോൾട്ടേജ് ഡ്രോപ്പ്. എനിക്കത് 10 വോൾട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ 11 വോൾട്ട് താഴെ പോയി കഴിഞ്ഞാൽ എൻ്റെ ബാറ്ററിക്ക് ഡാമേജിങ് ഇവിടെ. അതായത് എൻ്റെ സ്റ്റേറ്റ് ഓഫ് ചാർജ് എല്ലായിടത്തും സെയിം മൈനസ് I × R. I അതിൻ്റെ 5 ഇരട്ടി വരും ഇവിടെ, എനിക്ക് 5 ഇരട്ടി 10 ഇരട്ടി വരും ഇവിടെ. എവിടെയാ? പിന്നെ ഹോം ഇൻവേർട്ടറിൽ സോളാറിനെക്കാട്ടില്ല. അത് കാരണം എനിക്ക് 11:30 എൻ്റെ നോർമലി സാധാരണ വീട്ടിലൊക്കെ ലോഡ് ഏറ്റവും കൂടുതലുള്ളത് ഈവനിങ്ങിൽ ഈ സമയത്താണ്, 7, 8, 9 മണി സമയത്താണ്. ഒരു 30% കൂടുതൽ ഒരു ഇൻവേർട്ടറിൽ ലോഡ് വരാൻ പാടില്ല, വരാൻ ടെക്നിക്കലി വരാൻ പറ്റത്തുമില്ല. അപ്പം അതിന്റെ ഒരു ചേഞ്ച് ഓവർ വോൾട്ടേജ് 50% DOD എന്ന് പറഞ്ഞാൽ അറൗണ്ട് 11.5 വോൾട്ടേജാണ്. വേറെ നമ്മുടെ മറ്റേ ആണെങ്കിൽ 10 വോൾട്ടേജ് ആയിരുന്നു, 1 വോൾട്ട് കൂടുതലാണ്. 11 വോൾട്ടേജ് ചേഞ്ച് ഓവറും കട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി ഇൻവേർട്ടറിനെ പിടിച്ച് ഓഫ് ചെയ്യണമല്ലോ, ബാറ്ററി ലോക്കട്ട് വന്നിട്ട് അതൊരു 11.2 വോൾട്ടേജാണ്. പക്ഷെ പലരും വെച്ചിരിക്കുന്ന പഴയ 10 വോൾട്ടേജ് ആയിരിക്കും. ആ 10 വോൾട്ടേജ് എന്ന് കഴിഞ്ഞാൽ പിന്നെ ബാറ്ററി 1 വർഷം 2 വർഷം പോകുമ്പോഴേ ഡാമേജ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സംഭവിക്കും. ഈ സാറിന്റെ വർഗീസ് സാറിന്റെ ക്ലാസ്സിനെ കുറിച്ച് ഒന്ന് കമന്റ്സ് ഒന്ന് പറയാമോ? ഇന്നത്തെ സെഷൻ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ വൈഡ് നോളജും എക്സ്പീരിയൻസും ഷോയിങ്. താങ്ക്സ്. ഇനി ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ പ്രതീക്ഷിക്കുന്നു സാറിന്റെ കയ്യിൽ നിന്ന്. താങ്ക്സ് എ ലോട്ട്. ഒരാൾക്കൂടി. ഓക്കെ, താങ്ക് യു ഓൾ. ബൈ, ഗുഡ് നൈറ്റ്. താങ്ക്സ് എ ലോട്ട്. ഗുഡ് നൈറ്റ്. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു. ഓക്കെ, താങ്ക്സ് സാർ. സാർ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഞങ്ങൾ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. സാറിന്റെ എക്സ്പ്ലനേഷൻ, അതിന്റെ എക്സാമ്പിള്, അതെല്ലാം വളരെ ലളിതമായിരുന്നു. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത ഞായറാഴ്ച 8 മണിയാകുമ്പോൾ വീണ്ടും കാണാം.